ഹലോ ആസ്പിറൻസ്, എല്ലാവർക്കും ഈ ഒരു വെബിനാറിലോട്ട് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ ക്ലാസ് ഹോസ്റ്റ് ചെയ്യാൻ പോണത് സുബിത് സാർ ആയിരിക്കും. സുബിത് സാർ കണ്ടിന്യൂ ചെയ്തോളൂ സാറേ. ഓക്കെ, ബിഗ് ലേണിംഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ FSO എക്സാമിന്റെ നോട്ടിഫിക്കേഷൻ വന്നതിന് പിന്നാലെ അതിന്റെ കൺഫർമേഷൻ ഇപ്പോൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം 2025 ജനുവരി 18 എക്സാം ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ അതിന്റെ സിലബസും പുതിയ മാറ്റങ്ങളോടുകൂടെ ഈ ഉദ്യോഗാർത്ഥികൾക്ക് വളരെ അനുകൂലമായ രീതിയിലുള്ള ഒരു സിലബസ് മോഡിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും. അതിൽ മെയിൻ ആയിട്ട് സബ്ജക്റ്റ് മാത്രമേ ഉള്ളൂ, നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനും അതുപോലെ തന്നെ റീസണിങ് ഒക്കെ ഒഴിവാക്കിയിട്ടുണ്ട്. എന്നിരുന്നാൽ പോലും നമുക്ക് ഇതില് മുകളിൽ കൊടുത്തിരിക്കുന്ന അതല്ല ഈ 5 മേജർ സബ്ജക്റ്റ് ആണ് അതിലുള്ളത്. അതുകൂടാതെ സബ്ജക്ട് റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ എലിജിബിലിറ്റിയുടെ ബേസ് ചെയ്തിട്ട് കുറച്ച് ക്വസ്റ്റ്യനും കൂടെ നമുക്ക് അതിൽ എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോ നമ്മുടെ വെബിനാറിലേക്ക് പോകുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. അതായത് നമ്മുടെ ഈ ഒരു ജോബ് പ്രൊഫൈലിനെ പറ്റി എന്നിരുന്നാൽ പോലും നമുക്ക് അതിന്റെ ജോബ് പ്രൊഫൈലിനും ആ സിലബസിനെ പറ്റി ഒന്നുകൂടെ ഡിസ്കസ് ചെയ്യാം. ഇപ്പൊ ജോബ് പ്രൊഫൈൽ എല്ലാവരും കണ്ടതുപോലെ നിങ്ങൾ എല്ലാവരും അപ്ലൈ ചെയ്തിട്ടുണ്ടാവും. അതിന്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ ഒന്നും ഇപ്പൊ പ്രസക്തി ഇല്ല, കാരണം എല്ലാവരും അപ്ലൈ ചെയ്തിട്ട് അതിന്റെ എക്സാം ഡേറ്റ് വന്നിരിക്കുകയാണ്. അതുകൂടാതെ പിന്നെ ഇതിന്റെ പേ സ്കെയില് ഓൾമോസ്റ്റ് 39,000 to 83,000 ആണ്. അപ്പൊ നമുക്കിതിലെ ലാസ്റ്റ് എക്സാമിന്റെ കട്ട് ഓഫ് വന്നിരിക്കുന്നത് ഓൾമോസ്റ്റ് 58 ആണ്. പക്ഷെ ഈ വർഷം പ്യുവർ സബ്ജക്ട് ഓറിയന്റഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാവർക്കും എക്സ്പെക്ട് ചെയ്യാൻ വളരെ വലിയൊരു കട്ട് ഓഫ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. കാരണം ഇപ്പോൾ ഈ അടുത്തിടെയായിട്ട് ഫുഡ് സേഫ്റ്റി ഓഫീസറിന്റെ പ്രിപ്പറേഷൻ പല ആൾക്കാരും വളരെ നല്ല രീതിയിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഓൾമോസ്റ്റ് ഒരു 80ഓളം അല്ലെങ്കിൽ 80+ കട്ട് ഓഫ് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. കാരണം പ്യുവർ സബ്ജക്ട് ആയതുകൊണ്ട് തന്നെ അതായത് ഒരു ഫുഡ് ടെക്നോളജി കോഴ്സ് പഠിച്ചു വന്ന ഒരാൾ അല്ലെങ്കിൽ ഒരു ഡയറി ടെക്നോളജി അല്ലെങ്കിൽ വെറ്റിനറി സയൻസ് ഒക്കെ പഠിച്ചു വന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഈ 5 മേജർ പോർഷൻസും അല്ലെങ്കിൽ ഈ സിലബസിന് 5 മേജർ കാറ്റഗറി ക്ലാസിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അതിലത്തെ 5 മേജർ പോർഷൻസും വളരെ എളുപ്പത്തിൽ കവർ ചെയ്യാൻ പറ്റുന്ന ഒരു പോർഷൻസ് ആണ്. അതുകൂടാതെ നമുക്ക് ഓൾമോസ്റ്റ് 80 days ആണ് ഇനിയിപ്പോൾ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. അപ്പോ ഇവിടെ നിങ്ങൾക്ക് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും, ഇതിൽ ഫുഡ് ടെക്നോളജി, അതുപോലെ തന്നെ ഡയറി ടെക്നോളജി, ഫുഡ് ടെക്നോളജി, ഡയറി ടെക്നോളജി, അതുപോലെ തന്നെ വെറ്റിനറി സയൻസ്, പിന്നെ ന്യൂട്രീഷണൽ ബയോകെമിസ്ട്രി ആൻഡ് ഫുഡ് അനാലിസിസ്, പിന്നെ മൈക്രോബയോളജി, ബയോടെക്നോളജി ആൻഡ് മെഡിക്കൽ ആസ്പെക്ട്സ്. ഇത്രയാണ് മെയിൻ ആയിട്ടുള്ള ക്ലാസിഫിക്കേഷൻ. അതായത് സിലബസിന് മേജർ 5 കാറ്റഗറി ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ലാസ്റ്റ് ഇയറിലെ സിലബസ് അല്ലെങ്കിൽ ലാസ്റ്റ് FSO എക്സാമിന്റെ സിലബസ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഒരുപാട് പോർഷൻസ് ഇതിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. അതുകൂടാതെ ഇതിന്റെ മാർക്ക് ബേസ് കാറ്റഗറൈസേഷൻ അതായത് ഈ ഒരു 5 പോർഷൻസ് ഈക്വൽ വെയിറ്റേജ് ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ നിങ്ങൾക്ക് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും, ഫുഡ് ടെക്നോളജിക്കാണെങ്കിലും ഡയറി ടെക്നോളജിക്കാണെങ്കിലും ഓൾമോസ്റ്റ് ഹയർ വെയിറ്റേജ് ആയതുകൊണ്ട് തന്നെ ഇൻ ഡീപ്പ് ആയിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ വളരെയധികം ചാൻസസ് ഉണ്ട്. അതായത് ഈ ഓരോ പോർഷൻസിനും ഇൻ ഡീപ്പ് ആയിട്ട് പഠിക്കേണ്ടതായിട്ടുണ്ട്, കാരണം അത്രയും സ്പെസിഫിക് ആയതുകൊണ്ട്. അപ്പോൾ നമ്മൾ ആ സിലബസിലേക്ക് നോക്കി, ഇപ്പൊ നമുക്കിനി എക്സാമിന് വേണ്ടിയിട്ട് മാക്സിമം ഓൾമോസ്റ്റ് 80 days ആണ് ബാക്കിയുള്ളത്, അപ്രോക്സിമേറ്റ് എടുത്തു കഴിഞ്ഞാൽ. അപ്പൊ ഈ 80 days നമ്മൾ എങ്ങനെ ഈ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാന്നുള്ളതാണ് മേജർ കൺസേൺ. അപ്പോൾ ഈ 80 ദിവസത്തിൽ ഓൾമോസ്റ്റ് നമ്മളൊരു ഇപ്പോ വിജ്ഞാപനം പുറപ്പെടുവിച്ചിട്ട് ഒരുപാട് നാളായി. അപ്പോൾ ഓൾമോസ്റ്റ് സബ്ജക്ട് പോർഷൻസ് ഒക്കെ എല്ലാവരും കവർ ചെയ്തിട്ടുണ്ടാവും അല്ലെ. അപ്പോൾ ഇനിയുള്ള ദിവസങ്ങളിൽ ഈ സബ്ജക്ട് കവർ ചെയ്യുന്നതിലുപരി ഏറ്റവും നന്നായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ എന്തെന്ന് പറഞ്ഞാൽ ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് മാക്സിമം നോക്കുക. കാരണം പ്യുവർലി സബ്ജക്ട് ബേസ്ഡ് ആണ്, സബ്ജക്ട് മാത്രമാണ് സിലബസിലുള്ളത്. അതുകൂടാതെയുള്ള വേറെ ഒരു തരത്തിലുള്ള ക്വസ്റ്റ്യൻസും നമുക്ക് എക്സ്പെക്ട് ഉണ്ടാവില്ല എക്സാമിന്. കാരണം സിലബസ് ഇല്ലാത്തത് കൊണ്ട് തന്നെ ഈ സബ്ജക്ട് റിലേറ്റഡ് ആയിട്ടുള്ള വരാൻ ചാൻസ് ഉള്ള സബ്ജക്ട് റിലേറ്റഡ് ആയിട്ടുള്ള പോർഷൻസ് മാത്രമേ ക്വസ്റ്റ്യൻസ് ഉണ്ടാവുള്ളൂ. മേജർ അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ കോൺസ്റ്റിറ്റ്യൂഷൻ അതുപോലെ തന്നെ പിന്നെ റീസണിങ് ഒഴിവാക്കിയിട്ടുള്ളത് എന്നുള്ളതാണ്. അതായത് ജനറലി എല്ലാവർക്കും സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു പോർഷനാണ്. പക്ഷെ ഈ ഒരു വർഷത്തിൽ സബ്ജക്ട് മാത്രം പഠിച്ചവർക്ക് ഒരു പ്രിഫറൻസ് എന്ന രീതിയിലാണ് ഇങ്ങനെ ഒരു സിലബസ് മോഡിഫിക്കേഷൻ നടത്തിയിട്ടുള്ളത്.
ഇത് മെയിൻ ആയിട്ട് നമ്മുടെ ഫുഡ് ടെക്നോളജി എടുത്തു കഴിഞ്ഞാൽ ഫുഡ് ടെക്നോളജിയുടെ മേജർ പോർഷൻസിൽ പ്രിൻസിപ്പിൾസ് ആൻഡ് മെത്തേഡ്സ് ഓഫ് ഫുഡ് പ്രിസർവേഷൻ, അതുകൂടാതെ അതിൽ തന്നെ നമുക്കിപ്പം ഡിഫറെന്റ് മെത്തേഡ് ഓഫ് പ്രിസർവേഷൻസ് ഉണ്ട്. അതിൽ മെയിൻ ആയിട്ട് പറയുകയാണെങ്കിൽ പാസ്ചറൈസേഷൻ, കാനിങ്, ഡീഹൈഡ്രേഷൻ, ഫ്രീസിങ്, ഫ്രീസ് ഡ്രൈയിങ്, ഫെർമെന്റേഷൻ, മൈക്രോവേവ് ഇറാഡിയേഷൻ ആൻഡ് അതർ കെമിക്കൽ പ്രിസർവേറ്റീവ്സ്. അതുപോലെ തന്നെ ഹർഡിൽ ടെക്നോളജി, ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ, അതായത് ഹൈ പ്രഷർ പ്രോസസ്സിംഗ്, അതുപോലെ തന്നെ മൈക്രോവേവ് പ്രോസസ്സിംഗ്, മൈക്രോ ഫിൽട്രേഷൻ, ബാക്ടോഫ്യൂഗേഷൻ, ഹൈ വോൾട്ടേജ് ഇലക്ട്രിക് ഫീൽഡ്, അതുപോലെ തന്നെ പൾസ്ഡ് ഇലക്ട്രിക് ഫീൽഡ്, ഹൈ പ്രഷർ പ്രോസസ്സിംഗ്, ഇറാഡിയേഷൻ, തെർമോ അൾട്രാസോണിക്കേഷൻ ടെക്നിക്സ്, ഓമിക് ഹീറ്റിംഗ്, ഡയലക്ട്രിക് ഹീറ്റിംഗ്, അതുപോലെ തന്നെ ഇൻഫ്രാറെഡ് ഹീറ്റിംഗ്, അതുപോലെ തന്നെ അതർ ആന്റി മൈക്രോബിയൽ ഏജൻസ് ആൻഡ് ബാക്ടീരിയോസൈൻസ്. പ്രിസർവേഷനിൽ ഇൻ ഡീറ്റെയിൽഡ് ആയിട്ട് വളരെ ഹ്യൂജ് ആയിട്ടുള്ള ഒരു സിലബസ് ആണ്. അത് നോൺ തെർമൽ പ്രിസർവേഷൻ ടെക്നിക്സും തെർമൽ പ്രിസർവേഷൻ ടെക്നിക്സും കൂടാതെ അത് അല്ലാതെയുള്ള അഡീഷണൽ പ്രിസർവേറ്റീവ്സിന്റെ വാല്യൂസ് ഒക്കെ ഡീറ്റെയിൽസ് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. കാരണം ഫുഡ് ലോസ് ആൻഡ് റെഗുലേഷൻസ് സിലബസിന് കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കിയിട്ടുണ്ട്. അത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. പക്ഷെ എന്നിരുന്നാൽ പോലും ഫുഡ് ലോസ് ആൻഡ് റെഗുലേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള പല ക്വസ്റ്റ്യൻസും നമ്മുടെ ഫുഡ് ടെക്നോളജി പോർഷൻസ് നിന്ന് ചോദിക്കാനുള്ള പ്രോബബിലിറ്റി വളരെ കൂടുതലാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ഫുഡ് ലോസ് ആൻഡ് റെഗുലേഷനിൽ മെയിൻ ആയിട്ട് ഇപ്പൊ നമ്മൾ ഈ പ്രിസർവേറ്റീവ്സിന്റെയും അതുപോലെ തന്നെ പ്രിസർവേറ്റീവ്സിന്റെ ആയാലും ഈ ഓരോ ടെക്നോളജിയുടെ ആയാലും അതിന്റെ ഒരുപാട് സ്റ്റാൻഡേർഡ്സ് ഉണ്ട്. ഈ സ്റ്റാൻഡേർഡ്സ് അതുപോലെ തന്നെ ഇത് ഏത് ഈ ഫുഡ് ലോസ് ആൻഡ് റെഗുലേഷൻസിൽ റിലേറ്റഡ് ആയിട്ട് ഇത് എവിടെ മെൻഷൻ ചെയ്തിരിക്കുന്നു, ഏത് പാർട്ടിൽ മെൻഷൻ ചെയ്തിരിക്കുന്നു, അതുപോലെ തന്നെ ഏത് ഷെഡ്യൂളിലാണ്, ഏത് പാർട്ടിലാണ്, ഏത് ഷെഡ്യൂളിലാണ്, അതുപോലെ തന്നെ ഫോർട്ടിഫിക്കേഷന്റെ വാല്യൂസ്, അതുപോലെ തന്നെ ഈ ഓരോന്നിന്റെയും മാക്സിമം പെർമിസിബിൾ ലിമിറ്റ്, ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ചോദിക്കാനുള്ള വളരെയധികം പ്രോബബിലിറ്റീസ് ഉണ്ട്. പെർമിസിബിൾ ലിമിറ്റ്സ്. ഓക്കെ, അതായത് മെയിൻ ആയിട്ട് ഇപ്പൊ നമ്മൾ നോക്കി കഴിഞ്ഞാൽ ഈ ഓരോ പ്രിസർവേഷൻ മെത്തേഡ്സിന്റെയും പെർമിസിബിൾ ലിമിറ്റ്സ് എത്രയാണ് മാക്സിമം, അതുപോലെ തന്നെ പിന്നെ ഈ ഓരോ ടെക്നോളജിയുടെയും കണ്ടീഷൻസ്, സ്റ്റാൻഡേർഡ് കണ്ടീഷൻ ആസ് പെർ FSSAI സ്റ്റാൻഡേർഡ് പ്രകാരമുള്ള കണ്ടീഷൻസ് ചോദിക്കാനുള്ള വളരെ പ്രോബിലിറ്റി ഉണ്ട്. ഈവൻ ദോ നമ്മുടെ ഫുഡ് ലോസ് ആൻഡ് റെഗുലേഷൻ ഒഴിവാക്കിയിരുന്നിരുന്നാൽ പോലും ഇതിൽ നിന്ന് റിലേറ്റഡ് ആയിട്ട് ചോദിക്കാം. ഓക്കെ, അപ്പോ അതൊന്നും നമ്മൾ മറക്കാതെ വളരെയധികം റിപ്പീറ്റഡ് ആയിട്ട് റിവൈസ് ചെയ്തുകൊണ്ടിരിക്കേണ്ട ഇമ്പോർട്ടന്റ് പോർഷൻസ് ആണ് ഈ ഓരോ കണ്ടീഷൻ. ഓക്കെ, പിന്നെ മെയിൻ ആയിട്ട് നമ്മുടെ ക്ലാസിഫിക്കേഷൻ, അത് ഫുഡ് അഡിറ്റീവ്സ് ആണ് വരുന്നത്. ഫുഡ് അഡിറ്റീവ്സും പ്യുവർലി ഫുഡ് ലോസ് അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു കമ്പൻഡിയം റിലേറ്റഡ് ആയിട്ടുള്ള സ്റ്റാൻഡേർഡ്സ് ആണ്. ഓക്കെ, അപ്പോൾ അതിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ്, ഈ ഫുഡ് അഡിറ്റീവ്സ് ഒറ്റൊരു വേർഡ് ആണെങ്കിൽ പോലും അതിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഡീറ്റെയിൽഡ് ആയിട്ട് ചോദിക്കാൻ കാരണമുണ്ട്. മേജർ റീസൺ വെച്ചാൽ 20 മാർക്സ് ആണ് നമുക്കുള്ളത്. ഈവൻ 20+ ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. കറക്റ്റ് 20 എന്ന് കൊടുത്തിരുന്നാൽ പോലും 20 ക്വസ്റ്റ്യൻസ് മാത്രമല്ല 20-ൽ കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കാനുള്ള ചാൻസസ് ഉണ്ട്. കാരണം ഫുഡ് ടെക്നോളജിയുടെ സിലബസ് വളരെ വാസ്റ്റ് ആണ്. ഏറ്റവും വലിയ ഇപ്പൊ ഉള്ളതിൽ വെച്ചിട്ട് ഏറ്റവും വലിയ സിലബസിൽ ഒന്നാണ്. അതായത് പോർഷൻസ് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഫുഡ് ടെക്നോളജി ആണ്. ഫുഡ് ടെക്നോളജി അതുപോലെ തന്നെ മൈക്രോബയോളജി ആൻഡ് ബയോകെമിസ്ട്രി, ആ പോർഷൻസ് ആണ് ഏറ്റവും കൂടുതൽ സിലബസ് കണ്ടന്റ് വെച്ച് നോക്കുമ്പോഴുള്ളത്. അത് ഇൻഡെപ്ത് ആയിട്ടും കുറെ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അപ്പോൾ ഈ ഓരോന്നിലും ഈ ഓരോ പോർഷൻസിലും സ്പെസിഫിക് ആയിട്ട് എടുത്തിട്ട് ഇൻ ഡീറ്റെയിൽ അതിൽ കെമിക്കൽ ചേഞ്ചസ് ഇപ്പം നമുക്ക് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും. ഈ പ്രിസർവേഷൻ ടെക്നിക്സിൽ ഏതൊക്കെ ഓർഗാനിസത്തിന് അഗെയിൻസ്റ്റ് ആണ്, സ്പെസിഫിക്കലി ഏത് പ്രിസർവേറ്റീവ്സ് ആണ്, അത് ഓരോ ഫുഡ് പ്രൊഡക്ട്സിലെയും ആ ഒരു പർട്ടിക്കുലർ പ്രിസർവേറ്റീവ്സിന്റെ പെർമിസിബിൾ ലിമിറ്റ് മാക്സിമം എത്രയാണ്, അതുപോലെ തന്നെ അത് എത്ര കാലം സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും, അതുപോലെ തന്നെ ഈ ക്ലാസിഫിക്കേഷൻ ഓഫ് ഫുഡ്സ് ബേസ്ഡ് ഓൺ അതിന്റെ മോയ്സ്ചർ കണ്ടന്റ്, അതുപോലെ തന്നെ വാട്ടർ ആക്ടിവിറ്റി ബേസ്ഡ് ആയിട്ടുള്ള ക്ലാസിഫിക്കേഷൻസും, അതുപോലെ തന്നെ അസെപ്റ്റിക് പ്രിസർവേഷൻസ് എന്നുള്ള ഒരു സിമ്പിൾ ടേംസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നെങ്കിലും അതിന്റെ കണ്ടീഷൻസ് എന്താണ്, ന്യൂമാറ്റിക് കണ്ടീഷൻസ് എന്താണെന്നുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ അതിൽ യൂസ് ചെയ്യുന്ന പ്രിസർവേറ്റീവ്സ്, അതുപോലെ തന്നെ ഹഡ് ടെക്നോളജിയുടെ പ്രിൻസിപ്പിൾസ് എന്താണ്, അതുപോലെ തന്നെ അതിൽ എങ്ങനെയൊക്കെ പ്രിസർവ് ചെയ്തേക്കാൻ പറ്റും, ഏതൊക്കെ ടെക്നോളജിയുടെ കോമ്പിനേഷൻ യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഇന്നത്തെ ഒരു കറണ്ട് സെനേറിയോയില് നമുക്ക് എല്ലാ PSC ക്വസ്റ്റ്യൻസും നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കോമൺ ട്രെൻഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അസേർഷൻ റീസൺ അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ്. ഓക്കെ, അപ്പോൾ ഈ അസേർഷൻ റീസൺ അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് വളരെ കോംപ്ലിക്കേറ്റഡ് ആണ്. നമുക്ക് ഒറ്റ നോട്ടത്തിൽ നോർമൽ ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് പോലെ ആൻസർ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നതല്ല ഈ അസേർഷൻ റീസൺ ടൈപ്പ് ക്വസ്റ്റ്യൻസ്. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ഈ ഒരു
ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് മാറിയിരിക്കുന്നതാണ്. കാരണം നമ്മൾ ഒരു കറണ്ട് ആ ഒരു ക്വസ്റ്റ്യൻ പാറ്റേൺ അല്ലെങ്കിൽ ട്രെൻഡിനനുസരിച്ചിട്ട് നമ്മുടെ പ്രിപ്പറേഷൻസ് കൊണ്ടുപോകേണ്ടതാണ്. അല്ലെങ്കിൽ നമുക്ക് ജസ്റ്റ് സർഫസ് ലേണിംഗ് ചെയ്ത് കഴിഞ്ഞാൽ കൺസെപ്റ്റ് മനസ്സിലാക്കാതെ ബൈഹാർട്ട് പഠിച്ചു പോയി കഴിഞ്ഞാൽ ഒരിക്കലും ഇതിനുള്ള ആൻസേഴ്സ് നമുക്ക് ലോജിക്കലി ആ ഒരു ഷോർട്ട് പീരീഡിനുള്ളിൽ ചിന്തിച്ചിട്ട് ആൻസർ ചെയ്യാനുള്ള സമയം ഉണ്ടാവില്ല. അപ്പൊ കറക്റ്റ് കൺസെപ്റ്റ് മനസ്സിലാക്കി കഴിഞ്ഞാൽ മാത്രമേ ഈ ഓരോ ടെക്നോളജിയുടെയും ഇൻഡെപ്ത് ആയിട്ടുള്ള കൺസെപ്റ്റ് നമുക്ക് പഠിച്ചിട്ട് അതിന്റെ സൊല്യൂഷൻസ് അല്ലെങ്കിൽ അതിന്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് നോക്കേണ്ടത് എന്നുള്ളത്. അതായത് നമ്മളെ ഈ ഒരു 5 മേജർ കാറ്റഗറീസിൽ ഏതൊക്കെ ക്വസ്റ്റ്യൻസ് റെഫർ ചെയ്യാം, പ്രീവിയസ് PSC അതുപോലെ തന്നെ സെൻട്രൽ സ്റ്റേറ്റ് ഡിഫറെന്റ് സ്റ്റേറ്റിന്റെ ആയിട്ടുള്ള ഏതൊക്കെ ക്വസ്റ്റ്യൻസ് റെഫർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ സിമിലർ ആയിട്ടുള്ള പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻസ് കിട്ടും. അതൊരു വലിയൊരു ഓപ്ഷനാണ് നമുക്ക്. അപ്പോൾ ഈ എല്ലാ ക്വസ്റ്റ്യൻസും പ്രീവിയസ് ക്വസ്റ്റ്യൻസും മാത്രം നമ്മൾ സോൾവ് ചെയ്താൽ തന്നെ നമുക്ക് ഒരു വിധത്തിൽ ഈ ഒരു കട്ട് ഓഫ് കടക്കാൻ വേണ്ടി പറ്റുന്നതാണ്. ഓക്കെ, പിന്നെ ഈ ഓരോ ടെക്നോളജിയുടെയും സ്റ്റാൻഡേർഡ്സ് ഏതൊക്കെയാണ്, അതുപോലെ തന്നെ ഏത് പ്രൊഡക്ട്സിൽ യൂസ് ചെയ്യാം, ഏത് പ്രൊഡക്ട്സിൽ യൂസ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതൊക്കെയാണ് മെയിൻ ആയിട്ട് അസേർഷൻ റീസൺസിൽ വരിക. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഹൈ പ്രഷർ പ്രോസസ്സിംഗ് എടുത്തു കഴിഞ്ഞാൽ അതിൽ ഏതൊക്കെ ഫുഡ് പ്രൊഡക്ട്സിൽ ഹൈ പ്രഷർ പ്രോസസ്സിംഗ് എന്നുള്ള ടെക്നോളജി അപ്ലിക്കബിൾ ആണ്. ഇപ്പോൾ ബോട്ടിൽഡ് ആയിട്ടുള്ള പ്രൊഡക്ട്സിന് നമുക്ക് ഹൈ പ്രഷർ അപ്ലൈ ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ വാക്വം പാക്ക് ചെയ്ത പ്രൊഡക്ട്സിൽ അപ്ലൈ ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത്, അങ്ങനെയുള്ള കുറെ കൺസ്ട്രെയിൻസ് ഉണ്ട്. അപ്പോൾ ആ കൺസ്ട്രെയിൻസ് ഒക്കെ നമുക്ക് അറിയണമെങ്കിൽ അതിന്റെ പ്രിൻസിപ്പിൾ ഇൻ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. അതുപോലെ തന്നെ അതിന്റെ അപ്ലിക്കേഷൻ എന്താണെന്ന് അറിയണം, അതിന്റെ എക്യുപ്മെന്റ് ഡിസൈൻ എന്താണ്, സിമ്പിൾ ഡിസൈൻ എന്താണെന്ന് അറിഞ്ഞിരിക്കണം. എങ്കിലും മാത്രമേ നമ്മൾക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ അസേർഷൻ റീസൺ ടൈപ്പ് അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസിന് ആൻസർ കൊടുക്കാൻ വേണ്ടി പറ്റുള്ളൂ. കാരണം ഒരു പ്രീ ഡിഫൈൻഡ് ആയിട്ടുള്ള കുറെ കൺസെപ്റ്റ്സ് ഉണ്ട്. അപ്പൊ അതിന് ഏതൊക്കെ ബുക്ക് നമുക്ക് റെഫർ ചെയ്യാൻ പറ്റും, അപ്പൊ ഏതൊക്കെ ബുക്കാണ് വെൽ എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ള ബുക്ക് ഏതൊക്കെയാണ്, അപ്പോൾ നമുക്കൊരു കൃത്യമായിട്ടുള്ള ഒരു കോൺട്രവേഴ്സ്യൽ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഏത് ബുക്കിനാണ് പ്രിഫറൻസ് കൊടുക്കുക എന്നുള്ള കുറെ കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിനൊക്കെ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ ഫർദർ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഏതൊക്കെ ബുക്ക് റെഫർ ചെയ്യാം, ഏതൊക്കെ ക്വസ്റ്റ്യൻസ് പാറ്റേൺസ് ഉണ്ട് എന്നുള്ളത്. പിന്നെ മെയിൻ ആയിട്ട് പാക്കേജിങ് ഓഫ് ടൊമാറ്റോ. അപ്പൊ അതിൽ മെയിൻ ആയിട്ട് പാക്കേജിങ് സ്റ്റോറേജ് ആൻഡ് ഡിഫക്ട് ഓഫ് ടൊമാറ്റോ. അതിൽ പ്രോസസ്സിംഗിലും കോമ്പോസിഷനിലും ഏതൊക്കെ വെറൈറ്റീസ് ഓഫ് ടൊമാറ്റോ. ഇപ്പൊ നമുക്കിപ്പോ അഗ്രികൾച്ചറിൽ നിന്നുള്ളൊരു അഗ്രികൾച്ചർ പോർഷൻസ് സിലബസ് ഒന്ന് ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ പോലും ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമുക്ക് ടൊമാറ്റോയുടെ വെറൈറ്റി ചോദിക്കാം. ഓക്കെ, അപ്പൊ ഏതൊരു ഫുഡ് പ്രൊഡക്ട്സിൽ ഏതൊരു ജീനസ് ആയാലും സ്പീഷീസ് ആയാലും നമുക്ക് ചോദിക്കാൻ വേണ്ടി പറ്റും. അത് ഏത് ജീനസ് ആണ്, ഏത് സ്പീഷീസ് ആണ്, അതുപോലെ തന്നെ പിന്നെ അതിന്റെ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, അതിൽ വരുന്ന ഡിഫക്ട്സ് ഏതൊക്കെയാണെന്നുള്ളത്. അപ്പൊ അഗ്രി റിലേറ്റഡ് ആയിട്ടുള്ള പോർഷൻസ്, അഗ്രികൾച്ചർ എന്നുള്ളൊരു പോർഷൻ സിലബസ് ഒന്ന് ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ പോലും ഫുഡ് ടെക്നോളജിയുടെ ഇടയിൽ ആ ഒരു പോർഷൻസ് ചോദിക്കാം. ഇപ്പൊ ക്ലാസിഫിക്കേഷൻ ഓഫ് ടൊമാറ്റോ, അപ്പൊ ഏത് വെറൈറ്റി ഓഫ് ടൊമാറ്റോ ആണ് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് ഈ ഒരു സോസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ. ഇപ്പൊ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ തന്നെ അങ്ങനെ ഒരു കാര്യങ്ങൾ, അതുപോലെ തന്നെ അതിന്റെ ജീനസ് ഏതാണ്, അതിന്റെ സ്പീഷീസ് ഏതാണ്, അതൊക്കെ ചോദിക്കാം. അത് അഗ്രികൾച്ചർ ഉള്ള ഒരു പോർഷൻ ഒഴിവാക്കിയിരുന്നെങ്കിൽ പോലും ഫുഡ് ടെക് റിലേറ്റഡ് ആയിട്ട് അത് ചോദിക്കാം. ഓക്കെ, പിന്നെ ഇവിടെ നോക്കി കഴിഞ്ഞാൽ അതർ കൺവീനിയന്റ് ഫുഡ്സ്, അതുപോലെ തന്നെ ഫ്രൂട്ട് ആൻഡ് വെജിറ്റബിൾസിൽ അഗ്രികൾച്ചർ റിലേറ്റഡ് ഉള്ള കുറെ കാര്യങ്ങൾ ചോദിക്കാൻ ചാൻസസ് ഉണ്ട്. അതുപോലെ തന്നെ ബീവറേജസിൽ ഈ ടൈപ്പ് ഓഫ് ടീ, അതല്ലെങ്കിൽ തേയിലയുടെ വെറൈറ്റി ഏതൊക്കെയാണ്, അതുപോലെ തന്നെ അതിന്റെ പ്ലക്കിംഗ് മെത്തേഡ് ഏതൊക്കെയാണ്, അതുപോലെ തന്നെ കൊക്കോ വെറൈറ്റി, അതിന്റെ ഹാർവെസ്റ്റിംഗ്, പ്രീ ഹാർവെസ്റ്റിംഗും പോസ്റ്റ് ഹാർവെസ്റ്റിംഗും ചോദിക്കാം. ഇതിൽ ഇപ്പം ഹാർവെസ്റ്റിംഗ് ഓഫ് കമ്മോഡിറ്റി ഒക്കെ ഈ ഒരു പോർഷൻസിൽ ഫ്രൂട്ട് ആൻഡ് വെജിറ്റബിൾസിൽ ചോദിക്കാൻ വളരെയധികം ചാൻസസ് ഉണ്ട്. പ്രൊഡക്ട്സ് മാത്രമല്ല, പ്രീ ഹാർവെസ്റ്റിംഗ് ആണ് അഗ്രികൾച്ചർ എങ്കിൽ പോസ്റ്റ് ഹാർവെസ്റ്റിംഗ് ആണ് ഫുഡ് ടെക്നോളജി. അപ്പോൾ ഇത് രണ്ടും മെർജായിട്ട് ചോദിക്കാനുള്ള വളരെ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് അഗ്രികൾച്ചർ കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യരുത്. ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഫുഡ് അഗ്രിന്ന് എന്തൊക്കെ പോസിബിലിറ്റീസ് ഉണ്ട് എന്നുള്ള കാര്യങ്ങൾ മൊത്തം നമ്മൾ നോക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, പിന്നെ പിക്കിൾസ്, ഡിഫറെന്റ് വെറൈറ്റീസ് ഓഫ് പിക്കിൾസ്, അതിൽ ഫെർമെന്റഡ് അൺഫെർമെന്റഡ് ആയിട്ടുള്ള പിക്കിൾസ്, അതുപോലെ തന്നെ ഏറ്റവും കോമൺ ആയിട്ടുള്ള പിക്കിൾ ഏതൊക്കെയാണ്, അതുപോലെ തന്നെ അതിലെ പ്രിസർവേറ്റീവ്സ് എത്രയൊക്കെയാണ്, അതിന്റെ സ്റ്റാൻഡേർഡ് ഏതൊക്കെയാണ്. ഇപ്പൊ ടൊമാറ്റോയുടെ ഡിഫറെന്റ് പ്രൊഡക്ട്സിൽ എല്ലാത്തിന്റെയും സ്റ്റാൻഡേർഡ്സും അതിന്റെ ഇപ്പൊ ഒരു പ്രൊഡക്ട്സ് എടുത്തു കഴിഞ്ഞാൽ ഡിഫറെന്റ് പ്രൊഡക്ട്സുകൾ പറഞ്ഞിട്ടുണ്ട്. അതിൽ സോസ്, സ്പൈസ്, ജാം, ജെല്ലി, ഫ്രൂട്ട് ആൻഡ് വെജിറ്റബിൾ ബേസ്ഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റിലാണ് ടൊമാറ്റോയുടെ പ്രൊഡക്ട്സ് ആണ് മെയിൻ ആയിട്ട് അതിൽ വരുന്നിട്ടുള്ളത്. അപ്പൊ അതിൽ ആ ഒരു പ്രൊഡക്ട്സ്, അതുപോലെ തന്നെ സീരിയൽ ബേസ്ഡ് പ്രൊഡക്ട്സും, അതുപോലെ തന്നെ പിന്നെ ബാക്കിയുള്ള സീരിയൽസ്, അതുപോലെ തന്നെ മില്ലിംഗ് ഓഫ് വീറ്റ്, അതുപോലെ തന്നെ മില്ലിംഗ് ഓഫ് റൈസ്, പാഡി അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ്, അതുപോലെ തന്നെ മെയ്സ്, അതർ പ്രൊഡക്ട്സ്. അപ്പൊ ഈ ഒരു
മെയ്സ് അതുപോലെ തന്നെ പിന്നെ സീരിയൽസിന്റെ പ്രോസസ്സിങ്ങും പ്രീ ഹാർവെസ്റ്റിങ്ങും പോസ്റ്റ് ഹാർവെസ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ അഗ്രികൾച്ചറിൽ മെയിൻ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഹാൻഡ്ലിംഗ് പ്രാക്ടീസസും അതുപോലെ തന്നെ അതിലത്തെ ഡിഫക്ട്സ് ഒക്കെ അഗ്രി റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും ഇതിൽ എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ആ ഒരു ആസ്പെക്ട് തന്നെ നമ്മളത് പഠിച്ചു പോവുക. ഓക്കെ, പിന്നെ സ്ട്രക്ചർ, ഈ മില്ലിങ്ങിന്റെ ഓരോ മില്ലറ്റിന്റെ ആയാലും അതുപോലെ തന്നെ സീരിയൽസിന്റെ ആയാലും പൾസസിന്റെ ആയാലും സ്ട്രക്ചർ ആയാലും അതിന്റെ കോമ്പോസിഷൻ ആയാലും വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതിന്റെ വെറൈറ്റിയുടെ അതിന്റെ ജീനസ് ആൻഡ് സ്പീഷീസ് നെയിം നിർബന്ധമായിട്ട് പഠിക്കുക. അഗ്രികൾച്ചർ കോഴ്സുകാർക്ക് എലിജിബിലിറ്റി ഉണ്ടായത് കൊണ്ട് തന്നെ അതിന്റെ അവർക്കൊരു പ്രിഫറൻസ് എന്ന രീതിയിൽ അറ്റ്ലീസ്റ്റ് 1 ക്വസ്റ്റ്യൻ എങ്കിലും ജീനസ് സ്പീഷീസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, അത് മാത്രമല്ല അല്ലാതെയും ചോദിക്കാം. അത് നമുക്ക് ആ ഓരോ ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ നമുക്ക് അതിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കി കഴിഞ്ഞാൽ ആ ഒരു ആസ്പെക്റ്റിൽ നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, പിന്നെ ആന്റി ന്യൂട്രീഷൻ ഫാക്ടേഴ്സ് ഓഫ് ഡിഫറെന്റ് എല്ലാ ആന്റി ന്യൂട്രീഷൻ ഫാക്ടേഴ്സും അതുപോലെ തന്നെ അതുകൊണ്ടുണ്ടാകുന്ന ഇഫക്റ്റും അതിന്റെ ഹെൽത്ത് ഇഫക്റ്റ് എന്തൊക്കെയാണ്, അതെങ്ങനെ റെഡ്യൂസ് ചെയ്യാന്നുള്ള കാര്യങ്ങളൊക്കെ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ ഫോർ വിച്ച് ഓഫ് ദ ഫോളോയിങ്, ഫോർ എക്സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ വിച്ച് ഓഫ് ദ ഫോളോയിങ് മെത്തേഡ് ഈസ് യൂസ്ഡ് ഫോർ റെഡ്യൂസിങ് ദ ആന്റി ന്യൂട്രീഷൻ ഫാക്ടേഴ്സ്. അതിൽ ഫെർമെന്റേഷൻ, സോക്കിങ്, ജെർമിനേഷൻ, അങ്ങനെ കുറെ ടേംസ് ഉണ്ട്. അപ്പൊ നമുക്ക് അറിയണം ഏതൊക്കെ ടെക്നോളജി യൂസ് ചെയ്താൽ ആന്റി ന്യൂട്രീഷൻ ഫാക്ടേഴ്സ് കുറക്കാൻ വേണ്ടി പറ്റും എന്നുള്ളത്. പിന്നെ ഇൻസ്റ്റന്റ് റെഡി മിക്സസ് ഏതൊക്കെയാണ്, അതിൽ മെയിൻ ആയിട്ട് അതിൽ ഫ്രൂട്ട് ആൻഡ് വെജിറ്റബിൾസിൽ ബേസ് ആയിട്ടുള്ള ഇൻസ്റ്റന്റ് റെഡി മിക്സ്, അതുപോലെ തന്നെ ഇപ്പം നമുക്കറിയാം ജാപ്പാനീസ് ടെക്നോളജി ആയിട്ടുള്ള പിന്നെ റിട്ടോർട്ടിങ്, അതായത് ഇപ്പോൾ ഏതൊരു ഫുഡ് പ്രൊഡക്ട്സും ഓൾറെഡി പ്രോസസ്ഡ് ആയിട്ട് റിട്ടോർട്ട് ചെയ്ത് പ്രോസസ് ചെയ്തിട്ട് റെഡി ടു കൺസ്യൂം ചെയ്യാൻ പറ്റുന്ന ഇൻസ്റ്റന്റ് റെഡി മിക്സസ്, അതുപോലെ തന്നെ റെഡി ടു കൺസ്യൂം പ്രൊഡക്ട്സും അതിന്റെ സ്റ്റാൻഡേർഡ്സ് കുറെ സ്റ്റാൻഡേർഡ്സ് ഉണ്ട്. പ്രൊപ്രൈറ്ററി ഫുഡ്സിന്റെ FSI പ്രകാരമുള്ള ഒരുപാട് സ്റ്റാൻഡേർഡ്സ് ഉണ്ട്. അപ്പൊ ആ സ്റ്റാൻഡേർഡ്സ് നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇൻസ്റ്റന്റ് റെഡി മിക്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കോമൺലി യൂസ് ചെയ്യുന്ന റിട്ടോർട്ട് ടെക്നോളജി എന്താണ്, അത് ഡെവലപ്പ് ചെയ്ത കൺട്രി ഏതാണ്, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ ഫുഡ് ലോസ് എന്ന് പറഞ്ഞ ഒരു കാര്യം ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ പോലും പാക്കേജിങ് ആൻഡ് ലാബലിംഗ് റെഗുലേഷൻസും അതുപോലെ തന്നെ ന്യൂട്രീഷണൽ റെഗുലേഷൻസ്, ന്യൂട്രീഷണൽ ലാബലിംഗ് ഓഫ് ഫുഡ്സ്, അത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം അതിന് ഇൻ ഡീറ്റെയിൽഡ് ആയിട്ട് ന്യൂട്രീഷണൽ ലാബലിങ്ങിനെ പറ്റിയിട്ടും അത് FSSAIയുടെ ലാബലിംഗ് റൂൾസ് ആൻഡ് റെഗുലേഷൻ ബേസ് ചെയ്തിട്ടുള്ള പല ക്വസ്റ്റ്യൻസും നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. കാരണം അത് സിലബസിൽ ലാബലിംഗ് അതുപോലെ തന്നെ ലോസ് ആൻഡ് റെഗുലേഷൻ ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ പോലും ഒരിക്കലും അവര് അതിൽ നിന്ന് ഒരു 2-3 ക്വസ്റ്റ്യൻ എങ്കിലും ചോദിക്കാതിരിക്കില്ല. നിർബന്ധമായിട്ടും നമുക്ക് ഒരു മിനിമം 3 ക്വസ്റ്റ്യൻസ് എങ്കിലും ന്യൂട്രീഷണൽ ലാബലിംഗ് അല്ലെങ്കിൽ പാക്കേജിങ് ആൻഡ് ലാബലിംഗ് റെഗുലേഷൻസ് ബേസ് ചെയ്തിട്ടുള്ള ലോ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് വളരെയധികം എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ അതുകൂടാതെ ക്വാളിറ്റി കൺട്രോൾ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, അതുപോലെ തന്നെ നാഷണൽ ആൻഡ് ഇന്റർനാഷണൽ ബോഡീസ് ഏതൊക്കെയാണ്, അതുപോലെ തന്നെ HACCPയുടെ ഫ്ലോ ചാർട്ട്, HACCP അതുകൂടാതെ കോഡെക്സ് അലിമെന്ററീസ് കമ്മീഷൻസ്, അതുപോലെ തന്നെ GMP GHP, അതിൽ നിന്നൊക്കെ കോമൺ ആയിട്ട് നമുക്ക് കുറെ അസേർഷൻ റീസൺ ടൈപ്പ് ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട്, അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് വളരെ കൂടുതൽ ഈ ഒരു മാനേജ്മെന്റ് ടൈപ്പ് ഓഫ് പോർഷൻ ആണ് ഈ HACCP, അതുപോലെ തന്നെ GHP, GMP, അതുപോലെ തന്നെ ISO 22000, അതുപോലെ തന്നെ ഈ കാര്യങ്ങളൊക്കെ ഇപ്പം ലോസ് ആൻഡ് റെഗുലേഷൻസിൽ അല്ലെങ്കിൽ കൂടി ഇവിടെ അതിൽ നിന്ന് കുറെ ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ ചാൻസസ് ഉണ്ട്. ISO ആയാലും അതുപോലെ തന്നെ കോഡെക്സ് അലിമെന്ററീസ് കമ്മീഷൻ ആയാലും FAO, WHO റിലേറ്റഡ് ആയിട്ടുള്ള കുറെ ക്വസ്റ്റ്യൻസ്, പിന്നെ ഒരുപാട് ഈ FAO അതുപോലെ തന്നെ WHO അതുപോലെ കോഡെക്സ് അലിമെന്ററീസ് കമ്മീഷൻസ് ഓരോ വർഷത്തിനും ഓരോ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഫോർ എക്സാമ്പിൾ മില്ലറ്റ് ഇയർ നമ്മൾ കോമൺ ആയിട്ട് എടുത്താൽ പോലും അതുകൂടാതെ നാഷണൽ മില്ലറ്റ് ഇയർ, ഇന്റർനാഷണൽ മില്ലറ്റ് ഇയർ എപ്പോഴാണ്, അതുപോലെ തന്നെ അല്ലാതെ ഓരോ കമ്മോഡിറ്റിക്കും പൾസസിന് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇയർ ഏതാണ്, അങ്ങനെ ഓരോ കമ്മോഡിറ്റിക്കും ഓരോ ഇമ്പോർട്ടൻസ് ഡേറ്റ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ വേൾഡ് ഫുഡ് ഡേ, അതുപോലെ തന്നെ ഫുഡ് സേഫ്റ്റി ഡേ പോലെയുള്ള ഇമ്പോർട്ടന്റ് ഡേയ്സിനൊക്കെ നമ്മൾ വളരെയധികം ഇവിടെ ഇമ്പോർട്ടന്റ് കൊടുക്കേണ്ടതായിട്ടുണ്ട്. കാരണം ആ ഒരു ക്വസ്റ്റ്യൻസ് ഒക്കെ ജനറൽ ആയിട്ട് വരുന്നതാണ്. അപ്പൊ അത് നമ്മൾ പ്രത്യേകിച്ചിട്ട് ഈ ഒരു സിലബസ് ബേസ് ചെയ്തിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് ആയിരിക്കില്ല. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടെ വളരെയധികം നമ്മൾ റെഫർ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ,
ഇപ്പൊ മെയിൻ ആയിട്ട് ഇപ്പൊ അതുപോലെ തന്നെ മില്ലിങ്ങിന്റെ ഒരു കേസ് എടുത്തു കഴിഞ്ഞാൽ ഈ ഓരോ മില്ലിങ്ങിന്റെയും അതുപോലെ തന്നെ പ്രീ ഹാർവസ്റ്റ് പോസ്റ്റ് ഹാർവസ്റ്റ് പ്രാക്ടീസസും അതുപോലെ തന്നെ ഇപ്പം പാർ ബോയിലിംഗ് ആയാലും അതിന്റെ കണ്ടീഷൻസ് അതൊക്കെ ഇൻ ഡീറ്റെയിൽഡ് ആയിട്ട് ഓരോ ടെമ്പറേച്ചർ കണ്ടീഷൻസ് മില്ലിംഗ് ഓഫ് എല്ലാ കമ്മോഡിറ്റി ഇപ്പം ഇപ്പം മില്ലറ്റ് ആയാലും ഓരോ സീരിയൽസ് എടുത്തു കഴിഞ്ഞാലും അതുപോലെ തന്നെ ഓരോ പൾസസ് എടുത്തു കഴിഞ്ഞാലും അതിന്റെയൊക്കെ മില്ലിങ്ങിന്റെ കണ്ടീഷൻസ് ഒക്കെ ഇൻ ഡീറ്റെയിൽഡ് ആയിട്ട് ചോദിക്കാനുള്ള കുറെ ചാൻസസ് ഉണ്ട്. പിന്നെ മെയിൻ ആയിട്ട് നമ്മൾ നോക്കി കഴിഞ്ഞാല് നമ്മുടെ ഫോർട്ടിഫിക്കേഷൻസിന്റെ ഒരുപാട് റീസെന്റ് ആയിട്ടുള്ള റെഗുലേഷൻസ് വന്നിട്ടുണ്ട്. അപ്പൊ ഓരോ ഫോർട്ടിഫിക്കേഷൻസിന്റെയും ആ മിനിമം പെർമിസിബിൾ ലിമിറ്റ് ഒക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ നെക്സ്റ്റ് വരുന്നത് ഡയറി ടെക്നോളജിയാണ്. ഇപ്പൊ ഡയറി ടെക്നോളജി നമുക്ക് എടുത്തു കഴിഞ്ഞാൽ ഡയറി ടെക്നോളജിയിലും ഇതുപോലെ തന്നെ സിലബസ് വളരെ കാണാൻ ചെറുതാണെങ്കിൽ കൂടെ അതിൽ ഒരുപാട് കാര്യങ്ങൾ ഡയറി ടെക്നോളജിയിൽ വന്നിട്ടുണ്ട്. പിന്നെ മെയിൻ ആയിട്ട് നമ്മൾ അറിയേണ്ടത് ഓരോ ഡയറി പ്രൊഡക്ട്സിന്റെയും ഓരോ ഡയറി പ്രൊഡക്ട്സിന്റെയും റീസെന്റ് ആയിട്ടുള്ള സ്റ്റാൻഡേർഡ്സ് പഠിക്കുക. അതായത് കുറെ സ്റ്റാൻഡേർഡ്സ് കുറെ മോഡിഫിക്കേഷൻ വന്നിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ പഴയ ക്വസ്റ്റ്യൻസ് ഒക്കെ റെഫർ ചെയ്യുമ്പോൾ ഈ ഓരോ ഡയറി പ്രൊഡക്ട്സിന്റെയും അതിൽ ഫാറ്റ് ആയാലും SNF ആയാലും അതിന്റെയൊക്കെ സ്റ്റാൻഡേർഡ്സ് കുറെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അല്ല അഡിറ്റീവ്സിന്റെ സ്റ്റാൻഡേർഡിൽ കുറെ വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഫോർട്ടിഫിക്കേഷൻസിൽ സ്റ്റാൻഡേർഡിൽ കുറെ വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. ഇപ്പൊ ഈ ഓരോ സ്റ്റാൻഡേർഡ്സും ഈ 2015 തൊട്ടിട്ട് 17 വരെയുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ പഴയ ക്വസ്റ്റ്യൻസ് റെഫർ ചെയ്തിട്ട് ആ കാര്യങ്ങൾ ബൈഹാർട്ട് പഠിച്ച് ഒരിക്കലും പോകരുത്. കാരണം നമ്മളെപ്പോഴും FSIയുടെ കൊമ്പാൻഡിയം റെഫർ ചെയ്തിട്ട് റീസെന്റ് സ്റ്റാൻഡേർഡ് ഓരോന്നും 1 by 1 ആയിട്ട് എഴുതിയിട്ട് തന്നെ പഠിക്കേണ്ട ആവശ്യമുണ്ട്. കാരണം റീസെന്റ് സ്റ്റാൻഡേർഡ്സ് ആണ് നമുക്ക് എപ്പോഴും റെഫറൻസ് ആയിട്ട് എടുക്കേണ്ടത്. അല്ല പഴയ സ്റ്റാൻഡേർഡ്സ് പഠിച്ചിട്ട് കാര്യമില്ല. ഈ ബുക്കിൽ ഇങ്ങനെയാണ്, അടുത്ത ബുക്കിൽ വേറെ തരത്തിലാണെന്നുള്ള രീതിയിൽ നമ്മൾ ഒരിക്കലും റെഫർ ചെയ്യരുത്. റെഫർ ചെയ്യുമ്പോൾ റീസെന്റ് ആയിട്ടുള്ള സ്റ്റാൻഡേർഡ് ഫസ്റ്റ് ഓഫ് ഓൾ നോക്കുക. അതുപോലെ തന്നെ മാർക്കറ്റ് മെൽക്ക്, അതുപോലെ തന്നെ പിന്നെ പ്ലാറ്റ്ഫോം ടെസ്റ്റ് ഡയറി ടെക് ഏതൊക്കെയാണ്, അതുപോലെ തന്നെ ഇപ്പം ഓരോ പ്രൊഡക്ട്സിന്റെയും ഹോമോജിനൈസേഷൻ കണ്ടീഷൻസ്, അതുപോലെ തന്നെ പാസ്ചറൈസേഷൻ കണ്ടീഷൻസ്, സ്റ്റെറിലൈസേഷൻ കണ്ടീഷൻസ്, ഇതിൽ ടൈം ടെമ്പറേച്ചർ കോമ്പിനേഷൻ ഓരോന്നിനും എത്രയൊക്കെയാണ്. അതിൽ മിൽക്കിന്റെ മാത്രമല്ല ഗീ ആണെങ്കിലും പിന്നെ ബാക്കിയുള്ള ഡയറി ബേസ്ഡ് ക്രീം ആണെങ്കിലും ഓരോ പ്രൊഡക്ട്സിന്റെയും പാസ്ചറൈസേഷൻ സ്റ്റെറിലൈസേഷൻ കണ്ടീഷൻസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ തന്നെ പാക്കേജിങ്ങിന് ഏറ്റവും ഓരോ പ്രൊഡക്ട്സിന്റെ പാക്കേജിങ് ഏതൊക്കെയാണെന്നുള്ളതും വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പോൾ ഏതൊക്കെ വിച്ച് ഓഫ് ഫോളോയിങ് ഈസ് റൈറ്റ് റിഗാർഡിംഗ് പാക്കേജിംഗ് ഓഫ് എ ഫുഡ് പ്രൊഡക്ട്സ് എന്നുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ചു നമുക്ക് അറിയണം ഈ ഏതൊക്കെ പാക്കേജിംഗ് മെറ്റീരിയൽ മിൽക്ക് പാക്കേജ് യൂസ് ചെയ്യുന്നുണ്ട്, ഏതൊക്കെ പാക്കേജിംഗ് മെറ്റീരിയൽ ക്രീമിന് വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്, അപ്പൊ അതുപോലെ തന്നെ ഏതൊക്കെ പാക്കേജിംഗ് മെറ്റീരിയൽ സോളിഡ് ആയിട്ടുള്ള പ്രൊഡക്ട്സിന് വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ ചീസിന് ഏത് പാക്കേജിംഗ് മെറ്റീരിയൽ ആണ്, അതുപോലെ തന്നെ ഫെർമെന്റഡ് ഡയറി പ്രൊഡക്ട്സ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓരോ ഫെർമെന്റഡ് ഡയറി പ്രൊഡക്ട്സിനും കണ്ടീഷൻസ്, അതിന്റെ ഇൻക്യുബേഷൻ കണ്ടീഷൻസും അതുപോലെ തന്നെ അതിന്റെ സ്റ്റോറേജ് കണ്ടീഷൻസും അതുപോലെ തന്നെ അതിന്റെ സ്റ്റെറിലൈസേഷൻ കണ്ടീഷൻസ് അല്ലെങ്കിൽ പാസ്ചറൈസേഷൻ കണ്ടീഷൻസ്, അതുപോലെ തന്നെ ഏതൊക്കെ മൈക്രോ ഓർഗാനിസ് ആണ് ഓരോ പ്രൊഡക്ട്സിന്റെയും ഫെർമെന്റേഷൻ ആണെങ്കിലും അതുപോലെ തന്നെ ഫെർമെന്റേഷൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ഇപ്പൊ ചീസിന്റെ ഫെർമെന്റേഷൻ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫെർമെന്റഡ് ചീസ് ഉണ്ട്, അതുപോലെ തന്നെ ഹാർഡ്, സോഫ്റ്റ്, മീഡിയം അങ്ങനെ ക്ലാസിഫിക്കേഷൻസ് ഉണ്ട് ഓരോ പ്രൊഡക്ട്സിന്റെയും. ഇപ്പൊ ഡയറിയുടെ ഓരോ പ്രൊഡക്ട്സും ഇൻ ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് ഇതിന്റെ പ്രോസസിങ് കണ്ടീഷൻസും അതുപോലെ തന്നെ അതിന്റെ സ്റ്റെറിലൈസേഷൻ കണ്ടീഷൻസ്, അതുപോലെ തന്നെ അതിന്റെ സ്റ്റാൻഡേർഡ്സ്, FSSAI സ്റ്റാൻഡേർഡ്സും, അതുപോലെ തന്നെ അതിന്റെ അഡിക്റ്റീവ്സിന്റെ റെഗുലേഷൻസും, അതുപോലെ തന്നെ ഡയറി പ്രൊഡക്ട്സിന്റെ അഡൾട്രൻസിന്റെ ടെസ്റ്റും വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ തന്നെ ഓരോ പ്രൊഡക്ട്സിന്റെ ഡെഫിനേഷൻസ് ഓഫ് ഡയറി പ്രൊഡക്ട്സ്, അതുപോലെ ഇപ്പം നമുക്ക് സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് ക്യാൻ ബി എക്സ്പെക്ടഡ്. ഓക്കെ, ഇപ്പൊ കൊളസ്ട്രോത്തിന്റെ ഒരു ഡെഫിനേഷൻ എന്താണെന്നൊക്കെ നമുക്ക് ഇപ്പൊ ഓരോ പ്രൊഡക്ട്സിന്റെയും ഇപ്പൊ സുകുമാർ ഡേയുടെ ബുക്കാണ് ഡയറി ടെക്നോളജിയുടെ ഏറ്റവും കോമൺ ആയിട്ട് ഔട്ട്ലൈൻസ് ഓഫ് ഡയറി ടെക്നോളജി എന്ന് പറഞ്ഞിട്ട് ഔട്ട്ലൈൻസ് ഓഫ് ഡയറി ടെക്നോളജി എന്ന് പറഞ്ഞിട്ട് സുകുമാരയുടെ ബുക്കാണ് ഏറ്റവും കോമൺ ആയിട്ട് നമ്മൾ റെഫർ ചെയ്യുന്നത്. അപ്പൊ ആ ബുക്ക് പ്രകാരം ഓരോന്നിന്റെ സ്റ്റാൻഡേർഡ്, അതിന്റെ ഡെഫിനേഷൻ എന്താണ്, സുകുമാരയുടെ പഴയ സ്റ്റാൻഡേർഡ്സ് ആയിരിക്കും കൊടുത്തിരിക്കുന്നുണ്ടാവുക ഓരോ പ്രൊഡക്ട്സിന്റെയും. പക്ഷെ റീസെന്റ് ആയിട്ടുള്ള സ്റ്റാൻഡേർഡ്സ് ആണ് നമ്മൾ റെഫർ ചെയ്ത് പഠിക്കുക. പക്ഷെ ഡെഫിനേഷൻസ് മാറില്ല, ഡെഫിനേഷൻ അങ്ങനെ തന്നെ ആയിരിക്കും. ചെറിയ വേരിയേഷൻസ് ഉണ്ടെങ്കിൽ ആ ഒരു റെഫറൻസ് കൂടെ എടുത്തിട്ട് റീസെന്റ് ആയിട്ടുള്ള ഡെഫിനേഷനിൽ ചില പ്രൊഡക്ട്സിന് മാത്രം വേരിയേഷൻ വന്നിട്ടുള്ളൂ, അത് മൈന്യൂട്ട് ചേഞ്ചസ് ആണ്. എന്നാൽ പോലും ഡെഫിനേഷൻസും വേരിയേഷൻ വന്നിട്ടുള്ള നമ്മുടെ FSI സ്റ്റാൻഡേർഡ് പ്രകാരം എല്ലാത്തിന്റെയും ഡെഫിനേഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഓരോ പ്രൊഡക്ട്സിന്റെയും ഡെഫിനേഷൻ പഠിക്കുക. അപ്പോൾ മിൽക്കിന്റെ ഡെഫിനേഷൻ ആയാലും കൊളസ്ട്രോളിന്റെ ഡെഫിനേഷൻ ആയാലും അത് എന്തൊക്കെ സ്പെസിഫിക്കേഷൻ ആണ് പറഞ്ഞിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങൾ, എത്ര മന്ത് ആഫ്റ്റർ
കാൽവിംഗ് ആണ് നമ്മളിപ്പോൾ മിൽക്ക് എടുക്കുന്നില്ല. അങ്ങനെയുള്ള ഓരോ സ്പെസിഫിക്കേഷൻസ് നമ്മൾ ആ ഒരു ഡെഫിനേഷൻ പ്രകാരം മാറ്റണം. അപ്പോൾ സ്റ്റേറ്റ്മെന്റ് ടൈപ്പിൽ ഒരു വലിയ ഡെഫിനേഷൻ ആണെങ്കിൽ ആ ഡെഫിനേഷൻ സ്പ്ലിറ്റ് ആയിട്ട് സ്റ്റേറ്റ്മെന്റ് എന്തെങ്കിലും ചെറിയൊരു മോഡിഫിക്കേഷൻ കൊടുത്തിട്ട് വിച്ച് അമംഗ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് റോങ് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അറിഞ്ഞിരിക്കണം അതിൽ ഏത് സ്റ്റേറ്റ്മെന്റ് ആയിരിക്കും റോങ്, അല്ലെങ്കിൽ വിച്ച് അമംഗ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ആസ് റൈറ്റ്. ഇപ്പൊ ABCD, A&B, A&C അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അറിയണം ആ ഒരു ഡെഫിനേഷൻ കൃത്യമായിട്ട്. അപ്പൊ അതാണ് മെയിൻ ആയിട്ട്. പിന്നെ വേരിയസ് ഡയറി പ്രൊഡക്ട്സും അതിന്റെ ഡിഫക്ട്സും, ആ ഡിഫക്ട്സ് മാറ്റാൻ വേണ്ടി നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും, അതുപോലെ തന്നെ ഫ്രോസൺ ഡയറി പ്രൊഡക്ട്സ്, അതുപോലെ തന്നെ ഐസ്ക്രീമും ഫ്രോസൺ ഡെസേർട്ടും തമ്മിലുള്ള ഡിഫറൻസ്, ഈ ഓരോ പ്രൊഡക്ട്സിന്റെ സ്റ്റാൻഡേർഡ്സ്, അതുപോലെ തന്നെ ഇവാപറേറ്റഡ് കണ്ടൻസ്ഡ് മിൽക്ക് അതിന്റെ ഡിഫക്ട്സ് ഒക്കെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും. ഡയറി എക്സ്റ്റൻഷൻ ഓഫീസർ ആയാലും അതുപോലെ തന്നെ ഫാം അസിസ്റ്റന്റിന്റെ ആയാലും ഒക്കെ പിന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ് അതിന്റെ അതിൽ എന്തൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് ഓരോ പ്രൊഡക്റ്റിന്റെ സ്റ്റാൻഡേർഡ്സ് ആയാലും അതിന്റെ സ്പെസിഫിക്കേഷൻ ആയാലും അതിന്റെ ഡിഫക്റ്റ് ആണെങ്കിലും ചോദിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഇൻഫാന്റ് ഫോർമുല, ഇൻഫാന്റ് ന്യൂട്രീഷൻ പ്രീവിയസ്ലി അങ്ങനെ ചോദിച്ച് കണ്ടിട്ടില്ല. എന്നിരുന്നാൽ പോലും അത് മിസ്സാക്കരുത്. മേ ബി ഈ വർഷം നമുക്ക് ഇൻഫാന്റ് ന്യൂട്രീഷൻ ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ വേ ബേസ്ഡ് പ്രൊഡക്ട്സും എഡിബിൾ കെസീൻ ബേസ്ഡ് പ്രൊഡക്ട്സും. കാരണം ഇപ്പം ഈ ഒരു സസ്റ്റൈനബിലിറ്റി റിലേറ്റഡ് ആയിട്ട് 17 സസ്റ്റൈനബിൾ ഗോൾസ് FAOന്റെ ഭാഗമായിട്ട് 2030 വരെ എക്സിസ്റ്റന്റ് ആയിട്ടുണ്ട്. അപ്പോൾ സസ്റ്റൈനബിലിറ്റി ഭാഗമായിട്ട് ഇപ്പം കെസീൻ ബേസ്ഡ് പ്രൊഡക്ട്സ് അല്ലെങ്കിൽ എഡിബിൾ കെസീൻ എന്താണ്, അതിന്റെ ഫോർമുലേഷൻ എന്താണ്, എങ്ങനെ പ്രിപ്പയർ ചെയ്യാന്നുള്ള ടൈപ്പ് ഓഫ് സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് അല്ലെങ്കിൽ പിന്നെ അസേർഷൻ റീസൺ ടൈപ്പ് ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ. പിന്നെ വെറ്റിനറി സയൻസ് എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം വെറ്റിനറി സ്റ്റാൻഡേർഡ്സ്, അതുപോലെ തന്നെ ഓർഗനൈസേഷൻ ആൻഡ് ലേ ഔട്ട്. അതിൽ മെയിൻ ആയിട്ട് ഇപ്പോൾ വെറ്റിനറി സയൻസിനൊക്കെ 20 മാർക്ക് വെയിറ്റേജ് ഉണ്ടായത് കൊണ്ട് തന്നെ ആന്റിമോർട്ടം പോസ്റ്റ്മോർട്ടംസിന് ഇൻസ്പെക്ഷന് വളരെയധികം ഇമ്പോർട്ടന്റ് ഉണ്ട് ഇന്നത്തെ കാലത്ത് ഇപ്പോൾ കറന്റ്ലി. അതുകൊണ്ട് തന്നെ വെറ്റിനറി സയൻസ് പഠിച്ചവരെ സംബന്ധിച്ചിടത്തോളം പോലും അത് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള പോർഷൻസ് ആണ്. എന്നാൽ ആ ഓരോ വാല്യൂസും ഓരോ ഡിഫക്റ്റും അതുപോലെ തന്നെ ഓരോ മൈക്രോ ഓർഗാനിസും അവർ കോസ് ചെയ്യുന്ന ഡിഫക്ട്സും അതുപോലെ തന്നെ ആന്റിമോർട്ടം പോസ്റ്റ്മോർട്ടം ഇൻസ്പെക്ഷൻ ചെയ്യുമ്പോൾ ആ ഓരോ ആനിമൽസും പിന്നെ സ്യൂട്ടബിൾ ഫോർ സ്ലോട്ടറിങ് ആണോ അല്ലെങ്കിൽ സസ്പെക്ട് ആണോ, ആ ഒരു ആനിമൽസിന്റെ കാറ്റഗറൈസേഷൻ എങ്ങനെയാണെന്നുള്ള കാര്യങ്ങൾ. അപ്പോൾ അത് ആന്റിമോർട്ടം ചെയ്തിട്ടാണെങ്കിൽ അത് പോസ്റ്റ്മോർട്ടം ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ എമർജൻസി സ്ലോട്ടർ എന്താണ്, സ്ലോട്ടർ ഹൗസിന്റെ ലേ ഔട്ട് ആൻഡ് ഡിസൈൻ ആൻഡ് ലേ ഔട്ട് ഓഫ് എ സ്ലോട്ടർ ഹൗസ് അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ തന്നെ സ്റ്റെൻഡിങ് മെത്തേഡ്, വേരിയസ് സ്റ്റെൻഡിങ് മെത്തേഡ്സ് അതൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് ചോദിക്കും. ഇപ്പം ഇൻ കേസ് ഓഫ് സ്റ്റെൻഡിങ്, ഇപ്പം ക്യാപ്റ്റീവ് ബോൾട്ട് സ്റ്റെൻഡിങ് എന്നുള്ള ഒരു, ഇപ്പം നമുക്ക് വെറ്റിനറി സയൻസ് പഠിച്ചവരെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഈ സിലബസ് കവർ ചെയ്തവരെ സംബന്ധിച്ചിടത്തോളം നോക്കിയാൽ ഓരോ സ്റ്റെൻഡിങ് മെത്തേഡ്സിലും ഇപ്പം അതിന്റെ ക്യാപ്റ്റീവ് ബോൾട്ടിൽ ഓരോ ഗ്രെയിൻസ് എന്താണ്, ആ ഗ്രെയിൻസിന്റെ ഒരു ഗ്രെയിൻസ് വെച്ച് എത്ര ഗ്രാം, എത്ര mg ആണ്, മില്ലിഗ്രാം ആണ്. അതുപോലെ തന്നെ പിന്നെ ആന്റിമോർട്ടം ഇൻസ്പെക്ഷൻ എന്താണ്, അതുപോലെ തന്നെ പോസ്റ്റ്മോർട്ടം ഇൻസ്പെക്ഷൻ എന്താണ്, അതുപോലെ തന്നെ ലെയറേജ് എന്ന് വെച്ചാൽ എന്താണ്, എവിടെ നിന്നാണ് ആന്റിമോർട്ടം ഇൻസ്പെക്ഷൻ ചെയ്യാന്നുള്ളത്, അതുപോലെ തന്നെ റാമ്പ് എന്താണ്, ആ റാമ്പിന്റെ ഡിസൈൻ എന്താണ്, ഓരോ ആനിമൽസിനും ഉള്ള സ്ലോപ്പ് എങ്ങനെയാണെന്നുള്ളത്, അതുപോലെ തന്നെ ലോഡിങ് ആൻഡ് അൺലോഡിങ് ഓഫ് ആനിമൽസ്, അതുപോലെ തന്നെ പിന്നെ പ്രീ ഹാൻഡ്ലിംഗ് ഓഫ് ആനിമൽസ് അല്ലെങ്കിൽ നമ്മളെ ആനിമൽ ഹാൻഡിൽ ചെയ്യുമ്പോൾ അതിന്റെ ട്രാൻസ്പോർട്ടേഷന്റെ കണ്ടീഷൻസ് ഓരോ ആനിമൽസിനും ഇപ്പൊ സ്റ്റേറ്റ്മെന്റിലൊക്കെ വളരെ കോമൺ ആയിട്ട് നമുക്ക് എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അത് ഇപ്പം ഓരോ ആനിമൽസിനെ ഹാൻഡിൽ ചെയ്യുന്ന സമയത്ത് ആ വെഹിക്കിൾസിന്റെ സ്പീഡ് എത്രയാണ്, ഇത്ര സ്ക്വയർ ഫീറ്റിൽ എത്ര ആനിമൽസിനെ ക്യാരി ചെയ്യാൻ പറ്റും എന്നുള്ളത്, അതുപോലെ തന്നെ ഏതൊക്കെ ആനിമൽസിനെ ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റും, ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റാത്ത ആനിമൽസ്, ഇപ്പൊ പിഗിൽ എല്ലാ ആനിമൽസിനും കൂടെ കൊണ്ടുപോകാൻ പറ്റില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതായിരിക്കും. എന്നാൽ പോലും ആ ആനിമൽസിന്റെ ഹാൻഡ്ലിംഗ് പ്രാക്ടീസസ് എങ്ങനെയായിരിക്കും എന്നുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ ആ റാമ്പിന്റെ സ്ലോപ്പ് എത്രയാണ്, അതിന്റെ ഹൈറ്റ് എത്രയാണ്, അതുപോലെ തന്നെ ഈ ട്രാൻസ്പോർട്ടേഷന്റെ സമയത്ത് ആനിമൽസിന് കൊടുക്കുന്ന വാട്ടർ എത്രയാണ്, എത്ര മണിക്കൂറിന് മുമ്പ് വാട്ടർ സ്റ്റോപ്പ് ചെയ്യണം, അതുപോലെ തന്നെ ഫീഡ് സ്റ്റോപ്പ് ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ. പിന്നെ ഈ ആന്റിമോർട്ടം ഇൻസ്പെക്ഷന്റെ സമയത്ത് നമ്മൾ ഡോക്യുമെന്റേഷൻ ചെയ്യേണ്ട ഡാറ്റാസ് ഏതൊക്കെയാണ്, അതുപോലെ തന്നെ ഈ അതുമായിട്ട് റിലേറ്റ് ചെയ്ത ഒരുപാട് കാര്യങ്ങൾ സ്പെസിഫിക് ആയിട്ടുണ്ട്. സിലബസിൽ ഇത്രയും ഇല്ലെങ്കിൽ പോലും ഈ ഓരോ കാര്യങ്ങളും ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് അറിയേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ സിലബസിൽ 20 മാർക്ക് വെയിറ്റേജ് ഉണ്ടായതുകൊണ്ട് തന്നെ വെറ്റിനറി സയൻസ് പഠിച്ചവരെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ഒരു അഡ്വാൻറ്റേജസ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. അല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം ഇൻ ഡീറ്റെയിൽഡ് ആയിട്ട് വെറ്റിനറി സയൻസ് പഠിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ സയന്റിഫിക് ഡിഫറെന്റ് മെത്തേഡ് ഓഫ് സയന്റിഫിക് സ്ലോട്ടറിങ്, അതുപോലെ തന്നെ കർക്കാസസ്, അതുപോലെ തന്നെ ഗ്രേഡിംഗ് ഓഫ് ആനിമൽസ്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ആനിമൽ കട്ട്സ്, അതുപോലെ തന്നെ ഗ്രേഡിങ്, അതുപോലെ തന്നെ
ആന്റിമോർട്ടം എക്സാമിനേഷൻ അല്ലെങ്കിൽ ഇൻസ്പെക്ഷൻ, അതുപോലെ തന്നെ പോസ്റ്റ് മോർട്ടം എക്സാമിനേഷൻ അല്ലെങ്കിൽ ഇൻസ്പെക്ഷൻ. ഓക്കെ, അപ്പൊ അതിൽ നിന്നൊക്കെ ഒരുപാട് ക്വസ്റ്റ്യൻസ്, അതുപോലെ തന്നെ ആനിമൽ ഹാൻഡ്ലിംഗ് പ്രാക്ടീസസ് ഇൻ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ ഫ്രോഡ്ലൻഡ് സബ്സ്റ്റിറ്റ്യൂഷൻ ഓഫ് മീറ്റ്, അതിൽ ഏതൊക്കെ മീറ്റിനെ എങ്ങനെയൊക്കെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും, അത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന മെത്തേഡ്സ് ഏതൊക്കെയാണ്. അപ്പോൾ വിച്ച് ഓഫ് ദ ഫോളോയിങ് മെത്തേഡ് ഈസ് യൂസ്ഡ് ഫോർ ഐഡന്റിഫിക്കേഷൻ ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ ഓഫ് ദ പർട്ടിക്കുലർ മീറ്റ്. ഇപ്പൊ ഗോട്ട് മീറ്റ് വിത്ത് അല്ലെങ്കിൽ ഡോഗ് മീറ്റ് വിത്ത് ഗോട്ട് മീറ്റ് എങ്ങനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അപ്പൊ ഏതൊക്കെ ബോൺ വെച്ചിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ സെൻസറി വെച്ചിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുമോ. അതുപോലെ തന്നെ ഡിഫറെന്റ് മെത്തേഡ് ഉണ്ട്, ഫിസിക്കൽ മെത്തേഡ്സ് ഉണ്ട്, കെമിക്കൽ മെത്തേഡ്സ് ഉണ്ട്, അതുപോലെ തന്നെ മൈക്രോബയോളജിക്കൽ മെത്തേഡ്സ് ഉണ്ട്, അതുപോലെ തന്നെ ബയോടെക്നോളജി മെത്തേഡ്സ് ഉണ്ട്. ഇതിൽ ഏതൊക്കെ മെത്തേഡ്സ് ആണ് യൂസ് ചെയ്യുക, അത് എങ്ങനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അപ്പൊ ജീനോം സീക്വൻസിങ് വെച്ചിട്ടാണോ അല്ല വേറെ ഏതെങ്കിലും മെത്തേഡ് വെച്ചിട്ടാണോ ഐഡന്റിഫൈ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഡിഫറെന്റ് ഫ്ലേവേഴ്സ് ഓഫ് മീറ്റ്, ഓരോ മീറ്റിന് ഒരുപാട് ഫ്ലേവേഴ്സ്. അതുപോലെ തന്നെ ഇപ്പം ആഫ്റ്റർ സ്ലോട്ടറിങ്ങിന് ശേഷം ആനിമൽസിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് ഏതൊക്കെയാണ്. ഇപ്പൊ മീറ്റ് ചേഞ്ചസ് അല്ലെങ്കിൽ മസിൽസ് ടു മീറ്റ് കൺവേർഷൻ, അതുപോലെ തന്നെ റിഗർ മോർട്ടിസ് എന്താണ്, അതുപോലെ തന്നെ അതിൽ എന്തൊക്കെ ഫിസിക്കോ കെമിക്കൽ ചേഞ്ചസ് ഉണ്ടാവും, അതുപോലെ തന്നെ മൈക്രോബയോളജിക്കൽ ചേഞ്ചസ് ഏതൊക്കെയാണ്, അതിൽ ഏതൊക്കെ മൈക്രോ ഓർഗാനിസം വളരാൻ ചാൻസസ് ഉണ്ട്, അതിൽ എന്തൊക്കെ പാത്തോജൻസ് വളരാൻ ചാൻസസ് ഉണ്ട്. പിന്നെ FSIയുടെ സ്റ്റാൻഡേർഡ് പ്രകാരം ഓരോ മീറ്റിനും മീറ്റ് പ്രൊഡക്ട്സിനും ഒരുപാട് മൈക്രോബിയൽ സ്റ്റാൻഡേർഡ്സും അതുപോലെ തന്നെ അതർ സ്റ്റാൻഡേർഡ്സ് ഉണ്ട്. ഓക്കെ, അപ്പൊ ആ ഓരോ സ്റ്റാൻഡേർഡ്സ് എന്തൊക്കെയാണ്. ഇപ്പം ഫോർ എക്സാമ്പിൾ ഹോഴ്സ് മീറ്റ് എടുത്തു കഴിഞ്ഞാൽ അതിലത്തെ ലിനോലെനിക് ആസിഡിന്റെ കണ്ടൻസ്, അതുപോലെ തന്നെ അതിന്റെ കോമ്പോസിഷണൽ സ്പെസിഫിക്കേഷൻസ് ഓരോന്നിലും എന്തൊക്കെയാണെന്നുള്ളത്, അതുപോലെ തന്നെ ഫ്ലേവർ ഡിഫക്റ്റ് എന്തൊക്കെയാണെന്നുള്ളത്, അതുപോലെ തന്നെ ഈ ഓരോ മീറ്റിനും ഏത് പേരിൽ അറിയപ്പെടുന്നു എന്നുള്ളത്. ഇപ്പോ ഒരുപാട് ക്ലാസിഫിക്കേഷൻ ഓഫ് ഉണ്ട്. അപ്പൊ അതിൽ ഓരോ മീറ്റിന്റെയും മീറ്റ് ഓഫ് ഗോട്ട് എന്താണ്, മീറ്റ് ഓഫ് കാറ്റിൽ എന്താണ്, അതുപോലെ തന്നെ പിന്നെ 6 മാസം പ്രായമുള്ള കാറ്റിൽ മീറ്റിന് എന്ത് പറയും, അല്ലെങ്കിൽ കാഫ് മീറ്റിന് എന്ത് പറയും, അതുപോലെ തന്നെ ബോബി കാഫ് എന്ന് വെച്ചാൽ എന്താണ്, അതുപോലെ തന്നെ ബീഫ് എന്താണ്, കാര ബീഫ് എന്താണ്, അതുപോലെ തന്നെ ഷെവോൺ എന്താണെന്നല്ല, അങ്ങനെ ഓരോ ക്ലാസിഫിക്കേഷൻ ഓഫ് മീറ്റ്സ് ഉണ്ട്. ആ ഓരോ ക്ലാസിഫിക്കേഷൻസും ഇൻ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അറിയേണ്ടതായിട്ടുണ്ട്. കാരണം ഓരോ ക്ലാസിഫിക്കേഷൻസിലും മീറ്റിന്റെ ക്ലാസിഫിക്കേഷൻ എടുത്തു കഴിഞ്ഞാൽ അതിന്റെ ഓരോന്നിനും ഏത് പേരിൽ അറിയപ്പെടുന്നു എന്നുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ അതിലെ ഡിസീസസ് എന്തൊക്കെയാണ്, ഓരോ ആനിമൽസിൽ ഉണ്ടാകുന്ന ഡിസീസ് എന്തൊക്കെയാണ്, സർക്ലിംഗ് ഡിസീസസ്, ലിസ്റ്റീരിയോസിസ്, അങ്ങനെ ഒരുപാട് ഡിസീസസ് ഉണ്ട്. അത് എങ്ങനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും, പോസ്റ്റ്മോർട്ടത്തിലാണോ ആന്റിമോർട്ടത്തിലാണോ നമുക്കത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുക, അല്ലെങ്കിൽ റെഡ് സ്പോട്ട് അല്ലെങ്കിൽ ബ്ലഡ് സ്പോട്ട് എന്തിനാ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ സ്ലോട്ടറിംഗ് പ്രാക്ടീസസ്, കംപ്ലീറ്റ് സ്ലോട്ടറിംഗ് പ്രൊസീജിയേഴ്സ് ഓരോ മീറ്റിന്റെയും നമുക്ക് ഡിഫറെന്റ് ആണ്. അപ്പൊ ഓരോ ആനിമൽസിന് ഡിഫറെന്റ് ആണ്. അപ്പൊ അതെങ്ങനെയൊക്കെയാണ് സ്ലോട്ടറിങ് ചെയ്യുന്നുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ ബാക്കിയുള്ള റിലേറ്റഡ് ആയിട്ടുള്ള ഓർഗാനോലെപ്റ്റിക് ക്വാളിറ്റി, അതുപോലെ തന്നെ ഫിസിക്കോ കെമിക്കൽ ചേഞ്ചസ്, അതുപോലെ തന്നെ ഡ്രസ്സിംഗ് ഓഫ് ആനിമൽസ്, ഗ്രേഡിംഗ് ഓഫ് ആനിമൽസ്, അതുപോലെ തന്നെ പിന്നെ ഈ ഫ്രോഡ്ലൻഡ് പ്രാക്ടീസസ്, മീറ്റ് സബ്സ്റ്റിറ്റ്യൂഷൻസ് എങ്ങനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും, അഡൽട്രേഷൻ എങ്ങനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും, അതുപോലെ തന്നെ ഇത് ഫിഷിന്റെ റിലേറ്റഡ് ടു ഫിഷ് ഓൾസോ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഇപ്പൊ മീറ്റിന്റെ മാത്രമല്ല ഫിഷ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ഇതിൽ എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നതാണ് വെറ്റിനറി സയൻസിൽ ആണെങ്കിൽ പോലും. ഓക്കെ, അപ്പോ അതിന്റെ ഫിഷിന്റെ ആയാലും അതിന്റെ ക്ലാസിഫിക്കേഷൻസ്, ടൈപ്സ് ഒക്കെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അതുകൊണ്ട് ബേസിക്സ്, ഫിഷ് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ബേസിക്സ് കൂടെ പഠിച്ചിരിക്കുന്നത് വളരെ നന്നായിരിക്കും. ഓക്കെ, അതുകൂടാതെ മൈക്രോബയോളജിക്കൽ സ്പെസിഫിക്കേഷൻസ് ഓഫ് ഡിഫറെന്റ് മീറ്റ് പ്രൊഡക്ട്സും, മീറ്റിന്റെയും മീറ്റ് പ്രൊഡക്ട്സിന്റെയും സ്പെസിഫിക്കേഷൻസ്, ഓർഗാനിക് മീറ്റ് എന്താണ്, അതുപോലെ തന്നെ ജനറ്റിക്കലി മോഡിഫൈഡ് മീറ്റിന്റെ എക്സാമ്പിൾസ് ഏതൊക്കെയാണ്, ഫസ്റ്റ് ജനറ്റിക്കലി മോഡിഫൈഡ് പർട്ടിക്കുലർ കാറ്റിൽ ഏതാണ്, അതുപോലെ തന്നെ ഓരോ ആനിമൽസും ജനറ്റിക്കലി മോഡിഫൈഡ് ആയിട്ടുള്ളുണ്ട്. അതുപോലെ തന്നെ അറ്റ്ലാന്റിക് സാൽമൺ എന്താണ്, അതുപോലെ തന്നെ ആന്റി ഫ്രീസ് പ്രോട്ടീൻസ് എന്താണെന്നുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ മീറ്റ് ആസ് എ സോഴ്സ് ഓഫ് സൂനോട്ടിക് ഡിസീസസിനെ പറ്റി നമുക്ക് വളരെയധികം ചാൻസസ് ഉണ്ട് ക്വസ്റ്റ്യൻ ചോദിക്കാൻ. കാരണം ഇന്നത്തെ കാലത്ത് സൂനോട്ടിക് ഡിസീസ് കേരളത്തിൽ വളരെയധികം സ്പ്രെഡ് ആയിട്ടിരിക്കുകയാണ്. അപ്പൊ അതിന് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ അതുമായിട്ടുള്ള ഇതേ ക്വസ്റ്റ്യൻസ് ഒരു വെറ്റിനറി എക്സ്പേർട്ട് ആണ് ഇടുന്നെങ്കിൽ ഡെഫിനറ്റ്ലി വി ക്യാൻ എക്സ്പെക്ട് സച്ച് കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ്. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ ഫിസിക്കൽ, കെമിക്കൽ ആൻഡ് ന്യൂട്രീഷൻ ഫംഗ്ഷൻ ക്യാരക്ടറിസ്റ്റിക് ഓഫ് എഗ്ഗിന്റെ ഒരുപാട് റിലേറ്റഡ് ഉള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ എഗ്ഗിന്റെ കോമ്പോസിഷൻ വളരെ കോംപ്ലിക്കേറ്റഡ് ആണ്, നമ്മൾ ജസ്റ്റ് അറിയുന്ന പോലെ അല്ല. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള റെഫറൻസ് ബുക്ക് ബി.ഡി. ശർമ്മയുടെ ബുക്സ് ഉണ്ട്. അപ്പോൾ ബി.ഡി. ശർമ്മയുടെ മീറ്റ് സയൻസ്, മീറ്റ് ടെക്നോളജിയുടെ ബുക്ക് നോക്കി കഴിഞ്ഞാൽ നമുക്ക് ആനിമൽ ലൈഫ് സ്റ്റോക്ക് പ്രൊഡക്ഷൻ, അതുപോലെ തന്നെ പിന്നെ
മീറ്റ് സയൻസ് ആൻഡ് ടെക്നോളജിയുടെ ഡീറ്റെയിൽ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും അതിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഫൈനൽ റെഫറൻസ് ആയിട്ട് BD ശർമ്മയുടെ ബുക്കാണ് നമ്മൾ കോമൺലി റെഫർ ചെയ്യാറുള്ളത്. അതുകൂടാതെ എഗ്ഗിന്റെ കോമ്പോസിഷൻ, എഗ് പ്രൊഡക്ട്സും, എഗ്ഗിന്റെ സ്ട്രക്ചർ എന്താണ്, ഗ്രേഡിംഗ് ഓഫ് എഗ് എന്താണ്, അതുപോലെ തന്നെ ഗ്രേഡിംഗ് ഓഫ് ഓരോ ആനിമൽസും, പ്രൈം, അതുപോലെ തന്നെ കട്ട്, കാനർ, കട്ടർ, അങ്ങനെ ഓരോ ആനിമൽസിന്റെയും സ്പെസിഫിക് ഗ്രേഡ്സ് ഉണ്ട്. അതുപോലെ തന്നെ എഗ്ഗിന്റെ ആണ് എ ഗ്രേഡ്, എ ഗ്രേഡ്, അത് എന്തിന്റെ ബേസ് ചെയ്തിട്ടാണ്, അതിന്റെ വെയിറ്റ് എത്രയാണ്, അതിന്റെ സ്ട്രക്ചർ എന്താണ്, അതിന്റെ എയർ സെൽ എന്താണ്, അതുപോലെ തന്നെ അതിന്റെ ഗ്രേഡിംഗ് മെത്തേഡ്സ് ഏതൊക്കെയാണ്, ഇപ്പൊ കാൻഡലിംഗ് എന്നുള്ള മെത്തേഡ് എന്താണെന്നുള്ളത്, അതുപോലെ തന്നെ ബ്ലഡ് സ്പോട്ട് ഉണ്ടെങ്കിൽ അത് എന്തിനെ ഡിഫൈൻ ചെയ്യുന്നു, അതുപോലെ തന്നെ ഓരോ എഗ് എടുത്തു കഴിഞ്ഞാൽ അതിന്റെ പിന്നെ മിനറൽ ഓയിൽ ഡിപ്പിംഗ്, അതിന്റെ പ്രിസർവേഷൻ മെത്തേഡ്സ് ഉണ്ട്, അതുപോലെ തന്നെ പാർഷ്യൽ ബോയിലിംഗ് ടെക്നോളജി, അതുപോലെ തന്നെ എഗ്ഗിന്റെ റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് പ്രോസസിംഗ് ടെക്നോളജീസ് ഉണ്ട്. അതിന്റെ പ്രിസർവേഷൻ മെത്തേഡ്സ് ഡിഫറെന്റ് ആണ്. ഹോൾ എഗ് പ്രിസർവേഷൻ, എഗ് പ്രൊഡക്ഷൻ പ്രിസർവേഷനും, അതുപോലെ തന്നെ സ്പ്രേ ഡ്രൈഡ് എഗ് വൈറ്റ്, അതുപോലെ തന്നെ എഗ് യോക്ക്, അതുപോലെ തന്നെ ഹോൾ എഗ്, അതുപോലെ തന്നെ അതിന്റെ കണ്ടീഷൻസ്, അത് പാസ്റ്ററൈസ് ചെയ്യുന്നു, അതിന്റെ കോൺസെൻട്രേഷൻ ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങൾ, കോമ്പോസിഷനിൽ തന്നെ ആന്റി ന്യൂട്രീഷണൽ ഫാക്ടേഴ്സ് ഏതൊക്കെയാണ് എഗ്ഗിലുള്ളത്, അതുപോലെ തന്നെ എഗ്ഗിന്റെ ആൽബുമിനിൽ ഏതൊക്കെയാണ് പ്രോട്ടീൻസ്, അതുപോലെ തന്നെ എഗ് വൈറ്റിലുള്ള പ്രോട്ടീൻസ്, എഗ് യോക്കിലുള്ള പ്രോട്ടീൻസ്, അതിൽ രണ്ടിന്റെയും ഫാറ്റ്, അതർ കോമ്പോസിഷൻസ്, അതിന്റെ വൈറ്റമിൻ കോമ്പോസിഷൻ ഓഫ് എഗ്, അതുപോലെ തന്നെ അതർ ആന്റി മൈക്രോബിയൽ ഏജൻസ് പ്രസന്റ് ഇൻ എഗ്, അതുപോലെ തന്നെ അതിലത്തെ പ്രോട്ടീൻസ് ഏത് ടൈപ്പ് ഓഫ് പ്രോട്ടീൻസ് ആണ്, അതിന്റെ ന്യൂട്രീഷണൽ കെമിസ്ട്രി എടുത്തു കഴിഞ്ഞാൽ അതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഒരുപാടുണ്ട് എഗ്ഗിൽ. അതുകൂടാതെ ന്യൂട്രീഷണൽ ബയോകെമിസ്ട്രിയിലേക്ക് പോവുകയാണെങ്കിൽ അതിനും ഇതുപോലെ തന്നെ 20 മാർക്ക് വെയിറ്റേജ് ആണ് ഉള്ളത്. അപ്പൊ അതിന്റെ കെമിക്കൽ കോമ്പോസിഷൻ ഓഫ് ഫുഡ്സ്, അതുപോലെ തന്നെ കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ, ഫാറ്റ്, അതിന്റെ ഓരോന്നിന്റെയും പ്രൈമറി, സെക്കൻഡറി, ടെർഷ്യറി സ്ട്രക്ചേഴ്സ്, അതുപോലെ തന്നെ പിന്നെ ഫിസിയോളജിക്കൽ ആൻഡ് ബയോകെമിക്കൽ ഫങ്ഷൻസ്, അതുപോലെ തന്നെ ഈ ഓരോ കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ, ഫാറ്റ് എടുത്തു കഴിഞ്ഞാൽ അതിന്റെ മോണോസാക്രൈഡ്, ഡൈസാക്രൈഡ്, പോളിസാക്രൈഡ്സ്, അതുപോലെ തന്നെ സ്റ്റാർച്ചിന്റെ സ്ട്രക്ചർ, അതുപോലെ തന്നെ അതർ പോളിസാക്രൈഡ്സിന്റെ സ്ട്രക്ചർ, അതുപോലെ തന്നെ ഒലിഗോസാക്രൈഡ് ഏതൊക്കെയാണെന്നുള്ള കാര്യങ്ങൾ, അതുകൂടാതെ പിന്നെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പ്രോട്ടീൻസ്, അതിന്റെ പ്രൈമറി, സെക്കൻഡറി, ടെർഷ്യറി സ്ട്രക്ചേഴ്സ്, അതുപോലെ തന്നെ ലിപ്പിഡ് ടൈപ്സ് ഓഫ് ലിപ്പിഡ്സ് ഉണ്ട്, അതിൽ ഫോസ്ഫോലിപ്പിഡ്സ്, അതുപോലെ തന്നെ ഫോസ്ഫോലിപ്പിഡ്സിന്റെ ടൈപ്സ്, അതുപോലെ തന്നെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് അതേഴ്സ് ലിപ്പിഡ് ഏതൊക്കെയാണ്, അതിന്റെ നമ്പർ ഓഫ് കാർബൺസ് ഓരോന്നിലും എത്രയുണ്ട് എന്നുള്ള കാര്യങ്ങൾ, അതിന്റെ എൻറ്റയർ ക്ലാസിഫിക്കേഷൻസ്, ഇത് മൂന്നും മേജർ ന്യൂട്രിയന്റ് എടുത്ത് കഴിഞ്ഞാൽ ലിപ്പിഡും കാർബോഹൈഡ്രേറ്റിനും പ്രോട്ടീൻ ആണെങ്കിലും അതിന്റെ ഇൻഡീറ്റെയിൽഡ് ആയിട്ട് അതിന്റെ മോണോമർ, ഈ ഓരോന്നിന്റെയും ഡിഫറെന്റ്, അതിന്റെ പോളിസാക്രൈഡ്സിന്റെ അല്ലെങ്കിൽ പോളിമേഴ്സിന്റെ മോണോമർ ഏതൊക്കെയാണെന്നുള്ളത്, അതിൽ ഹോമോ പോളിസാക്രൈഡ് ആണോ, ഹെറ്ററോ പോളിസാക്രൈഡ് ആണോ എന്നുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ ടൈപ്സ് ഓഫ് പ്രോട്ടീൻസും തന്നെ ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് ആൽബുമിൻ ആണോ, ഗ്ലോബുലിൻ ആണോ, അതുപോലെ തന്നെ ഓരോ ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പൊ സീരിയൽസിലാണെങ്കിലും ഓരോ സീരിയൽസിലുള്ള ടൈപ്സ് ഓഫ് പ്രോട്ടീൻസ് ഏതൊക്കെയാണ്, ഇപ്പോൾ റൈസിലുള്ള പ്രോട്ടീൻസ് ഏതാണ്, അതുപോലെ തന്നെ വീറ്റിലുള്ള പ്രോട്ടീൻസ് ഏതാണ്, അല്ലെങ്കിൽ ആനിമൽ പ്രോട്ടീൻസ് ഏതാണ്, ആനിമൽ പ്രോട്ടീൻസിന്റെ സ്ട്രക്ചർ. ഈ വെറ്റിനറി സയൻസിൽ വിട്ടുപോയ കാര്യമാണ്, അതിൽ അതിന്റെ മീറ്റ് മസിൽ കോമ്പോസിഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതിൽ ആന്റിമോട്ടത്തിൽ അതിന്റെ സ്ലോട്ടറിങ്ങിന്റെ സമയത്ത് അല്ലെങ്കിൽ റിഗർ മോർട്ടിസ് സമയത്തിൽ മസിൽസിൽ വരുന്ന സ്ട്രക്ചർ വേരിയേഷൻസ്, അതുപോലെ ടെൻഡറൈസേഷൻ ഓഫ് മീറ്റും വളരെ ഇമ്പോർട്ടന്റ് ആയിരുന്നു അവിടെ. പിന്നെ പ്രോട്ടീൻസ് എടുത്തു കഴിഞ്ഞാൽ പ്രോട്ടീൻസിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഓരോ കോമ്പോസിഷൻ സ്ട്രക്ചറൽ കോമ്പോസിഷൻ, അതുപോലെ തന്നെ ഫങ്ഷണൽ പ്രോപ്പർട്ടീസും വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ തന്നെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫൈബേഴ്സ്, അതുപോലെ തന്നെ അതിൽ റെസിസ്റ്റൻസ് ചാർജ് വരും, അതുപോലെ തന്നെ സൊലുബിൾ ആൻഡ് ഇൻസൊലുബിൾ ഫൈബേഴ്സ് ഏതൊക്കെയാണെന്നുള്ള കാര്യങ്ങൾ, ഫൈബേഴ്സിന്റെ യൂസ്, അതുപോലെ മാക്സിമം RDA ഫോർ ഈച്ച് ആൻഡ് എവരി ന്യൂട്രിയൻസ് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത് ഓരോ ഏജ് കാറ്റഗറീസ് വെച്ചിട്ട് തന്നെ നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ ജെൻഡർ ബേസ് ചെയ്തിട്ട്, അതുപോലെ തന്നെ ഏജ് കാറ്റഗറി ബേസ് ചെയ്തിട്ടും ഓരോന്നിന്റെയും RDA റെക്കമെൻഡഡ് ഡയറ്ററി എലമെന്റ്സ് ആൻഡ് റിലേറ്റഡ് ആയിട്ടുള്ള സ്റ്റാൻഡേർഡ്സ് ഒക്കെ നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ പിന്നെ ഈ വൈറ്റമിൻസിന്റെയും മിനറൽസിന്റെയും അതുപോലെ തന്നെ കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ, ഫാറ്റിന്റെ ഡെഫിഷ്യൻസി ഡിസീസ് ഏതൊക്കെയാണ്, അതിൽ ഓരോന്നിന്റെയും എസെൻഷ്യൽ ആൻഡ് നോൺ എസെൻഷ്യൽ മാക്രോ ആൻഡ് മൈക്രോ എലമെന്റ്സ്, അതിൽ കാർബോഹൈഡ്രേറ്റ് ആണ്, അതിൽ മെയിൻ ആയിട്ട് വരുന്ന ലിപ്പിഡ്സിലും പ്രോട്ടീൻസിലാണ്. എസെൻഷ്യൽ അമിനോ ആസിഡ് ഇൻ കേസ് ഓഫ് പ്രോട്ടീൻസ്, അതുപോലെ തന്നെ എസെൻഷ്യൽ ഫാറ്റി ആസിഡ്, അതുപോലെ തന്നെ നോൺ എസെൻഷ്യൽ ഏതൊക്കെയാണ്, അതിന്റെ ക്ലാസിഫിക്കേഷൻ, അതിന്റെ കോമ്പോസിഷൻ, അതിലെ കാർബൺ, നമ്പർ ഓഫ് കാർബൺസ്, അതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ തന്നെ പ്രോട്ടീൻസിൽ അമിനോ ആസിഡിന്റെ സ്ട്രക്ചർ കോമ്പോസിഷൻ എടുത്തു കഴിഞ്ഞാൽ തന്നെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. അതിൽ പിന്നെ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അസിഡിക് ആയിട്ടുള്ള അമിനോ ആസിഡ് ഏതാണ്, ബേസിക് അമിനോ ആസിഡ് ഏതാണ്, അതുപോലെ തന്നെ സൾഫർ കണ്ടെയ്നിങ് അമിനോ ആസിഡ് ഏതാണ്, ഈ ഓരോ
പ്രോട്ടീൻ സ്പെസിഫിക്കലി ഇപ്പം മിൽക്കും റിലേറ്റഡ് ആയിട്ടുള്ള ഇപ്പം മിൽക്കിന് എടുത്തു കഴിഞ്ഞാൽ തന്നെ അതിന്റെ ആ ഒരു പെപ്റ്റൈഡ് സീക്വൻസിൽ ഏതിലാണ് വ്യത്യാസം, ഏത് അമിനോ ആസിഡ് ആണ് എവിടെയൊക്കെ പ്രസന്റ് ആയിട്ടുള്ള എന്നുള്ള കാര്യങ്ങൾ. അതുകൂടാതെ ഒരു പോളിപെപ്റ്റൈഡ്സിന്റെ സ്ട്രക്ചേഴ്സും അതുപോലെ തന്നെ അതിന്റെ പ്രൈമറി, ടെർഷ്യറി ആൻഡ് ക്വാട്ടർണറി സ്ട്രക്ചർ എന്താണ്, ഇന്റർമോളിക്കുലർ ആൻഡ് ഇൻട്രാമോളിക്കുലർ ഫോഴ്സസ്, അതുപോലെ തന്നെ ടൈപ്സ് ഓഫ് ബോണ്ടിങ്, അതും വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ തന്നെ മെയിൻ ആയിട്ട് നോക്കുകയാണ് ഇപ്പം കെമിക്കൽ ആൻഡ് ഫങ്ഷണൽ പ്രോപ്പർട്ടീസ്, അതുപോലെ തന്നെ ഡൈജഷൻ ആൻഡ് അബ്സോർപ്ഷൻ ആണ്. അത്ര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളൊരു പോർഷൻ ആണ്. ഡൈജഷൻ ആൻഡ് അബ്സോർപ്ഷൻ ഇൻ ഡീറ്റെയിൽ ആയിട്ട് നോക്കുകയാണെങ്കിൽ നമുക്കിപ്പം സൈക്കിൾസ് ഒക്കെ ചിലപ്പോൾ ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷെ ക്യാൻ ബി എക്സ്പെക്റ്റഡ്. ഇൻ ഡീറ്റെയിൽഡ് ആയിട്ട് പോവാൻ നമുക്കിപ്പോൾ 20 മാർക്ക് ആയതുകൊണ്ട് തന്നെ മെറ്റബോളിസം നമുക്ക് ചെറുതായിട്ട് പഠിക്കേണ്ടതായിട്ടുണ്ട്. ഇൻ ഡീറ്റെയിൽ അല്ലെങ്കിൽ പോലും സം ബേസിക് മെറ്റബോളിസം പഠിക്കേണ്ടതായിട്ടുണ്ട്. അതുകൂടാതെ പ്രോട്ടീൻ എഫിഷ്യൻസി റേഷ്യോ, അതുപോലെ തന്നെ ഡൈജസ്റ്റബിലിറ്റി കോഎഫിഷ്യന്റ് എന്താണ്, നെറ്റ് പ്രോട്ടീൻ യൂട്ടിലൈസേഷൻ എന്താണ്, ഇതിന് ഓരോന്നിന്റെയും ഡെഫിനേഷൻ എന്താണ്, അതുപോലെ തന്നെ ഇപ്പം അയഡിൻ നമ്പർ, അതുപോലെ തന്നെ ഈ ലിപ്പിഡ്സിന്റെ ക്വാളിറ്റി ഡിറ്റർമൈൻ ചെയ്യുന്ന ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. സാപ്പോണിഫിക്കേഷൻ വാല്യൂ, അയഡിൻ വാല്യൂ പോലുള്ള ഓരോന്നിന്റെയും ഡെഫിനേഷൻസും അതെങ്ങനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും, അതെന്തിനെ റെപ്രസെന്റ് ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങൾ. അതുകൂടാതെ പ്രോട്ടീൻ റിലേറ്റഡ് ആയിട്ടുള്ള ഈ പ്രോട്ടീൻ എഫിഷ്യൻസി റേഷ്യോ എന്താണ്, ഡൈജസ്റ്റബിലിറ്റി കോഎഫിഷ്യന്റ്, അതിന്റെ പെക്യുലാരിറ്റി എന്താണ്, ഇതിന്നൊക്കെ അസേർഷൻ, റീസൺ അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ ചാൻസസ് ഉണ്ട്. നെറ്റ് പ്രോട്ടീൻ യൂട്ടിലൈസേഷൻ, ഇതെങ്ങനെ ഈ പാരാമീറ്റേഴ്സ് തമ്മിലുള്ള റിലേഷൻ എന്താണെന്നുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ നെറ്റ് പ്രോട്ടീൻ റേഷ്യോ, അതുപോലെ തന്നെ കെമിക്കൽ സ്കോർ, അതുപോലെ തന്നെ ഫ്രീ റാഡിക്കൽസ് ആൻഡ് ആന്റി ഓക്സിഡൻസ് ഏതൊക്കെയാണ്, അതിന്റെ FSI സ്റ്റാൻഡേർഡ്, ഓരോന്നിലും ഓരോ ആന്റി ഓക്സിഡന്റിനും ഇപ്പൊ നാച്ചുറൽ ആണെങ്കിലും സിന്തറ്റിക് ആന്റി ഓക്സിഡന്റ് ആയാലും അതിന്റെ മെക്കാനിസം ഓഫ് ആക്ഷൻസ്, അതുപോലെ തന്നെ അതിന്റെ മാക്സിമം പെർമിസിബിൾ ലിമിറ്റ്, അതുപോലെ തന്നെ എനർജി വാല്യൂ ഓഫ് ഡിഫറെന്റ് ഫുഡ് പ്രൊഡക്ട്സ് ഏതൊക്കെയാണ്, അതുപോലെ തന്നെ നമ്മുടെ എനർജി വാല്യൂ ഇപ്പൊ നോക്കുകയാണെങ്കിൽ കാർബോഹൈഡ്രേറ്റിന്റെ, പ്രോട്ടീന്റെ, ഫാറ്റിന്റെ ആയാൽ പോലും അതിന്റെ എനർജി വാല്യൂസ് നമുക്ക് അറിയേണ്ടതായിട്ടുണ്ട്. അതുകൂടാതെ നമ്മുടെ ബേസിൽ മെറ്റബോളിക് റേറ്റ് BMR എന്താണ്, അതുപോലെ തന്നെ ഡിറ്റർമിനേഷൻ ഓഫ് എനർജി മെറ്റബോളിസം ഡ്യൂറിങ് ഡിഫറെന്റ് വർക്ക്, അതുപോലെ തന്നെ ഓരോ ബേസ്ഡ് ഓൺ ഫിസിക്കൽ ആക്ടിവിറ്റി നമ്മുടെ ഓരോ ആൾക്കാരുടെയും പിന്നെ RDA എത്രയാണെന്നുള്ള കാര്യങ്ങൾ, അവരുടെ എനർജി എക്സ്പെൻഡിച്ചർ എങ്ങനെയാണെന്നുള്ള കാര്യങ്ങൾ, ആ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് ഈ ഒരു പോർഷൻസിൽ നോക്കേണ്ടതായിട്ടുണ്ട്. ഇത് കൂടാതെ മെയിൻ ആയിട്ട് വരുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ് RDA എന്നുള്ളത്. RDA ഓരോന്നിന്റെയും വാല്യൂ നമ്മൾ ബൈ ഹാർട്ട് പഠിച്ചേ മതിയാവും, വേറെ ഒരു ഓപ്ഷൻസും ഇല്ല അതിൽ. അതുപോലെ തന്നെ സ്പെസിഫിക് ഡൈനാമിക് ആക്ഷൻ ഓഫ് വേരിയസ് ഫുഡ് പ്രൊഡക്ട്സ്, അതുപോലെ തന്നെ ബാലൻസ്ഡ് ഡയറ്റ് എന്താണ്, ഇതിൽ മെയിൻ ആയിട്ട് ബാലൻസ്ഡ് ഡയറ്റ് റിലേറ്റഡ് ആയിട്ട് വരുന്നതാണ് ഓരോ എസെൻഷ്യൽ ആൻഡ് നോൺ എസെൻഷ്യൽ ന്യൂട്രിയൻസ് ഏതൊക്കെയാണ്, അതിന്റെ RDA എന്നുള്ള കാര്യങ്ങൾ. പിന്നെ അനലിറ്റിക്കൽ ടെക്നിക്സ് യൂസ്ഡ് ഇൻ ഡിറ്റക്ഷൻ ഓഫ് അഡൾട്ടൻസ് ഏതൊക്കെയാണ്. പിന്നെ ബാലൻസ്ഡ് ഡയറ്റ് ബേസ്ഡ് ഓൺ നമുക്കറിയാം മാക്രോ ന്യൂട്രിയൻസിനെ ബേസ് ചെയ്തിട്ടാണ് ബാലൻസ്ഡ് ഡയറ്റ് ഉള്ളത്. മെയിൻലി ഫോക്കസ് ചെയ്തിരിക്കുന്ന മാക്രോ ന്യൂട്രിയൻസ്, അപ്പൊ അതിന്റെ ഓരോന്നിന്റെ വാല്യൂ എത്രയാണ്, ബാലൻസ്ഡ് ഡയറ്റിന്റെ എക്സാമ്പിൾസ് ഏതൊക്കെയാണെന്നുള്ളത്. പിന്നെ ഡിഫറെന്റ് അനലിറ്റിക്കൽ ടെക്നിക്സിൽ ഈ HPLC, GC, അതിന്റെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കോളംസ്, നോർമൽ ഫേസ്, റിവേഴ്സ് ഫേസ്, ക്രോമറ്റോഗ്രാഫി, അതുപോലെ തന്നെ TLC എന്താണ്, HPLC, GCMS എന്തൊക്കെയാണ്, അതിൽ മാസ് സ്പെക്ട്രോസ്കോപ്പി, അതുപോലെ തന്നെ ICP-MS-ഉം ICP-OES, അതുപോലെ തന്നെ ആറ്റോമിക് അബ്സോർപ്ഷൻ സ്പെക്ട്രോസ്കോപ്പി ഏതൊക്കെയാണെന്നുള്ളത്. ഈ ഓരോ ടെക്നിക്സിന്റെയും പ്രിൻസിപ്പിൾസ്, എക്യുപ്മെന്റ് ഡിസൈൻസ്, അതുപോലെ തന്നെ അതെന്തിനു യൂസ് ചെയ്യുന്നു. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പൊ പ്രോട്ടീൻസ് കോമൺലി UV-യിൽ മെയിൻ ആയിട്ട് പ്രോട്ടീന്റെ ഏറ്റവും കൂടുതൽ അബ്സോർബൻസ് ഏതിലാണ് വരിക, അപ്പൊ UV-യിലാണോ അല്ലെങ്കിൽ ഇൻഫ്രാറെഡിലാണോ, വിസിബിൾ ലൈറ്റിലാണോ, അതുപോലെ തന്നെ നിയർ ഇൻഫ്രാറെഡ്, ഫാർ ഇൻഫ്രാറെഡ് എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നുള്ള കാര്യങ്ങൾ. വേരിയസ് ടൈപ്സ് ഓഫ് മാസ് സ്പെക്ട്രോസ്കോപ്പി, അതിന്റെ പ്രിൻസിപ്പിൾസ് ഓഫ് വർക്കിംഗ് എന്തൊക്കെയാണ്, മാസ് സ്പെക്ട്രോസ്കോപ്പി ഇപ്പൊ HPLC അല്ലെങ്കിൽ LCMS അല്ലെങ്കിൽ GC ആയിട്ട് കമ്പൈൻഡ് ആയിട്ട് ഫോം ചെയ്തു, ഏതൊക്കെ ടൈപ്പ് കോമ്പോണൻസിനെ GC വെച്ചിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും, ഏതൊക്കെ ടൈപ്പ് കോമ്പോണൻസിനെ HPLC വെച്ച് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അതുപോലെ വേരിയസ് കോമ്പൗണ്ട്സിന്റെ പിന്നെ ക്വാളിറ്റീവ് മെഷർമെന്റ്സ് നമ്മൾ ഏത് ടെക്നിക്സ് ആണ് കോമൺലി യൂസ് ചെയ്യുന്നത്, ക്വാളിറ്റേറ്റീവ് ടെക്നിക്സ് ഏതൊക്കെയാണ്, ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് എന്തൊക്കെയാണ്, അതുപോലെ തന്നെ നമ്മുടെ ബേസിക് പ്രോക്സിമേറ്റ് കോമ്പോസിഷൻ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി എന്തൊക്കെ ടെക്നിക്സ് യൂസ് ചെയ്യുന്നത്, ഒരു പ്രൊഡക്റ്റിന്റെ കോമ്പോസിറ്റ് എന്തൊക്കെയാണ്, ന്യൂട്രീഷണൽ ലാബലിംഗ് പ്രകാരം അതെങ്ങനെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റും എന്നുള്ളത്, RDA ബേസ് ചെയ്തിട്ട് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ അതെ ഏതൊക്കെ മെത്തേഡിൽ റെപ്രസെന്റ് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് മെയിൻ ആയിട്ട് അതിൽ വരുന്നത്. പിന്നെ ഈ ഓരോ എസെൻഷ്യൽ ആൻഡ് നോൺ എസെൻഷ്യൽ
മാക്രോ ആൻഡ് മൈക്രോ ന്യൂട്രിയൻസിന്റെയും RDA വാല്യൂസ്, അതുപോലെ തന്നെ അഡൾട്രേഷൻ എന്താണെന്നുള്ള കാര്യങ്ങൾ, അഡൾട്രേഷൻ എങ്ങനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും, അതുപോലെ തന്നെ വാട്ട് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ അഡൾട്രേഷൻ ആൻഡ് കണ്ടാമിനേഷൻസ്, അതുപോലെ തന്നെ എക്സ്ട്രേനിയസ് മാറ്റേഴ്സിന്റെ ഇത് ഓരോന്നിനും FSA പ്രകാരം ഡെഫിനീഷൻസ് ഉണ്ട്. അപ്പൊ ആ ഡെഫിനീഷൻസ് ഏതൊക്കെയാണെന്നുള്ളത്, അതുപോലെ തന്നെ അയഡിൻ വാല്യൂ, സാപ്പോണിഫിക്കേഷൻ നമ്പേഴ്സ്, അതുകൂടാതെ പിന്നെ ഓയിൽസിന്റെ ഫാറ്റിന്റെയും അയഡിൻ വാല്യൂ, സപ്പോസിഫിക്കേഷൻ വാല്യൂ എന്തൊക്കെയാണ്, അതുപോലെ തന്നെ മേജർ ആയിട്ടുള്ള ഓയിൽസിന്റെ ആ വാല്യൂസ് നമ്മൾക്ക് ആ ഒരു റേഞ്ച് നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ. പിന്നെ മെയിൻ ആയിട്ട് വരുന്നത് മൈക്രോബയോളജിക്കൽ ആൻഡ് ബയോടെക്നോളജിക്കൽ ആൻഡ് മെഡിക്കൽ ആസ്പെക്ട്സ്. അപ്പൊ അതിൽ മെയിൻ ആയിട്ട് ഇതാണ് ഇതിലെ ലാസ്റ്റ് പോർഷൻ, അതായത് 20 വെച്ചിട്ട് 20 ഫൈനൽ വൺ. അതിൽ മൈക്രോബയോളജി, ബയോടെക്നോളജി, മെഡിക്കൽ ആസ്പെക്ട്സ്. സിലബസ് ഫുഡ് ടെക്നോളജി കഴിഞ്ഞാൽ ഏറ്റവും വലിയ സിലബസ് ആണ് മൈക്രോബയോളജി, ബയോടെക്നോളജി, മെഡിക്കൽ ആസ്പെക്ട്സിൽ വരുന്നത്. ഓക്കെ. ഇതിന് 20 മാർക്ക് റിസർവേഷൻ കൊടുത്തത് കൊണ്ട് തന്നെ ഡീറ്റെയിൽഡ് ആയിട്ട് മൈക്രോബയോളജി നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. അതുകൂടാതെ ബയോടെക്നോളജി പ്രിൻസിപ്പിൾസ്, അതുപോലെ തന്നെ അതിലത്തെ ഓരോ ടെക്നിക്സ്, ബയോടെക്നോളജി, അതുപോലെ തന്നെ മെഡിക്കൽ ആസ്പെക്ട്സ്. അപ്പോൾ അതിൽ മെയിൻ ആയിട്ട് ടൈപ്സ് ഓഫ് മൈക്രോസ്കോപ്പി, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സ്റ്റെയിനിങ് ടെക്നിക്സ്, അതുപോലെ തന്നെ സ്റ്റെറിലൈസേഷൻ ടെക്നിക്സ് ഏതൊക്കെയാണ്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മീഡിയ ഉണ്ട്, ഓരോ ഓർഗാനിസത്തിന് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മീഡിയാസ് ഉണ്ട്. അതുപോലെ തന്നെ മൈക്രോ ഓർഗാനിസത്തിന്റെ ടൈപ്പ് ഓഫ് ഗ്രോത്ത് കർവ്, അതുപോലെ തന്നെ ഗ്രോത്ത് കർവും ഡെപ്ത് കർവും വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ തന്നെ D വാല്യൂ, Z വാല്യൂ ആൻഡ് F വാല്യൂ, അത് അടുത്ത ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പാരാമീറ്റേഴ്സ് ആണ്. അത് എങ്ങനെ അതിന്റെ ഡെഫിനേഷൻ, അതിൽ നിന്ന് ഒരുപാട് അസേർഷൻ, റീസൺ, സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയ ആണോ, ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയ ആണോ ഗ്രോ അതിന്റെ ബേസ് ആയിട്ടുള്ള കാര്യങ്ങൾ. അതുപോലെ തന്നെ ക്ലാസിഫിക്കേഷൻ ഓഫ് മൈക്രോ ഓർഗാനിസം, അതുപോലെ തന്നെ ഫംഗൈ ക്ലാസിഫിക്കേഷൻ, ആൽഗെ ക്ലാസിഫിക്കേഷൻസ് ഒക്കെ ബേസിക്സ് ആയിട്ട് നമ്മൾ നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ബേസ്ഡ് ഓൺ സ്പോയിലേജ്, നമ്മുടെ ഫുഡ് പ്രൊഡക്ട്സിന്റെ ക്ലാസിഫിക്കേഷൻ, പെരിഷബിൾ കമ്മോഡിറ്റി ഏതൊക്കെയാണ്, സെമി പെരിഷബിൾ കമ്മോഡിറ്റി ഏതാണ്, അതുപോലെ തന്നെ പിന്നെ ഷെൽഫ് സ്റ്റേബിൾ ആയിട്ടുള്ള കമ്മോഡിറ്റി ഏതൊക്കെയാണ്, അതായത് നോൺ പെരിഷബിൾ ആയിട്ടുള്ള കമ്മോഡിറ്റി ഏതൊക്കെയാണ്, അതുപോലെ തന്നെ മൈക്രോ ഓർഗാനിസം ആ ഒരു കമ്മോഡിറ്റിന്റെ ഇൻട്രിൻസിക് ആൻഡ് എക്സ്ട്രിൻസിക് ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്നുള്ളത്, മൈക്രോ ഓർഗാനിസത്തിന്റെ ഗ്രോത്തിനെ അഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്നുള്ളത്. പിന്നെ അതുപോലെ തന്നെ മൈക്രോ ഓർഗാനിസത്തിന് തന്നെ പിന്നെ ഓസ്മോഫിലിക് ആയിട്ടുള്ള മൈക്രോ ഓർഗാനിസം, അതുപോലെ തന്നെ തെർമോഫിലിക് ആയിട്ടുള്ള ഓർഗാനിസം, തെർമോഡ്യൂറിക് ആയിട്ടുള്ള ഓർഗാനിസം, മീസോഫിലിക് ആയിട്ടുള്ള ഓർഗാനിസം, അങ്ങനെ മൈക്രോ ഓർഗാനിസത്തിന്റെ ബേസ്ഡ് ഓൺ ഒരുപാട് ക്ലാസിഫിക്കേഷൻസ് ഉണ്ട്. അപ്പൊ ഓരോ ഓർഗാനിസം ഏത് കാറ്റഗറിയിൽ വരുന്നു എന്നുള്ളത്, അതുപോലെ തന്നെ അതിന്റെ വാട്ടർ ആക്ടിവിറ്റി, അത് ഡിപ്പെൻഡിങ് ആൻഡ് ഇൻഡിപെൻഡന്റ് ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്നുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ കൺട്രോൾ ഓഫ് സ്പോയിലേജ് കൺട്രോൾ ചെയ്യാൻ നമ്മൾക്ക് എടുക്കാനുള്ള മെഷേഴ്സ് ഏതൊക്കെയാണ്. ഇപ്പൊ മൈക്രോ ഓർഗാനിസത്തിന്റെ ഗ്രോത്തിനെ പ്രിവെന്റ് ചെയ്യാൻ പറ്റുന്ന ഓരോ ആന്റി മൈക്രോബിയൽ ഏജൻസും അത് നമ്മൾ ഫുഡ് ടെക്നോളജിയിൽ പഠിക്കുന്നുണ്ട്. എന്നാൽ പോലെ അത് റിലേറ്റഡ് ആയിട്ട് ആ ഓരോ ആന്റി മൈക്രോബിയൽ ഏജൻസിന്റെ മെക്കാനിസം ഓഫ് ആക്ഷൻസ് ഇവിടെ പഠിക്കേണ്ടതായിട്ടുണ്ട്. അത് മൈക്രോ ഓർഗാനിസത്തിന്റെ സ്ട്രക്ചർ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഏതൊക്കെ മൈറ്റോകോൺട്രിയനെ ആണോ, സെൽവാളിനെ ആണോ, അല്ല പിന്നെ റെപ്ലിക്കേഷനെ ആണോ, അത് എന്തിനെയാണ് അഫക്ട് ചെയ്യുന്നത്, അപ്പൊ ആ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ വേരിയസ് ടൈപ്സ് ഓഫ് ഫുഡ് ബോൺ ഡിസീസസ്, കാരണം ഇന്ന് നമ്മുടെ കേരളത്തിൽ വളരെ കോമൺ ആയിട്ടുള്ള ക്ലൈമാറ്റിക് വേരിയേഷൻ ഉണ്ടാകുന്നതുകൊണ്ട് തന്നെ, ടെമ്പറേച്ചറിലെ വേരിയേഷൻ ഉണ്ടാകുന്നതുകൊണ്ട് തന്നെ സ്പോയിലേജ് റേറ്റ് വളരെ കൂടുതലാണ്. അപ്പൊ ഫുഡ് ബോൺ ഡിസീസസ് ഏതൊക്കെയാണെന്നുള്ള കാര്യങ്ങൾ, ഓരോ ഫുഡ് ബോൺ ഡിസീസസിനും പോസിറ്റീവ് ആയിട്ടുള്ള മൈക്രോ ഓർഗാനിസം ഏതൊക്കെയാണ്, അതിന്റെ ഇൻക്യുബേഷൻ കണ്ടീഷൻ എന്താണ്, അതുപോലെ തന്നെ അതിന്റെ ഡിസീസ് നമുക്ക് എങ്ങനെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി പറ്റും. ഫോർ എക്സാമ്പിൾ, ഒരു ഡോക്ടറെ സംബന്ധിച്ചിടത്തോളം ഒരു പർട്ടിക്കുലർ ഡിസീസസ് നമുക്ക് എങ്ങനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും, കാരണം അത് ഇപ്പം നമുക്ക് അതിൽ മെയിൻ ആയിട്ട് നോക്കുകയാണെങ്കിൽ ന്യൂറോ ലാൻഡൈറിസം, അതുപോലെ തന്നെ ലാൻഡൈറോജൻസ് എന്താണ്, അതുപോലെ തന്നെ അഫ്ലാടോക്സിൻ ഏതൊക്കെയാണ്, അതുപോലെ ന്യൂറോ ടോക്സിക് ആയിട്ടുള്ള ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മൈക്രോബിയൽ ടോക്സിൻസ്, അതിൽ എൻഡോടോക്സിൻ, എക്സോടോക്സിൻ, അതുപോലെ തന്നെ അഫ്ലാടോക്സിൻ ഏതാണ്, അതുപോലെ തന്നെ ആ ഓരോ ടോക്സിൻസിന്റെയും ടൈപ്പ്, കാറ്റഗറി, അതിന്റെ മാക്സിമം പെർമിസിബിൾ ലിമിറ്റ്, അതിന്റെ ഡോസേജ്, അതിന്റെ ഇന്റൻസിറ്റി. ഫോർ എക്സാമ്പിൾ ഇപ്പം അഫ്ലാടോക്സിൻ ഒരുപാട് ടൈപ്പ് ഉണ്ട്, അതിൽ മോസ്റ്റ് സീവിയർ ആയിട്ടുള്ള ടോക്സിൻ ഏതാണ്. അപ്പോൾ ഈ ഓരോ ടോക്സിനും സബ് ക്ലാസിഫിക്കേഷൻസ് ഉണ്ട്. ആ ഓരോ ക്ലാസിഫിക്കേഷനും നമ്മൾ എടുത്തു നോക്കി കഴിഞ്ഞാൽ ഓരോ ടോക്സിൻസും എങ്ങനെ അഫക്ട് ചെയ്യുന്നു എന്നുള്ളത്, അതുപോലെ തന്നെ ആ ഒരു ടോക്സിൻസിനെ കൊണ്ട് നമുക്ക് എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവും എന്നുള്ള കാര്യങ്ങൾ. അപ്പോൾ അതിൽ മോസ്റ്റ് സീവിയർ ആയിട്ടുള്ള ടോക്സിൻ ഏതാണ്, അപ്പോൾ അതിന്റെ ഇന്റൻസിറ്റി, അതെങ്ങനെ അഫക്ട് ചെയ്യുന്നു, അതെങ്ങനെ അതിന്റെ ഇൻക്യുബേഷൻ കണ്ടീഷൻ എത്രയാണെന്നുള്ളത്, അതുപോലെ തന്നെ ബോട്ടിലിസം എന്താണ്, അതുപോലെ തന്നെ ബാച്ചിലർ സീരിയസ് ഫുഡ് പോയ്സണിങ് എന്താണ്, അതുപോലെ തന്നെ ഷിഗല്ലോസിസ് എന്താണ്, സാൽമണലോസിസ് എന്താണെന്നുള്ളത്, അത് ടോക്സിൻ
പ്രൊഡ്യൂസ് ചെയ്തിട്ടാണ് ഉണ്ടാക്കുന്നത്. അതുപോലെ തന്നെ വേറൊരു ക്ലാസ് കാറ്റഗറീസ് നോക്കുകയാണെങ്കിൽ മൈക്രോബിയൽ ഇൻടോക്സിക്കേഷൻ, ടോക്സിക്കോ ഇൻഫെക്ഷൻ ആൻഡ് മൈക്രോബിയൽ ഇൻഫെക്ഷൻ. ഏതൊക്കെയാണ് ഇൻഫെക്റ്റിംഗ് ആയിട്ടുള്ള ഇൻഫെക്ഷസ് ആയിട്ടുള്ള ഓർഗാനിസം, വാട്ട് ഈസ് മൈക്രോബിയൽ ഇൻഫെക്ഷൻ, അതുപോലെ തന്നെ വാട്ട് ഈസ് ഇൻടോക്സിക്കേഷൻ ആൻഡ് വാട്ട് ഈസ് ടോക്സിക്കോ ഇൻഫെക്ഷൻ. അതിന് പോസിറ്റീവ് ആയിട്ടുള്ള ഓർഗാനിസം, അത് ഏത് ടോക്സിൻ കൊണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ ഇൻഡസ്ട്രിയൽ മ്യൂക്കോസയിൽ അത് എന്തൊക്കെ ചേഞ്ചസ് ഉണ്ടാക്കുന്നുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ബോട്ടിലിസം ഏതൊക്കെയാണ്, ഇൻഫന്റ് ബോട്ടിലിസം എന്താണ്, അത് എങ്ങനെ കോസ് ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങൾ, ഏത് ഫുഡ് പ്രൊഡക്ട്സിലൂടെ കോസ് ചെയ്യുന്നു, ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഫുഡ് പ്രൊഡക്ട്സിൽ മാത്രം വളരുന്ന ഓർഗാനിസം കൊണ്ട് ഉണ്ടാവുന്ന ഡിസീസസ്, ആ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് അതിൽ അറിയണം. അതുപോലെ തന്നെ ഫുഡ് പോയ്സണിങ് എന്താണ്, പോയ്സണിങ് കൊണ്ടുണ്ടാവുന്ന ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പോയ്സൺ ഏതൊക്കെയാണെന്നുള്ളത്, അതിൽ ആന്റിന്യൂട്രീഷണൽ ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്, അതുപോലെ തന്നെ നാച്ചുറൽ ആയിട്ടുള്ള പോയ്സണിങ് ഏതൊക്കെയാണെന്നുള്ള കാര്യങ്ങൾ, പ്ലാന്റ് ബേസ്ഡ് ആയിട്ടുള്ള ഫൈറ്റോടോക്സിൻസ് ഏതൊക്കെയാണെന്നുള്ളത്, അതുകൂടാതെ അതിന്റെ പ്രിവെൻഷൻ മെഷേഴ്സ്, കൺട്രോൾ മെഷേഴ്സ്, പിന്നെ മെയിൻ ആയിട്ട് റെഗുലേഷൻ ബേസ് ചെയ്ത് നോക്കുന്നത് ഫുഡ് പ്ലാന്റ് സാനിറ്റേഷൻ, അതായത് ഫുഡ് സാനിറ്റേഷൻ, റെഫ്രിജറേഷൻ ആൻഡ് സർവൈലൻസിന്റെ മെഷേഴ്സ്, അതിൽ നമ്മൾ ഗുഡ് ഹാൻഡ്ലിംഗ് പ്രാക്ടീസസ് റിലേറ്റഡ് ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ ഇവിടെ വരുന്നുണ്ട്. അതിൽ മെയിൻ ആയിട്ട് ഫുഡ് സാനിറ്റേഷൻ എന്താണ്, അതുപോലെ തന്നെ റെഫ്രിജറേഷൻ എന്താണ്, അതുപോലെ തന്നെ സർവൈലൻസ് സിസ്റ്റംസ് ഏതൊക്കെയാണെന്നുള്ളത്, അത് GMP GHP ആയിട്ട് എങ്ങനെ റിലേറ്റ് ചെയ്തിരിക്കുന്നു, അതുപോലെ തന്നെ പിന്നെ ഗുഡ് ഹൈജീനിക് പ്രാക്ടീസസിന് വേണ്ട അതിന്റെ പ്രിൻസിപ്പിൾസ് ഏതൊക്കെയാണ്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സാനിറ്റൈസേഴ്സ് ഏതൊക്കെയാണ് യൂസ് ചെയ്യുന്നത്, സാനിറ്റൈസേഷൻ പ്രൊസീജിയേഴ്സ് ഏതൊക്കെയാണെന്നുള്ളത്, അതിൽ മെയിൻ ആയിട്ട് ഫുഡ് ഹാൻഡ്ലേഴ്സ് ഫോളോ അപ്പ് ചെയ്യേണ്ട പ്രൊസീജിയേഴ്സ് ഏതൊക്കെയാണ്, ഇപ്പൊ ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് എന്നുള്ള ഒരു പ്രിൻസിപ്പിൾസ്, അതുപോലെ തന്നെ ക്രോസ് കണ്ടാമിനേഷൻ പ്രിവെന്റ് ചെയ്യാനുള്ള മെഷേഴ്സ് ഏതൊക്കെയാണെന്നുള്ളത്, അതുപോലെ തന്നെ HACCP ആയിട്ട് റിലേറ്റ് ചെയ്ത് അല്ലെങ്കിൽ റെഗുലേറ്ററി ആസ്പെക്ട് ആയിട്ട് സാനിറ്റേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ അത് എങ്ങനെയൊക്കെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും, അതുപോലെ തന്നെ ഒരു എംപ്ലോയീസിൽ ഇപ്പോൾ ഒരു പ്രോസസിങ് ഏരിയയിലെ എംപ്ലോയീസിന് എന്ത് ഇന്റർവെല്ലിൽ ചെക്കപ്പ് നടത്തണം, ഏതൊക്കെ ഡിസീസ് ഉള്ളവരൊക്കെ ഉള്ളിൽ കടത്തിവിടാൻ പാടുണ്ടോ എന്നുള്ളത്, വിസിറ്റേഴ്സിന്റെ പ്രൊസീജിയേഴ്സ് ഏതൊക്കെയാണെന്നുള്ളത്, അതുപോലെ തന്നെ ഹാൻഡ്ലിംഗ് മെഷേഴ്സും, അതുപോലെ തന്നെ ലേ ഔട്ടും ഡിസൈനും, അതുപോലെ തന്നെ അവിടുത്തെ ലെയറേജ് സിസ്റ്റം, അതുപോലെ തന്നെ അവിടെ പിന്നെ അവിടെയുള്ള ഈ ഡ്രെയിനേജ് സിസ്റ്റംസ് എങ്ങനെയാണ്, അതിന്റെ നെറ്റ്സ് എന്തൊക്കെയാണെന്നുള്ളത്, കോർണേഴ്സ് എങ്ങനെ കവർ ചെയ്തിരിക്കാം, അതുപോലെ തന്നെ സ്റ്റോക്ക് എങ്ങനെയായിരിക്കണം, ഡിസ്റ്റൻസ് ഫ്രം ദ വാൾ ടു ദി റാക്ക് വാള് തമ്മിലുള്ള ഡിസ്റ്റൻസ് ഏതൊക്കെയാണെന്നുള്ള കാര്യങ്ങൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, അതിൽ ഒരു ഫുഡ് എത്ര ഗ്യാപ്പിൽ പ്ലേസ് ചെയ്യാന്നുള്ള കാര്യങ്ങൾ, സ്ലോപ്പ് എന്താണ്, ഡ്രെയിനേജ് സിസ്റ്റം എങ്ങനെയൊക്കെയാണ് എന്നുള്ള കാര്യങ്ങൾ, അതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത് ഓരോ ഇൻഡസ്ട്രിയെ സംബന്ധിച്ചിടത്തോളം ഡിഫറെന്റ് സ്റ്റാൻഡേർഡ്സ് ആണ്, ഓരോ സ്റ്റാൻഡേർഡ്സ് നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ സാനിറ്റേഷൻ ഓഫ് ഈറ്റിംഗ് പ്ലേസ് എന്തൊക്കെയാണെന്നുള്ളത്, സ്റ്റോറേജ് ഓഫ് അൺകുക്ക്ഡ് ഫുഡ് സ്റ്റെപ്സ് ഏതൊക്കെയാണ്, അതെങ്ങനെ സ്റ്റോർ ചെയ്യാൻ പറ്റും, അതിന്റെ സ്റ്റോറേജ് കണ്ടീഷൻസ് എന്തൊക്കെയാണ്, പിന്നെ ഡേഞ്ചർ സോൺ ടെമ്പറേച്ചർ സോൺ ഏതൊക്കെയാണെന്നുള്ള മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ, ആ ഡേഞ്ചർ സോൺ ടെമ്പറേച്ചർ സോണിൽ ഏതൊക്കെ ഫുഡ് കീപ്പ് ചെയ്ത് എത്ര ഡ്യൂറേഷൻ അത് സ്പോയിൽഡ് ആവാൻ പോകുന്നു എന്നുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ ഫെർമെന്റഡ് ഫുഡ് അതിന്റെ ടൈപ്സ്, ഏതൊക്കെ ഓർഗാനിക്സ് ആണ് കോമൺലി ഫെർമെന്റേഷൻ യൂസ് ചെയ്യുന്നത്, ഫെർമെന്റഡ് ഫുഡ്സ് തന്നെ വരുന്ന ഡിഫക്റ്റും സ്പോയിലേജും അതിന്റെ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, അതിൽ ഇമ്പോർട്ടൻസ് ഓഫ് ഫെർമെന്റഡ് ഫുഡ്സ് ഏതൊക്കെയാണെന്നുള്ളത്, അതുപോലെ തന്നെ മൈക്രോബയോളജിക്കൽ അനാലിസിസ് ഓഫ് ഫുഡ് ആൻഡ് വാട്ടേഴ്സ്, മൈക്രോബിയൽ സ്പെസിഫിക്കേഷൻ ഫോർ വാട്ടേഴ്സ്, അതർ ഫുഡ് പ്രൊഡക്ട്സിന്റെ മൈക്രോബിയൽ സ്പെസിഫിക്കേഷൻ സ്പെസിഫിക്കലായിട്ട് കൊടുത്തിട്ടുണ്ട്. FSI സ്റ്റാൻഡേർഡ് പ്രകാരം ഓരോ പ്രൊഡക്ട്സിന്റെയും മൈക്രോബിയൽ സ്പെസിഫിക്കേഷൻ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ടതായിട്ടുണ്ട്. അത് ഏത് ഷെഡ്യൂളിൽ എവിടെ കൊടുത്തിരിക്കുന്നുള്ള കാര്യങ്ങൾ കൂടെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, പിന്നെ മെയിൻ ആയിട്ട് BIS സ്പെസിഫിക്കേഷൻ വാട്ടറിന്റെ എന്തൊക്കെയാണ്, അതുപോലെ തന്നെ BIS സ്പെസിഫിക്കേഷൻ റിക്വയർഡ് ആയിട്ടുള്ള കമ്മോഡിറ്റി ഏതാണ്, അതുപോലെ തന്നെ അഗ്മാർക്ക് സ്പെസിഫിക്കേഷൻ റിക്വയർഡ് ആയിട്ടുള്ള കമ്മോഡിറ്റി, അതുപോലെ തന്നെ ഡിഫറെന്റ് ലാബലിംഗ് പ്രാക്ടീസസ്, ഇപ്പം ഒരുപാട് ടൈപ്പ് ലാബലിംഗ് ഉണ്ട്. ഇപ്പോൾ ഇറാഡിയേഷൻ ലാബൽ, അതുപോലെ തന്നെ ഓർഗാനിക് ഫുഡ് ലാബലിംഗ് സിസ്റ്റം. അപ്പോൾ ഓർഗാനിക് ഫുഡ് ലാബലിംഗ് അത് കൊടുക്കുന്ന ഓർഗനൈസേഷൻ ഏതാണ്, അതായത് ഈ ഓരോ ലാബലിംഗിനും ഏതെങ്കിലും സ്പെസിഫിക് ആയിട്ട് ഓർഗനൈസേഷൻ ഉണ്ടെങ്കിൽ ആ റിലേറ്റഡ് ആയിട്ടുള്ള ഓർഗനൈസേഷൻ, അതുപോലെ തന്നെ ഇൻഡെക്സ് ഓർഗാനിസം ഫോർ ഡിഫറെന്റ് ഫുഡ് പ്രൊഡക്ട്സ്. ഓക്കെ, പ്രൊഡക്ട്സിലും അതുപോലെ തന്നെ പ്രൊഡക്ഷനിലും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പാസ്ചറൈസേഷൻ ഓഫ് മിൽക്കിലുള്ള ഇൻഡെക്സ് ഓർഗാനിസം ആയിരിക്കില്ല പാസ്ചറൈസേഷൻ ഓഫ് എഗ്ഗിലുള്ളത്. അപ്പൊ ഓരോ ഓർഗാനിസിന്റെ ക്ലാസിഫിക്കേഷൻ, ഓരോന്നിന്റെ ഇൻഡെക്സ് ഓർഗാനിസ് ഏതൊക്കെയാണ്, ഇൻഡിക്കേറ്റർ ഓർഗാനിസ് ഏതൊക്കെയാണ്, അതുപോലെ തന്നെ ഡിറ്റക്ഷൻ ഓഫ് പാത്തോജൻ ഡിറ്റക്ട് ചെയ്യാനുള്ള ഡിഫറെന്റ് മെത്തേഡ്സ്, അതുപോലെ തന്നെ വേരിയസ് വാട്ടർ പ്യൂരിഫിക്കേഷൻ മെത്തേഡ്സ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ തന്നെ സീവേജ് ട്രീറ്റ്മെന്റ് എങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ സീവേജ് ട്രീറ്റ്മെന്റ് പ്രൊസീജിയേഴ്സ്, അതുപോലെ തന്നെ ആ ഒരു ഫ്ലോക്ക് പോപ്പുലേഷൻ, അതുപോലെ തന്നെ ആ ഒരു സീവേജ് ട്രീറ്റ്മെന്റിൽ പ്രൈമറി സെക്കൻഡറി ടെർഷ്യറി ട്രീറ്റ്മെന്റ് ഏതൊക്കെയാണ്, ആ ട്രീറ്റ്മെന്റിൽ എന്തൊക്കെ ചെയ്യുന്നു, അല്ലെങ്കിൽ ഏതൊക്കെ മൈക്രോ ഓർഗാനിസം എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നു, ഫൈനലി ആ വാട്ടറിന്റെ
സ്പെസിഫിക്കേഷൻ, സീ ബേസ് ട്രീറ്റ് ചെയ്ത വാട്ടറിന്റെ മൈക്രോബിയൽ സ്പെസിഫിക്കേഷൻ ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ തന്നെ ഓരോ ഫുഡ് പ്രൊഡക്ട്സിന്റെയും മൈക്രോബിയൽ സ്പെസിഫിക്കേഷൻ ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ ഈ മൈക്രോബിയൽ ഡിറ്റക്ഷന് വേണ്ടിയിട്ടുള്ള ടെക്നിക്സ് ഏതൊക്കെയാണ്, അഡൾട്രേഷൻ ടെക്നിക്സ് ഏതൊക്കെയാണ്, അതുപോലെ തന്നെ അതർ മൈക്രോബിയൽ ടെക്നിക്സ് ഏതൊക്കെയാണ്, അതുപോലെ ഇമ്മ്യൂണോ ടെക്നിക്സ് ഏതൊക്കെയാണ്, അതിന്റെ സ്പെസിഫിക്കേഷൻ എന്തൊക്കെയാണ്, എന്തൊക്കെ സ്പെസിഫിക് ഇമ്മ്യൂണോ ടെക്നിക്സ് ആണ് കോമൺലി നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ. പിന്നെ ടൈപ്പ് ഓഫ് ബയോ റിയാക്ടർ ഏതൊക്കെയാണ്, കോമൺ ബയോ റിയാക്ടറിന്റെ ക്ലാസിഫിക്കേഷൻസ്, അതിലെ കോമ്പോണൻസ് ഓഫ് എ ബയോ റിയാക്ടർ, അതുപോലെ തന്നെ മോളിക്കുലാർ ഡിറ്റക്ഷൻ ഓഫ് ഫുഡ് കണ്ടാമിനൻസ്, ഏതൊക്കെ കോമൺ മോളിക്കുലാർ ടെക്നിക്സ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ആ ഓരോ ടെക്നിക്കും ഫോർ എക്സാമ്പിൾ ജെല്ലി ഇലക്ട്രോഫോറസിസ് ആണെങ്കിലും, അല്ലെങ്കിൽ വേറെ പിന്നെ എലിസ ടെക്നിക്സ് ആണെങ്കിൽ, സാൻഡ്വിച്ച് എലിസ, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് എലിസ ടെക്നിക്സ് ഉണ്ട്. അപ്പൊ ആ എലിസ ടെക്നിക്സിലാണെങ്കിൽ പോലും അതിൽ ആന്റിബോഡി ആന്റിജൻ എന്താണ് അതിന്റെ പ്രിൻസിപ്പിൾ, ആന്റിബോഡി ആന്റിജൻ ഇന്ററാക്ഷൻ ആണോ, അല്ല വേറെ ഏതെങ്കിലും ടൈപ്പ് ഓഫ് മെക്കാനിസം ആണോ, അതുപോലെ തന്നെ അതിൽ ഏതൊക്കെ ടൈപ്പ് ആന്റിബോഡി യൂസ് ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ അതർ മോളിക്കുലാർ ടെക്നിക്സിന്റെ ആ ഒരു പർട്ടിക്കുലർ ഡിസൈൻ, അതുപോലെ തന്നെ അതിൽ എന്ത് മെക്കാനിസം ആണ് നടക്കുന്നത്. ഇപ്പൊ PCR നടക്കുന്ന മെക്കാനിസം, അതിലത്തെ ടെമ്പറേച്ചർ കണ്ടീഷൻസ്, അതിൽ യൂസ് ചെയ്യുന്ന കോമ്പോണൻസ് ഏതൊക്കെയാണ്. ഇപ്പൊ PCR നമുക്കിപ്പോ ഓരോ പാർട്ടാക്കി തരം തിരിച്ചു കഴിഞ്ഞാൽ അതിലോരോ സ്റ്റെപ്സിലും ഏതൊക്കെ റിയേജന്റ് ആണ് യൂസ് ചെയ്യുന്നുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ ജനറ്റിക്കലി മോഡിഫൈഡ് ഫുഡ്സിന്റെയും അതിന്റെ ലാബലിംഗ് റെഗുലേഷൻസ് ഏതൊക്കെയാണ്. GM ഫുഡ് ഇന്ത്യയിൽ അലൗഡ് അല്ല. ആസ് ഓഫ് നോ ദർ ഇസ് നോ GM ഫുഡ് പ്രൊഡക്ട്സ് ആർ കൊമേഴ്ഷ്യലി അവൈലബിൾ. എന്നാൽ പോലും എന്തുകൊണ്ട് കൊടുത്തു എന്നറിയില്ല. ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് നമുക്ക് റെഫർ ചെയ്യേണ്ടതായിട്ടുണ്ട്. അത്രയാണ് നമുക്ക് മെയിൻ ആയിട്ട് സിലബസ് ജനറലി സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ നമുക്ക് കവർ ചെയ്യേണ്ടതായിട്ടുള്ളത്. ഇത് കൂടാതെ ഒരുപാട് കാര്യങ്ങൾ ഇൻ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പോകേണ്ടതായിട്ടുണ്ട്. ജസ്റ്റ് ബിക്കോസ് 20 മാർക്ക് ഓരോന്നിനും വെയിറ്റേജ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ട് കൃത്യമായിട്ട് പഠിച്ചാൽ മാത്രമേ നമുക്ക് പോർഷൻസ് കവർ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ഇതിന്റെ എല്ലാം കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഒരു നോട്ട് കൊടുത്തിട്ടുണ്ട് സിലബസിന്റെ ഏറ്റവും അവസാനം. ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഇറ്റ് മേ ബി നോട്ടഡ് ദാറ്റ് അപ്പാർട്ട് ഫ്രം ദീസ് ടോപ്പിക് ഡീറ്റെയിൽഡ് എബോവ്, questions from other topic prescribed for the educational qualification of the post may be also appears in the question paper. അതായത് ഈ നമ്മുടെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ഈ പറഞ്ഞിരിക്കുന്ന കാറ്റഗറി അല്ലാതെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ഉള്ള ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്ക് പ്രയോറിറ്റൈസേഷൻ കൊടുക്കാൻ വേണ്ടി ആ ഒരു അവരുടെ സബ്ജക്ട് റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ മേജർ സബ്ജക്ട് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് കൂടെ നമുക്ക് എക്സാമിന് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. സോ അതുകൊണ്ട് തന്നെ അത് ഔട്ട് ഓഫ് സിലബസ് ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റില്ല. കാരണം ആ ഒരു പ്രയോറിറ്റൈസേഷൻ കൊടുത്തത് കൊണ്ട് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ക്വസ്റ്റ്യൻസ് ഫ്രം അതർ ടോപ്പിക്സ് പ്രിസ്ക്രൈബ്ഡ് ഫോർ ദി എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ഓഫ് ദ പോസ്റ്റ് മേ ബി ഓൾസോ അപ്പിയർ ഫോർ ദി ക്വസ്റ്റ്യൻ പേപ്പർ. അപ്പോൾ ബാക്കിയുള്ള പോർഷൻസിനും കൂടെ ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാം. ബട്ട് ഇറ്റ് ഷുഡ് ബി റിലേറ്റഡ് ടു ദ സിലബസ് പ്രിസ്ക്രൈബ്ഡ് ആയാലോ. അപ്പം സിലബസുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള രീതിയിൽ ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ. പിന്നെ നമുക്ക് കോമൺലി ആ ഒരു ട്രെൻഡ് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും. ബേസിക് ക്വസ്റ്റ്യൻ ഓൾമോസ്റ്റ് 50% നമുക്ക് ഉണ്ടാവും. അതുപോലെ തന്നെ പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഓൾമോസ്റ്റ് 15% പ്രോബ്ലമാറ്റിക്. അതുപോലെ തന്നെ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് 5 to 10% വരെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ ടൈം കൺസ്യൂമിംഗ് ക്വസ്റ്റ്യൻ ആയിട്ടുള്ള അസേർഷൻ റീസൺ, അതുപോലെ തന്നെ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ്. അപ്പോൾ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഇപ്പം നമുക്ക് എക്സാമിന് എഴുതുമ്പോൾ അറ്റൻഡ് ചെയ്യാൻ പോകുമ്പോൾ എല്ലാ ടൈപ്പ് ക്വസ്റ്റ്യൻസും നമ്മൾ മീൻസ് പ്രാക്ടീസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. കാരണം ഈ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് അല്ലെങ്കിൽ ടൈം കൺസ്യൂമിങ് ക്വസ്റ്റ്യൻസ് വെച്ചിരുന്നാല് ഇപ്പം പ്രീവിയസ്ലി ഇപ്പം ഈ കോൺസ്റ്റിറ്റ്യൂഷനും ആപ്റ്റിറ്റ്യൂഡും ഒഴിവാക്കിയെങ്കിൽ പോലും അതിന് സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് പെട്ടെന്ന് എഴുതി തീരാത്തക്ക രീതിയിലുള്ള പിന്നെ കുറച്ച് ടൈം കൺസ്യൂമിങ് ആയിട്ടുള്ള അസേർഷൻ റീസൺ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് നമുക്ക് ഉണ്ടാവും. അപ്പൊ വെരി ടഫ് കാറ്റഗറിയിൽ അത് വരുന്നതാണ്. അപ്പോൾ ആ ക്വസ്റ്റ്യൻസ് വായിച്ച് നോക്കിയിട്ട് ചെയ്യാൻ വേണ്ടി ഒരുപാട് ടൈം എടുക്കും. അപ്പോൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്താലും മാത്രമേ നമുക്കത് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. ഇപ്പൊ മെയിൻ ആയിട്ട് റെഫറൻസ് ബുക്കിൽ വരുന്നത് ഇപ്പം ഈ സബ്ജക്ട് റെഫറൻസിൽ വരുന്നത് ഇപ്പൊ ഈ ഔട്ട്ലൈൻസ് ഓഫ് ഡയറി ടെക്നോളജി വരുന്നുണ്ട്. അതുപോലെ തന്നെ ഫുഡ് ഫാക്ട് ആൻഡ് പ്രിൻസിപ്പിൾ ബൈ ശകുന്തള മാനി. ഓക്കെ, അതാണ് ഫുഡ് ടെക്നോളജിക്ക് മെയിൻ ആയിട്ട് നമുക്ക് റെഫർ ചെയ്യാൻ പറ്റുന്ന ബുക്ക്. അതുപോലെ ഡയറി ടെക്നോളജിക്ക് സുകുമാരയുടെ ടെക്സ്റ്റ് ബുക്ക്. അതുപോലെ തന്നെ ഫുഡ് മൈക്രോബയോളജി ബൈ വില്യം സി ഫ്രേസിയർ.
അതുപോലെ തന്നെ ഔട്ട്ലൈൻസ് ഓഫ് മീറ്റ് ടെക്നോളജി, മീറ്റ് സയൻസ് ആൻഡ് ടെക്നോളജി ബൈ BD ശർമ്മ. അതുപോലെ തന്നെ പിന്നെ പോസ്റ്റ് ഹാർവസ്റ്റ് ടെക്നോളജി ഫ്രൂട്ട് ആൻഡ് വെജിറ്റബിൾസ് ഹോസള്ളി രാമസ്വാമിയുടെ ആ ബുക്ക് പോസ്റ്റ് ഹാർവസ്റ്റ് ടെക്നോളജി എന്നും ആ ബുക്ക് കൃത്യമായിട്ട് റെഫർ ചെയ്യണം. കാരണം അഗ്രികൾച്ചർ റിലേറ്റഡ് ആയിട്ടുള്ള കുറെ ക്വസ്റ്റ്യൻസ് ഫുഡ് പോസ്റ്റ് ഹാർവസ്റ്റ് റിലേറ്റഡ് ആയിട്ട് നമുക്ക് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൂടാതെ നമ്മുടെ ഈ മൈക്രോബയോളജിക്ക് ആണെങ്കിലും അതുപോലെ തന്നെ ബയോകെമിസ്ട്രിക്ക് ആണെങ്കിലും ഒരുപാട് മേജർ ടെക്സ്റ്റ് ബുക്ക് ഉണ്ട്. അപ്പോൾ എന്നിരുന്നാൽ പോലും നമുക്ക് ആ ബുക്കൊക്കെ വളരെ കോംപ്ലിക്കേറ്റഡ് ആയതുകൊണ്ട് തന്നെ ബേസിക് ആയിട്ടുള്ള ലെക്ചേഴ്സ് നമ്മുടെ ബിഗ് ലേണിംഗിൽ അവൈലബിൾ ആണ്. അപ്പൊ ആ കോഴ്സിൽ ചേരാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് റെക്കോർഡഡ് ലെക്ചർ കണ്ടിട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ലെക്ചേഴ്സ് ഒക്കെ റെഫർ ചെയ്യാൻ പറ്റുന്നതാണ്. ഇത് കൂടാതെ ഒരുപാട് ഒബ്ജക്റ്റീവ് ടെക്സ്റ്റ് ബുക്ക് ഉണ്ട്. ഒബ്ജക്റ്റീവ് ഫുഡ് സയൻസ് ആൻഡ് ടെക്നോളജി സ്റ്റാൻഡേർഡ്സിൽ ജെയിൻ ബുക്കിലുള്ള. പക്ഷേ ഈ ഒരു ബുക്കിലുള്ള ഒരു ഡിസഡ്വാൻറ്റേജ് പഴയ സ്റ്റാൻഡേർഡ് ആണ്, അതിൽ എല്ലാം ഒന്നും അപ്ഡേറ്റ് ആയിട്ടില്ല. അതുപോലെ തന്നെ ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് ബാങ്ക് ഫോർ ഫുഡ് പ്രോസസ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, ഇതിൽ മെയിൻ ആയിട്ട് ഫുഡ് ടെക്നോളജിയുടെ എഞ്ചിനീയറിംഗ് പോർഷൻ, അതായത് നോൺ തെർമൽ ആൻഡ് തെർമൽ പ്രോസസിംഗിന്റെയും അതുപോലെ ഡി വാല്യൂ സെറ്റ് വാല്യൂ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഇതിൽ കുറെ അവൈലബിൾ ആയിട്ടുണ്ട്. ഓക്കെ, അത് ഇർഫാൻ അഹമ്മദ് അൻസാരിയുടെ ടെക്സ്റ്റ് ബുക്കാണ്. അതുപോലെ തന്നെ ഫുഡ് സേഫ്റ്റി ഓഫീസറിന്റെ ഒരു ഡോക്ടർ ലളിത ഗൗറിന്റെ ഒരു ടെക്സ്റ്റ് ബുക്ക് ഉണ്ട്, പ്രീവിയസ് ഇയർ സോൾവ്ഡ് ക്വസ്റ്റ്യൻസ്. അത് ഒരുപാട് സ്റ്റേറ്റിന്റെ പ്രീവിയസ് ഇയർ സോൾവ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ഈ ഫുഡ് സേഫ്റ്റി ഓഫീസറിന്റെ ഈ ഒരു ടെക്സ്റ്റ് ബുക്കിൽ അവൈലബിൾ ആയിട്ടുണ്ട്. അതുകൂടാതെ ഒബ്ജക്റ്റീവ് ഫുഡ് സയൻസ് വളരെ കോമൺ ആയിട്ടുള്ള വളരെ കാലങ്ങളായി ഫുഡ് ടെക്നോളജി സ്റ്റുഡൻസ് റെഫർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ടെക്സ്റ്റ് ബുക്കാണ് ഈ ഒബ്ജക്റ്റീവ് ഫുഡ് സയൻസ്. അതിൽ മെയിൻ ആയിട്ട് ഗേറ്റ്, ICR, അതുപോലെ തന്നെ CFTRA, അതുപോലെ തന്നെ നെറ്റ് എക്സാമിന്റെ ഒക്കെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് അവൈലബിൾ ആണ്. അപ്പൊ ആ ഈ ബുക്കിൽ തന്നെ ഒരുപാട് ക്വസ്റ്റ്യൻസ് അവൈലബിൾ ആണ്. പക്ഷെ മെയിൻ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ അതിൽ ഒരുപാട് മിസ്റ്റേക്സ് ഉണ്ട്. അപ്പൊ അതങ്ങനെ തന്നെ മഗ്ഗപ്പ് ചെയ്യരുത്. നമ്മൾ ഓരോ ക്വസ്റ്റ്യൻസ് ഒരു ദിവസം ഒരു 10 അല്ലെങ്കിൽ ഒരു ദിവസം സബ്ജക്ട് വൈസിൽ ഒരു ദിവസം മിനിമം ഒരു ഡേറ്റ് അനൗൺസ് ചെയ്തത് കൊണ്ട് തന്നെ മിനിമം ഒരു 20 to 30 മിനിമം ഓരോ പോർഷൻസിലും വെച്ചിട്ട് മിനിമം ഒരു 100 to 150 ക്വസ്റ്റ്യൻസ് എങ്കിലും ഒരു ദിവസം നമ്മൾ പഠിക്കണം. ജസ്റ്റ് ആ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്താൽ മാത്രം പോരാ, ആ ക്വസ്റ്റ്യൻ റിലേറ്റഡ് ആയിട്ടുള്ള റീസൺസ് കൂടെ പഠിച്ചിട്ട് വേണം നമ്മൾ ഓരോ ക്വസ്റ്റ്യൻസ് പഠിക്കാൻ. കാരണം ജസ്റ്റ് അതിന്റെ ആൻസർ ഇതാണെന്ന് വെച്ചിട്ട് പിന്നെ പോകരുത്. ഓരോ ക്വസ്റ്റ്യൻ ആൻസർ വെരിഫൈ ചെയ്തിട്ട് വേണം പഠിക്കാൻ. കാരണം വെരിഫൈ ചെയ്ത് പഠിച്ചാൽ മാത്രമേ നമുക്ക് കൃത്യമായിട്ട് ഈ സ്റ്റേറ്റ്മെന്റ് ടൈപ്പും അതുപോലെ തന്നെ അസേഷൻ ടൈപ്പും ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ഒരു ക്വസ്റ്റ്യൻസ് നമ്മൾ വെരിഫൈ ചെയ്യുമ്പോൾ അതിന്റെ മേജർ അഡ്വാൻറ്റേജ് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ആ ഒരു ക്വസ്റ്റ്യൻസ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ പഠിക്കും. ഫോർ എക്സാമ്പിൾ ടൊമാറ്റോയുടെ ഒരു സ്റ്റാൻഡേർഡ് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ടൊമാറ്റോയുടെ സ്റ്റാൻഡേർഡ് പഠിക്കുമ്പോൾ ആ ടൊമാറ്റോയുടെ വേറെ പ്രൊഡക്ട്സിന്റെ കുറെ സ്റ്റാൻഡേർഡ്സ് ഉണ്ട്. അതുകൂടെ നമ്മൾ ആ സമയത്തൊന്ന് റിവൈസ് ചെയ്തു പോകും. അപ്പൊ അങ്ങനെ നമ്മൾ ഏതെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ആ കാര്യം കൂടെ നമുക്ക് അവിടെ ഓർത്തെടുക്കാൻ വേണ്ടി പറ്റും. അതുകൂടാതെ ടെക്നിക്കൽ ഓഫീസേഴ്സ് ആൻഡ് സെൻട്രൽ ഫുഡ് സേഫ്റ്റി ഓഫീസേഴ്സിന്റെ സ്റ്റേറ്റ് ആൻഡ് സെൻട്രൽ ഫുഡ് സേഫ്റ്റി ഓഫീസേഴ്സിന്റെ ഒരുപാട് പ്രീവിയസ് ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ പിന്നെ ഇപ്പം തമിഴ്നാട് ഫുഡ് സേഫ്റ്റി ഓഫീസറിന്റെ റീസെന്റ് എക്സാം കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ അവരുടെ ക്വസ്റ്റ്യൻസും അവര് ഈ ഒരു 2015 ശേഷം 3 പ്രാവശ്യം ഫുഡ് സേഫ്റ്റി ഓഫീസറിന്റെ എക്സാം കണ്ടക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഓരോ ഫുഡ് സേഫ്റ്റി ഓഫീസേഴ്സിന് തമിഴ്നാട് FSOന്റെ ക്വസ്റ്റ്യൻസ് കൂടെ റെഫർ ചെയ്യുക. കാരണം അവിടെയും ഇതുപോലെ തന്നെ വെറ്റിനറിക്കും ഡയറി ടെക്നോളജിക്കും വളരെയധികം പ്രയോറിറ്റൈസേഷൻ കൊടുത്തിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പൊ ആ ക്വസ്റ്റ്യൻസ് കൂടെ റെഫർ ചെയ്യുക. അത് ഒരുപാട് കോൺട്രവേഴ്സി ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടായിട്ടുണ്ടെന്നാൽ പോലും അതൊക്കെ ഒന്ന് ക്രിട്ടിസൈസ് ചെയ്തിട്ട് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. പിന്നെ മെയിൻ ആയിട്ട് കോമ്പറ്റീഷൻ ബുക്ക് ഫോർ ഫുഡ് സേഫ്റ്റി ഓഫീസേഴ്സ് സോൾവ്ഡ് പേപ്പേഴ്സ് ഉണ്ട്. അതിൽ സ്വയ എഡ്യൂക്കേഷന്റെ അവരുടെ ആ ഒരു ക്വസ്റ്റ്യൻസും കൂടെ റെഫർ ചെയ്യാം. പക്ഷെ അതിലും ഒരുപാട് കറക്ഷൻസ് ഒക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ ഈ പിന്നെ അതുകൂടാതെ ഈ ഒരു ടെക്നിക്കൽ ഓഫീസറിന്റെ ഈ ഒരു ക്വസ്റ്റ്യൻസ് ബാങ്കിൽ ഒരുപാട് അസേഷൻ റീസൺ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ട്, സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. പിന്നെ ഇതൊക്കെ കൂടാതെ ഈ ഓരോ ക്വസ്റ്റ്യൻസിന്റെയും ഒരു കംപ്ലീറ്റ് അവലോകനമായിട്ട് നമ്മുടെ ബിഗ് ലേണിംഗിൽ ക്വസ്റ്റ്യൻസ് അവൈലബിൾ ആണ്. അതിലൊക്കെ വന്ന കറക്ഷൻസ് ഒക്കെ മാറ്റിയിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് പ്രീവിയസ് ക്വസ്റ്റ്യൻസിന്റെ അതുപോലെ തന്നെ പിന്നെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിന്റെ ഒരു സമ്മപ്പ് തന്നെ ഉണ്ട്. അപ്പോൾ അത് ഇന്നത്തെ എക്സാം അറ്റൻഡ് ചെയ്തവർക്ക് മനസ്സിലാവും. അതുകൂടാതെ നമുക്ക് റെഫർ ചെയ്യാൻ പറ്റുന്ന ഒരുപാട് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഏതൊക്കെയാണ്? അതിൽ മെയിൻ ആയിട്ട് നമ്മുടെ കേരളത്തിന്റെ ആയാലും അതർ സ്റ്റേറ്റിന്റെ പ്രീവിയസ് ഫുഡ് സേഫ്റ്റി ഓഫീസർ ക്വസ്റ്റ്യൻസ് PYQs എല്ലാം ഒന്ന് റെഫർ ചെയ്യേണ്ടത്. 28 സ്റ്റേറ്റ് എടുത്തു കഴിഞ്ഞാൽ 29 സ്റ്റേറ്റ് എടുത്തു കഴിഞ്ഞാൽ ഓരോ നമ്മുടെ സ്റ്റേറ്റിന്റെയും അതുപോലെ തന്നെ സ്റ്റേറ്റ്സിന്റെയും മെയിൻ ആയിട്ട് ഒരു
എല്ലാ സ്റ്റേറ്റും ഈ FSO എക്സാം നടത്തുന്നുണ്ടോ എന്നുള്ള കാര്യം എനിക്കറിയില്ല. എന്നാൽ പോലും ഒരു 10-20 സ്റ്റേറ്റ്സിന്റെ എങ്കിലും മിനിമം നമുക്ക് പിന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അവൈലബിൾ ആണ്. അപ്പൊ ആ ഓരോ ക്വസ്റ്റ്യൻസ് നമ്മൾ ഇൻ ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് സോൾവ് ചെയ്ത് പഠിക്കാൻ പറ്റുന്നതാണ്. പിന്നെ അതുകൂടാതെ FSIയുടെ സെൻട്രൽ ഫുഡ് സേഫ്റ്റി ഓഫീസേഴ്സിനും ടെക്നിക്കൽ ഓഫീസേഴ്സിനും 2015 ശേഷം 2 പ്രാവശ്യം നടത്തിയിട്ടുണ്ട്. ആ 2 സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസും അവരുടെ ഫുഡ് അനലിസ്റ്റിന്റെ ഓരോ വർഷം നടത്തുന്ന അല്ലെങ്കിൽ ആൾട്ടർനേറ്റീവ് ഇയേഴ്സിൽ നടത്തുന്ന ഫുഡ് അനലിസ്റ്റിന്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും ഒക്കെ നോക്കി കഴിഞ്ഞാൽ കുറെ സ്റ്റാൻഡേർഡ്സ് റിലേറ്റഡ് ആയിട്ടുള്ള നല്ല സ്റ്റാൻഡേർഡ്സ് ക്വസ്റ്റ്യൻസ് അതിൽ അവൈലബിൾ ആണ്, ഈ ഫുഡ് സേഫ്റ്റി ഓഫീസേഴ്സിന്റെ ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ബിഗ് ലേണിംഗ് ഇവിടെ പിന്നെ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ പാറ്റേൺസിൽ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അത് ഓരോ ക്വസ്റ്റ്യൻസ് ഓരോ കാറ്റഗറി ബേസ് ചെയ്തിട്ടുള്ള വെയിറ്റേജ് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അതുകൂടാതെ പിന്നെ ജൂനിയേഴ്സ് ആൻഡ് സീനിയർ ഫുഡ് അനലിസ്റ്റിന്റെ എക്സാമിനേഷൻസ്, അതിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ, അതുപോലെ തന്നെ ടെക്നിക്കൽ അസിസ്റ്റൻസിന്റെ FSIയുടെ ടെക്നിക്കൽ അസിസ്റ്റന്റിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ, അതുപോലെ ഡയറി എക്സ്റ്റൻഷൻ ഓഫീസേഴ്സിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ, പിന്നെ വെറ്റിനറി സയൻസിന് ഇത്രയും ഇമ്പോർട്ടന്റ് ഉണ്ടായതും അതുപോലെ ഡയറി ടെക്നോളജിക്കും വെറ്റിനറി സയൻസിന് ഇത്രയും ഇമ്പോർട്ടന്റ് ഉണ്ടായതുകൊണ്ട് തന്നെ വെറ്റിനറി സർജൻസ് ഗ്രേഡ് 2ന്റെ അതുപോലെ ആനിമൽ ഹസ്ബൻഡറി ഡിപ്പാർട്ട്മെന്റിന്റെ വെറ്റിനറി സർജൻ ഗ്രേഡ് 2ന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ, അതുപോലെ തന്നെ ഡയറി എക്സ്റ്റൻഷൻ ഓഫീസറിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ, അതുപോലെ തന്നെ ബയോകെമിസ്ട്രി സയന്റിഫിക് അസിസ്റ്റന്റും അതുപോലെ തന്നെ ബയോകെമിസ്ട്രി അസിസ്റ്റന്റ് പ്രൊഫസറിന്റെയും നമ്മുടെ സിലബസ് കവർ ചെയ്തിട്ടുള്ള പിന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ, ലാബ് ടെക്നീഷ്യൻ ആണെങ്കിലും അത് ഡയറി ആണെങ്കിലും വെറ്റിനറിയുടെ ആണെങ്കിലും അതർ ലാബ് ടെക്നീഷ്യന്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ റിലേറ്റഡ് ടു അവർ സബ്ജക്ട്, പിന്നെ ബയോടെക്നോളജി അസിസ്റ്റന്റ് പ്രൊഫസറിന്റെ അതുപോലെ തന്നെ ലെക്ചററിന്റെയും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ, പിന്നെ ഡയറി ഫാം ഇൻസ്ട്രക്ടറിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ, ഡയറി കെമിസ്റ്റ്, ഡയറി ബാക്ടീരിയോളജിസ്റ്റ് അതുപോലെ തന്നെ ഡയറി മൈക്രോബയോളജിസ്റ്റിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ, അതുപോലെ തന്നെ ഫാം അസിസ്റ്റന്റ് ഗ്രേഡ് 2 വെറ്റിനറിയുടെ ഫാം അസിസ്റ്റന്റ് ഗ്രേഡ് 2യുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ, ഫാം അസിസ്റ്റന്റ് പോസ്റ്റ് ഡയറിയുടെ ഫാം അസിസ്റ്റന്റ് പോസ്റ്റിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ, പിന്നെ ലൈവ് സ്റ്റോക്ക് ഇൻസ്പെക്ടറിന്റെയും പൗൾട്രി അസിസ്റ്റന്റിന്റെയും അതുപോലെ തന്നെ മിൽക്ക് റെക്കോർഡർ അതുപോലെ തന്നെ സ്റ്റോറേജ് കീപ്പർ അവരുടെയൊക്കെ ഈ ആനിമൽ ഹസ്ബൻഡറി ഡിപ്പാർട്ട്മെന്റിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ വെറ്റിനറി സയൻസിന് വേണ്ടി നമുക്ക് റെഫർ ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ സ്റ്റോർ കീപ്പർ അത് പൗൾട്രി ഡിപ്പാർട്ട്മെന്റ്, അതും വെറ്റിനറി സയൻസിന് റെഫർ ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ മൈക്രോബയോളജിസ്റ്റിന്റെ ഡയറി മൈക്രോബയോളജിസ്റ്റിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ, അതുപോലെ തന്നെ സ്റ്റേറ്റ് ന്യൂട്രീഷൻ ഓഫീസർ ഡയറ്റീഷ്യൻ ഗ്രേഡ് 2 ഇത് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് 10 വർഷം എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്കുള്ള ഒരു ന്യൂട്രീഷണലിസ്റ്റിന്റെ എക്സാം ആണ്. അതുപോലെ തന്നെ സ്റ്റേറ്റ് ന്യൂട്രീഷൻ ഓഫീസറിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറും ഈ ന്യൂട്രീഷണൽ സയൻസ് അതായത് നമ്മുടെ ബയോകെമിസ്ട്രി ആൻഡ് ന്യൂട്രീഷൻസിന്റെ ഫുഡ് ആൻഡ് ന്യൂട്രീഷന്റെ ആ ഒരു പോർഷൻസ് ഇതിൽ നിന്നുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ റെഫർ ചെയ്താൽ കേരള സ്റ്റേറ്റിന്റെ ആ ഒരു സ്റ്റാൻഡേർഡ് ഒരു PSCയുടെ ഒരു റീസെന്റ് വന്നുകൊണ്ടിരിക്കുന്ന ഒരു ഹൈ ലെവൽ സ്റ്റാൻഡേർഡുള്ള ക്വസ്റ്റ്യൻ തന്നെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഒന്നുകിൽ ക്വസ്റ്റ്യൻ വളരെ എളുപ്പമായിരിക്കും അല്ലെങ്കിൽ നല്ലൊരു ടഫ് എക്സാം ആയിരിക്കും, ഡിപ്പെൻസ്. പക്ഷേ റീസെന്റ് എക്സാം ഇപ്പം കോർ സബ്ജക്ട് ബേസ് ആയിട്ടുള്ള ഒരു എക്സാം ആണ്. ഇപ്പൊ റീസെന്റ് എക്സാം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും കട്ട് ഓഫ് വളരെ കൂടുന്നത് കൊണ്ട് തന്നെ ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഓരോ സബ്ജക്റ്റിലും എക്സ്പെർട്ടൈസ് ചെയ്തിട്ടുള്ള ആളെ കൺസിഡർ ചെയ്തുകൊണ്ട് തന്നെ ഇൻ ഡീറ്റെയിൽഡ് ആയിട്ട് ചോദിക്കാനുള്ള പോസിബിലിറ്റി വളരെയധികം കൂടുതലാണ്. ഓക്കെ, പിന്നെ നമ്മുടെ പ്രിപ്പറേഷനിൽ നമുക്കറിയാം 80 ഡേയ്സ് ബാക്കിയുണ്ടല്ലേ. ഈ 80 ഡേയ്സ് കൊണ്ട് നമുക്ക് എങ്ങനെ പ്രിപ്പയർ ചെയ്യാൻ പറ്റും? അതായത് ഓൾമോസ്റ്റ് നമ്മളെ നമുക്ക് മെയിൻ ആയിട്ട് ഒരു 100 ക്വസ്റ്റ്യൻസ് പെർ ഡേ, മിനിമം 100 ക്വസ്റ്റ്യൻ പെർ ഡേ എങ്കിൽ നമ്മൾ ചെയ്യേണ്ടതായിട്ടുണ്ട് വരും ദിവസങ്ങളിൽ. അതായത് 100 to 150 നമ്മൾ ഒരു സെറ്റ് ഓഫ് എക്സാം അല്ലെങ്കിൽ ഡെയിലി നമ്മുടെ ഈ പറഞ്ഞിരിക്കുന്ന ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ എടുത്ത് കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഓൾമോസ്റ്റ് ഒരു 50 to 70 ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടും. ഓക്കെ, അപ്പൊ അത് എടുത്തു കഴിഞ്ഞാൽ തന്നെ അതിൽ നിന്ന് എടുത്ത് പഠിച്ചാൽ തന്നെ ഓൾമോസ്റ്റ് പെർ ഡേ നമുക്കൊരു 100 to 150 ക്വസ്റ്റ്യൻസ് ഈസി ആയിട്ട് സോൾവ് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ മെയിൻ ആയിട്ട് വേറെ നോക്കേണ്ട കാര്യങ്ങൾ വെച്ച് കഴിഞ്ഞാൽ ഓരോ ക്വസ്റ്റ്യൻസ് എടുത്തിട്ട് പഠിക്കുന്ന സമയത്ത് ഓരോ ക്വസ്റ്റ്യൻസിനും അതിന്റെ റീസൺസ് കൂടെ വെരിഫൈ ചെയ്തിട്ട് പഠിക്കുക. കാരണം നമുക്ക് ഇനി സബ്ജക്ട് ഇൻ ഡീറ്റെയിൽ ആയിട്ട് പോകാനുള്ള സമയമില്ല. അപ്പം സബ്ജക്ട് ഇതുവരെ കംപ്ലീറ്റ് ആകാത്ത ആൾക്കാർ എത്രയും പെട്ടെന്ന് തന്നെ സബ്ജക്ട് കവർ ചെയ്തതിന് ശേഷം പിന്നെ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. കാരണം പുതിയതായിട്ട് പഠിക്കാൻ റെഫറൻസ് ഒന്നും ഇല്ലാത്ത ആൾക്കാർക്ക് ബിഗ് ലേണിംഗിന്റെ കോഴ്സ് ജോയിൻ ചെയ്തതിന് ശേഷം അതിലത്തെ റെക്കോർഡഡ് ലെക്ചേഴ്സ് കണ്ടാൽ തന്നെ നമുക്ക് എളുപ്പത്തിൽ, കാരണം 5 മേജർ കോർ സബ്ജക്റ്റ് ഉള്ളത്, എളുപ്പത്തിൽ ആ സബ്ജക്ട് ഒരു
10 to 15 ഡേയ്സിനുള്ളിൽ സബ്ജക്ട് കവർ ചെയ്തതിന് ശേഷം റിമൈനിങ് 60 to 70 ഡേയ്സ് കൊണ്ട് നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസും ഓരോ ദിവസം ഓരോ ക്വസ്റ്റ്യൻസ് ഇൻ ഡീറ്റെയിൽ ആയിട്ട് വിത്ത് സൊല്യൂഷൻ നമുക്ക് എഴുതിയിട്ട് തന്നെ മാർക്ക് ചെയ്തിട്ട് പഠിക്കാൻ പറ്റുന്നതാണ്. കാരണം ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻസിൽ നമ്മൾ പഠിച്ചതിന് ഉപരി സ്പെസിഫിക്കലി എന്തെങ്കിലും ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് എവിടെയെങ്കിലും മാർക്ക് ചെയ്തിട്ട് പോകാം. കാരണം ഫോർ എക്സാമ്പിൾ നമുക്ക് മെയിൻ ആയിട്ട് പഠിക്കേണ്ട ടേബിൾസ്, ഇപ്പൊ RDAയുടെ ടേബിൾസ്, അതുപോലെ തന്നെ RDAയുടെ ടേബിൾസ്, അതുപോലെ തന്നെ പിന്നെ മൈക്രോബിയൽ സ്പെസിഫിക്കേഷൻസിന്റെ ടേബിൾസ്, അതുപോലെ തന്നെ ഓരോ പ്രൊഡക്ട്സിന്റെ സ്റ്റാൻഡേർഡ്സിന്റെ ടേബിൾസ്, പ്രൊഡക്റ്റ് സ്റ്റാൻഡേർഡ്സ്, അതുപോലെ തന്നെ അഡൾട്രൻസിന്റെ ടേബിൾസ്, അതുപോലെ തന്നെ ഫുഡ് അഡിറ്റീവ്സിന്റെ ടേബിൾസ്, അതുപോലെ തന്നെ വെറ്റിനറി സയൻസ് എടുത്തു കഴിഞ്ഞാൽ അതിലത്തെ ഓരോ ആനിമൽസിന്റെ സ്പെസിഫിക്കേഷൻസ്, അതുപോലെ തന്നെ ഈ ആന്റിമോർട്ടം പോസ്റ്റ്മോർട്ടം ഇൻസ്പെക്ഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കുറെ ടേബിൾസ് അതിൽ വരുന്നുണ്ട്. അപ്പോൾ അത് ഏത് കാറ്റഗറീസിലാണ് വരുന്നത് എന്നുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ ഇപ്പം ഗ്രേഡിങ്ങിന്റെ ടേബിൾസ്, അതുപോലെ തന്നെ ഓരോ ആനിമൽസിന്റെയും ഹാൻഡ്ലിങ്ങിന്റെ പ്രൊസീജിയേഴ്സും, അതുപോലെ തന്നെ അതിലെ കൊടുക്കുന്ന വാട്ടറിന്റെ എമൗണ്ട്, അതുപോലെ തന്നെ അതിന്റെ പിന്നെ ലെയറേജിലുള്ള സ്പെസിഫിക്കേഷൻസ്, അതുപോലെ തന്നെ ലേഔട്ട് ആൻഡ് സ്പെസിഫിക്കേഷൻസ്, അതുപോലെ തന്നെ ആന്റിമോർട്ടം പോസ്റ്റ്മോർട്ടം ഇൻസ്പെക്ഷൻ ഒരുപാട് ടേബിൾസ് ഉണ്ട്. ഏതോ ഓർഗാനിസം അല്ലെങ്കിൽ ഏതൊരു പർട്ടിക്കുലർ കണ്ടീഷൻ ഏത് ഡിസീസിനെ റെപ്രസെന്റ് ചെയ്യുന്നു, ആനിമൽ സ്യൂട്ടബിൾ ഫോർ സ്ലോട്ടർ ആണോ എന്നുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ സ്യൂട്ടബിൾ ഫോർ കൺസംഷൻ ആണോ എന്നുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ അതിന്റെ റെൻഡറിങ് പ്രൊസീജിയേഴ്സ്, അതിന്റെ ബൈ പ്രൊഡക്ട്സിന്റെ ഒക്കെ ടേബിൾസ്, അതുപോലെ തന്നെ ഓരോ പ്രൊഡക്ട്സിന്റെ പാസ്റ്ററൈസേഷൻ, സ്റ്റെറിലൈസേഷന്റെ ടൈം, ടെമ്പറേച്ചർ, കോമ്പോസിഷന്റെ ടേബിൾസ്, അതുപോലെ തന്നെ അങ്ങനെ ഒരുപാട് ടേബിൾസ് നമ്മൾ നേരത്തെ പറഞ്ഞ ഓരോ വാല്യൂസിന്റെയും ടേബിൾസ് വെച്ചിട്ട് തന്നെ പഠിക്കുക. അപ്പൊ ആ ടേബിൾസ് നമുക്ക് പെട്ടെന്ന് റെഫർ ചെയ്യാം, പെട്ടെന്ന് നമുക്കതിനെ ആ ടേബിൾസ് ഉണ്ടാക്കാൻ വേണ്ടി മാത്രം ഒരു ബുക്സ് ഉണ്ടാക്കിയതിനു ശേഷം ആ ടേബിൾസ് മാത്രം റിവൈസ് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ എളുപ്പത്തിൽ നമുക്ക് ആ ഒരു വാല്യൂസിനെ പെട്ടെന്ന് റെക്കഗ്നൈസ് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അങ്ങനെ തറവായിട്ട് പഠിക്കാൻ പറ്റുള്ളൂ. പിന്നെ നോക്കുമ്പോൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ PYQ നിർബന്ധമായിട്ട് നോക്കുക. പിന്നെ മെയിൻ ആയിട്ട് നോക്കേണ്ടത് പഴയ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുമ്പോൾ അപ്ഡേറ്റഡ് സ്റ്റാൻഡേർഡ്സ് ഒന്ന് വെരിഫൈ ചെയ്യുക. അപ്ഡേറ്റ്സ് സ്റ്റാൻഡേർഡ്സിൽ വന്ന അപ്ഡേറ്റ്സും, അതുപോലെ തന്നെ ന്യൂട്രീഷണൽ ലാബലിങ്സിലും, അതുപോലെ തന്നെ ഫോർട്ടിഫിക്കേഷൻസിലും വന്ന ചേഞ്ചസ്, ന്യൂ ഫോർട്ടിഫിക്കേഷൻസ്, അതുപോലെ തന്നെ RDAയുടെ ടേബിൾസ്, അതുപോലെ തന്നെ അതിൽ വന്ന വേരിയേഷൻസ്, അതുപോലെ തന്നെ മിൽക്കിന്റെയും അതുപോലെ തന്നെ അതർ പ്രൊഡക്ട്സിന്റെയും സ്റ്റാൻഡേർഡ്സിൽ വന്ന വേരിയേഷൻസും അതുപോലെ തന്നെ ആ സ്റ്റാൻഡേർഡ്സിലത്തെ മോഡേൺ സ്റ്റാൻഡേർഡ് ഏതൊക്കെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുക. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ മെയിൻ ആയിട്ട് നമ്മൾ കൃത്യമായിട്ട് പ്ലാൻ ചെയ്യുക. അതിന് മെയിൻ ആയിട്ടുള്ളത് വെൽ പ്ലാൻഡ് ആയിട്ട് നോക്കുക. കറക്റ്റ് 80 ഡേയ്സ് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അതിലത്തെ ഒരു ഫസ്റ്റ് 50 ഡേയ്സിന് നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ട് 10 ഓരോ ആൾട്ടർനേറ്റീവ് ഡേയ്സ് വെച്ചിട്ട് നമ്മൾ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, 4, 5, അതുപോലെ തന്നെ ഫസ്റ്റ് 5 ഡേയ്സിൽ ഫസ്റ്റ് ഡേയ്സ് ഫുഡ് ടെക്നോളജി, സെക്കൻഡ് ഡയറി ടെക്നോളജി, വെറ്റിനറി സയൻസ്, അങ്ങനെ ഓരോ 5 ദിവസത്തെ ഇന്റർവെല്ലില് ഓരോ സബ്ജക്റ്റിനും നമ്മൾ ഇമ്പോർട്ടൻസ് പ്രയോറിറ്റി കൊടുത്തിട്ട് ആദ്യത്തെ 50 ദിവസം പഠിക്കുക. അതായത് ഓരോ സബ്ജക്റ്റും നമുക്ക് 10 ദിവസം വെച്ചിട്ട് ഫസ്റ്റ് 50 ഡേയ്സ് കിട്ടും. അത് കഴിഞ്ഞതിന് ശേഷം നെക്സ്റ്റ് 30 ഡേയ്സിൽ നമ്മൾ മെയിൻ ആയിട്ട് ഈ പഠിച്ച എല്ലാ കമ്പൈൻ ചെയ്തിട്ടും അഡീഷണൽ ആയിട്ടുള്ള കാര്യങ്ങളും ഒക്കെ കമ്പൈൻ ചെയ്തിട്ട് ഡീറ്റെയിൽ ആയിട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറും അതർ ക്വസ്റ്റ്യൻ പേപ്പറും സോൾവ് ചെയ്തുകൊണ്ടിരിക്കുക. വേറെ ഒരു വഴിയില്ല. കാരണം നമുക്ക് ക്വസ്റ്റ്യൻ കണ്ടാൽ തന്നെ ആൻസർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ സബ്ജക്റ്റ് ആണ്, പ്യുവർലി ആണ്, ഡയറക്റ്റ് ആണ്, ഓൺലി അസേഷൻ റീസൺ സ്റ്റേറ്റ്മെന്റ് ആണ്. എന്നാൽ പോലും അത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ് നമുക്ക് സബ്ജക്റ്റിൽ ക്ലാരിറ്റി ഉണ്ടെങ്കിൽ. അപ്പോൾ ഒന്നുപോലും വിട്ടുപോകാതെ കൃത്യമായിട്ട് ഈ ഒരു സബ്ജക്റ്റിന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ. പിന്നെ ടൈം മാനേജ്മെന്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ തന്നെ ചൂസ് സബ്ജക്ട് വൈസ്ലി. അതായത് ഈ ഒരു സ്പെസിഫിക്കേഷനിൽ ഈ ഒരു പാറ്റേണിൽ പോവുക. കാരണം നിങ്ങളൊരു ഫുഡ് ടെക്നോളജിസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഡയറി ടെക്നോളജിക്കും വെറ്റിനറി സയൻസും ബാക്കിയുള്ള പോർഷൻസും വളരെയധികം പ്രയോറിറ്റി കൊടുത്ത് തന്നെ പഠിക്കുക, ആ സബ്ജക്റ്റ് അല്ലാതെ. പിന്നെ ആ ഒരു സബ്ജക്റ്റിന് ഇമ്പോർട്ടന്റ് കൊടുക്കുക. കാരണം നമ്മളൊരു ഡയറി ടെക്നോളജിസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ പോലും അവര് അതിൽ എല്ലാ കാര്യങ്ങളും അറിഞ്ഞിരിക്കണമെന്നില്ല. അല്ലെങ്കിൽ വെറ്റിനറി ഡോക്ടർ ആണെങ്കിലും അവരെല്ലാ കാര്യങ്ങളും ചിലപ്പോൾ അറിഞ്ഞിരിക്കണമെന്നില്ല. അപ്പൊ അതൊക്കെ ഒന്ന് റിവൈസ് ചെയ്ത് അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക, പ്രയോറിറ്റൈസേഷൻ കൊടുക്കുക. ഓരോ സബ്ജക്റ്റിനും അതിൻ്റെതായ പ്രയോറിറ്റി ഉണ്ട്. ഓരോ മാർക്കും വിലപ്പെട്ടതാണ്. അപ്പോൾ ഓരോ നെഗറ്റീവ് മാർക്ക് ഉണ്ടായത് കൊണ്ട് തന്നെ ഓരോന്നും വിലപ്പെട്ടതാണ്. അപ്പോൾ ഈ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ഒന്നും ചുമ്മാ കയറി ബബിൾ ചെയ്യാൻ നമുക്ക് പറ്റില്ല. കാരണം ഓരോ മാർക്ക് പോകുമ്പോൾ ചിലപ്പോൾ ലിസ്റ്റിൽ തന്നെ ഔട്ട് ആവും. അല്ലെങ്കിൽ ഇപ്പം ഈ ഓരോ ലിസ്റ്റിന് 3 വർഷത്തെ കാലാവധി ഉണ്ടെങ്കിൽ പോലും ഇപ്പോ 1 മാർക്കിന്റെ അല്ലെങ്കിൽ 0.1
3 മാർക്കിന്റെ വേരിയേഷൻ വന്നാൽ ചിലപ്പോൾ പോസ്റ്റിംഗ് പോലും നടക്കില്ല. പോസ്റ്റിംഗ് ഇപ്പം മെയിൻ ലിസ്റ്റിൽ ഉണ്ടെങ്കിൽ പോലും എല്ലാവരും പോസ്റ്റ് ആവണമെന്നില്ല. അപ്പോൾ അതുപോലെ തന്നെ ഷോർട്ടർ സ്റ്റഡീസ്, നമ്മൾ നേരത്തെ പറഞ്ഞ ടേബിൾസ് ഉണ്ടാക്കി കീവേഡ് വെച്ചിട്ട് പഠിക്കുക. അതുപോലെ തന്നെ പിന്നെ നമ്മുടെ ബിഗ് ലേണിംഗ് ഒരുപാട് ക്വസ്റ്റ്യൻസ് വരും ദിവസങ്ങളിൽ പിന്നെ അവൈലബിൾ ആക്കുന്നതാണ്. അപ്പോൾ പ്രീവിയസ് കുറെ ക്വസ്റ്റ്യൻ പേപ്പർ സെറ്റ് ഉണ്ട്. അപ്പോൾ ഓരോ ദിവസം വെച്ച് ചെയ്താൽ പോലും തീരാവുന്നതിലധികം ക്വസ്റ്റ്യൻസ് അവൈലബിൾ ആണ് വിത്ത് പിന്നെ അതിന്റെ ആൻസർ കീ. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് അസേർഷൻ, റീസൺ, അതുപോലെ തന്നെ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ വളരെയധികം എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ മേജർ നമുക്ക് വേണ്ടത് മോട്ടിവേഷൻ. കാരണം പിന്നെ എത്ര വേക്കൻസി ഉണ്ടെന്ന് പോലും ഇതുവരെ നോട്ട് ചെയ്തിട്ടില്ല. പിന്നെ അതുകൂടാതെ ഈ ഡയറി എക്സ്റ്റൻഷൻ ഓഫീസറും അതുപോലെ തന്നെ എന്താ പറയാ വെറ്റിനറി സർജന്മാരൊക്കെ ഈ ഫുഡ് സേഫ്റ്റി ഓഫീസർ എന്നുള്ള ഒരു പോസ്റ്റ് വെറുതെ അവർക്കൊരു സബ്സ്റ്റിറ്റ്യൂട്ട് എന്ന രീതിയിൽ മാത്രം കിട്ടിയാൽ പോകുന്നുള്ളതാണ്. അവർക്ക് അവരുടെ പർട്ടിക്കുലർ ഏരിയയിലുള്ള പോസ്റ്റ് വന്നാൽ ഇവിടുന്ന് പോസ്റ്റ് മാറിയിട്ട് അവരുടെ കറസ്പോണ്ടിങ് പോസ്റ്റിലേക്ക് പോകും. അപ്പൊ നിർബന്ധം, അപ്പൊ ഡെഫിനറ്റ്ലി ആ ഒരു പോസ്റ്റിൽ അവിടെ ആ ഒരു ടൈമിൽ വേക്കൻസി വരും. കാരണം ഈ 2 പോസ്റ്റും ഈ അടുത്ത കാലഘട്ടത്തിൽ വിളിച്ചിട്ടുള്ളതാണ്, ഡയറി അസിസ്റ്റന്റും അതുപോലെ തന്നെ പിന്നെ വെറ്റിനറി സർജനും. അപ്പോൾ അവരുടെ ലാംഗ്വേജ് സ്റ്റിൽ എക്സിസ്റ്റിംഗ് ആണ്. അവിടെ വേക്കൻസി വരുമ്പോൾ ഇവിടെ കിട്ടുന്ന ആൾക്കാർ അങ്ങോട്ട് പോകാൻ ചാൻസ് ഉണ്ട്. ഡെഫിനറ്റ്ലി നമ്മുടെ കറന്റ് കേരള ഫുഡ് സേഫ്റ്റി ഓഫീസർ ഡിപ്പാർട്ട്മെന്റിൽ ബഹുഭൂരിപക്ഷം വെറ്റിനറി സർജൻസും ഡയറി ടെക്നോളജിസ്റ്റും ഉണ്ട്. എന്നിരുന്നാൽ പോലും അവര് അവിടുന്ന് കറസ്പോണ്ടിങ് പോസ്റ്റിൽ വേക്കൻസി കിട്ടിക്കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി അങ്ങോട്ട് ചാടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അവിടെ കറസ്പോണ്ടിംഗ്ലി വേക്കൻസി ക്രിയേറ്റ് ചെയ്യാൻ ചാൻസ് ഉള്ളത് കൊണ്ട് തന്നെ റീസെന്റ് കുറെ വേക്കൻസി ക്രിയേറ്റഡ് ആയിട്ടുണ്ട്. അതുകൂടാതെ ആ ഒരു ക്രിയേറ്റഡ് ആയിട്ടുള്ള വേക്കൻസീസിൽ ഫർദർ പോസ്റ്റിംഗ്, ഇപ്പൊ പഴയ ആ ഒരു ലിസ്റ്റിൽ നിന്ന് വന്ന ആൾക്കാർ ആ ഒരു ക്രിയേറ്റഡ് ആയിട്ടുള്ള വേക്കൻസിയിലേക്ക് റീസെന്റ് പോസ്റ്റഡ് ആയിട്ടുണ്ട്. കുറെ ആൾക്കാർ എക്സ്പെക്ട് ചെയ്യാത്ത കുറെ ആൾക്കാർ പോസ്റ്റഡ് ആയിട്ടുണ്ട്. ഓക്കെ, മെയിൻ ലിസ്റ്റിൽ നിന്നാണെങ്കിൽ പോലും. പിന്നെ അതുകൊണ്ട് തന്നെ ആ ഒരു മോട്ടിവേഷൻ മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെ ഒരുപാട് മോട്ടിവേഷൻ, നമ്മളതിനെ സെൽഫ് മോട്ടിവേറ്റ് ആവുക. അതുപോലെ തന്നെ നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ല എന്ന രീതിയിൽ തന്നെ പഠിക്കുക. ഇത് ഞാൻ പഠിച്ചു കഴിഞ്ഞാൽ എന്തായാലും ഇത് കിട്ടും എന്നുള്ളൊരു ആത്മവിശ്വാസം നമുക്ക് ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി വേറെ ഒന്നും നോക്കേണ്ടതായിട്ടില്ല. പിന്നെ അപ്പോൾ എപ്പോഴും ആ ഒരു കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ടൈം ബീങ് ആയിട്ടുള്ള ആ ഒരു സ്റ്റഡി ഉണ്ടെങ്കിൽ നമുക്ക് ഡെഫിനറ്റ്ലി ഇത് ക്രാക്ക് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. ഓരോ ആൾക്കാർക്കും ഇത് വളരെ എളുപ്പത്തിൽ ക്രാക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ സബ്ജക്റ്റിനെ പ്രയോറിറ്റൈസ് ചെയ്തിട്ടും അതുപോലെ തന്നെ പിന്നെ നമ്മള് വേറൊരു അഡ്വാൻറ്റേജ് വെച്ചാൽ നമ്മൾ ഹാൻഡ് റിട്ടൺ നോട്ട്സ്, ടേബിൾസ് ഒക്കെ വേർഡിൽ ടൈപ്പ് ചെയ്യാതെ നമ്മൾ സ്വന്തം ഉണ്ടാക്കിയിരിക്കുമ്പോൾ ഡെഫിനറ്റ്ലി ഇത് നമ്മൾ എഴുതിയതായതുകൊണ്ട് തന്നെ അത് മനസ്സിൽ എപ്പോഴും നിൽക്കും. അപ്പൊ ഹാൻഡ് റിട്ടൺ നോട്ട്സിന്റെ ഇമ്പോർട്ടൻസ് അവിടെയാണ്. പിന്നെ അത് ഓൾറെഡി പ്രിപ്പറേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർ ഓൾറെഡി നോട്ട്സ് ഒക്കെ സിസ്റ്റമാറ്റിക്കലി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരിക്കുന്നു പ്രതീക്ഷിക്കുന്നു. അതുപോലെ തന്നെ ഈ ഓരോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ അതിൽ ഇമ്പോർട്ടന്റ് ആണ്, നമുക്ക് അത് മനസ്സിൽ നിൽക്കാത്തതാണെന്നെങ്കിൽ ഡെഫിനറ്റ്ലി അത് എവിടെയെങ്കിലും നോട്ട് ചെയ്ത് വെക്കുക. അതൊരു കൃത്യമായിട്ടുള്ള ഒരു ബുക്കിൽ നോട്ട് ചെയ്ത് വെക്കുക. ടേബിൾസിന് വേറെ നോട്ട്സും അതുപോലെ തന്നെ അതർ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാക്ടേഴ്സിന് വേറെ നോട്ട്സും സ്റ്റാർ മാർക്കിട്ട് ഇമ്പോർട്ടന്റ് എഴുതി വെച്ച് പഠിക്കുക ഓരോ കാര്യങ്ങളും. അതുപോലെ തന്നെ റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസിന് വളരെ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് തന്നെ പഠിക്കുക. അതുപോലെ തന്നെ കുറെ ക്വസ്റ്റ്യൻസ് പല സ്ഥലങ്ങളിൽ റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുണ്ടാവും. അതുപോലെ തന്നെ പിന്നെ ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് കൃത്യമായിട്ട് നമ്മൾ പിന്നെ സിസ്റ്റമാറ്റിക്കലി തന്നെ ഫുൾ ക്വസ്റ്റ്യൻസ് വായിച്ചിട്ട് തന്നെ അറ്റൻഡ് ചെയ്യുക. കാരണം പിന്നെ എന്താ പറയാ, ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് ആയിട്ട് വായിക്കാതെ ജസ്റ്റ് നോക്കിയിട്ട് മാത്രം അറ്റൻഡ് ചെയ്യരുത്. തെറ്റാനുള്ള ചാൻസസ് ഉണ്ട്. കാരണം നമുക്ക് ഇവിടെ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് അല്ല, OMR ഷീറ്റ് ആണ്. അപ്പോൾ OMR ഷീറ്റിൽ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്ത് തന്നെ പ്രാക്ടീസ് ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ നമ്മുടെ നോട്ട്സ് എപ്പോഴും റിവൈസ് ചെയ്തുകൊണ്ടിരിക്കുക. എഴുതി അവിടെ കിടന്നു കഴിഞ്ഞാൽ അത് മനസ്സിൽ കിടക്കില്ല. അപ്പം റിവിഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതുകൊണ്ട് തന്നെ ഈ 5 ദിവസം എല്ലാവരും സ്ട്രാറ്റജി വെച്ചിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആ നോട്ട്സ് മൊത്തം ഒറ്റ സ്ട്രക്ചറിൽ റിവൈസ് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ നമ്മുടെ ഒരു നല്ലൊരു കോൾഡ് ക്ലൈമറ്റ് ആണ്, വിന്റർ സീസൺ ആണ്. വലുതായിട്ട് കേരളത്തിൽ ഇല്ലെങ്കിൽ പോലും ഒരു വിന്റർ ആണ് വരുന്നത്. അപ്പൊ വിന്റർ ഈസ് വെരി ബെസ്റ്റ് ഫോർ ഏർലി സ്റ്റഡീസിന് വളരെ സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു വിന്റർ ആണ്. ഹൈലി മോട്ടിവേറ്റഡ് ആയിട്ടുള്ള ക്ലൈമറ്റ് ആണ് ടിൽ ജാനുവരി. ഓക്കെ, അപ്പൊ ആ ന്യൂ ഇയർ വരെയുള്ള ഒരു കാലഘട്ടം നമുക്ക് വളരെ എളുപ്പമാണ്. വളരെ നന്നായിട്ട് സ്ട്രാറ്റജിക്കലി പഠിച്ചു പോകാൻ പറ്റുന്ന ഒരു ടൈമാണ്. അതുപോലെ തന്നെ കൃത്യമായിട്ടുള്ള പ്രാക്ടീസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ നമ്മുടെ ബിഗ് ലേണിംഗ് ഫുഡ് സേഫ്റ്റി ഓഫീസേഴ്സിന്റെ കോഴ്സ്
5000 ആണ് ഇപ്പോൾ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പൊ അതിൽ മെയിൻ ആയിട്ട് ഇതിന്റെ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ പ്രീവിയസ് റെക്കോർഡ് ആയിട്ടുള്ള വീഡിയോസ് അവൈലബിൾ ആണ് ഓരോ സബ്ജക്റ്റിന്റെയും. അതുപോലെ തന്നെ മോക്ക് ടെസ്റ്റും സ്റ്റഡി മെറ്റീരിയൽസും ഡീറ്റെയിൽ ആയിട്ടുള്ള സ്റ്റഡി മെറ്റീരിയൽസും അതുപോലെ തന്നെ ഓഫ് വീഡിയോസ് നമുക്കൊരു ആപ്ലിക്കേഷൻ അവൈലബിൾ ആണ്. അതിലൂടെ ഓരോ വീഡിയോസും ആക്സസിബിൾ ചെയ്യാൻ പറ്റുന്നതാണ്. അതുകൂടാതെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറും ഡിസ്കഷൻസും വരും ദിവസങ്ങളിൽ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ അതിന്റെ റിവിഷനും അവൈലബിൾ ആയിരിക്കും വരും ദിവസങ്ങളിൽ ഓരോ സബ്ജക്റ്റിന്റെയും. ഡീറ്റെയിൽഡ് ആയിട്ടുള്ള റിവിഷൻസും ഒക്കെ ആവശ്യമുള്ള ആൾക്കാർ എത്രയും പെട്ടെന്ന് തന്നെ കോഴ്സിൽ ജോയിൻ ചെയ്യുക. അതുപോലെ തന്നെ ഇപ്പൊ നിങ്ങൾ സ്പെൻഡ് ചെയ്യുന്ന ഈ ഒരു എമൗണ്ട് ഭാവിയിൽ നിങ്ങൾ ഒരു സുരക്ഷിതമായ സ്ഥാനത്ത് ചിലപ്പോൾ എത്തിച്ചേക്കാം. അപ്പോ ആ ഒരു ആത്മവിശ്വാസത്തോടുകൂടെ എല്ലാവരും കൃത്യമായിട്ട് പ്രിപ്പയർ ചെയ്യുക. കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യുക. അതുപോലെ തന്നെ നമുക്ക് ഡൗട്ട് ക്ലിയറിങ്ങിന് നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ് ഡൗട്ട് ക്ലിയറിംഗ് സെക്ഷൻ എന്നുള്ളത്. കാരണം നമുക്കൊരു പർട്ടിക്കുലർ ക്വസ്റ്റ്യൻസിൽ ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ അത് ചോദിക്കാൻ വേണ്ടി ഒരുപാട് ആൾക്കാർ നമ്മുടെ കോണ്ടാക്റ്റിൽ ഇല്ലെങ്കിൽ അത് വളരെ ഒരു ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു ടാസ്ക് ആണ്. അപ്പോൾ പല ആൾക്കാരുടെയും കൃത്യമായിട്ടുള്ള ഒപ്പീനിയൻസ് നമുക്ക് അവിടെ രേഖപ്പെടുത്താൻ പറ്റും. കാരണം എല്ലാവരും പ്രിപ്പയർ ചെയ്യുന്നത് കൊണ്ട് തന്നെ ഒരു കൃത്യമായിട്ടുള്ള എവിഡൻസ് അതിന് ആ ഗ്രൂപ്പിലുള്ള ആർക്കെങ്കിലും ഷെയർ ചെയ്യാൻ പറ്റുന്നതാണ്. അതുകൊണ്ട് തന്നെ ഗ്രൂപ്പ് ഡിസ്കഷൻസ് ഡൗട്ട് ക്ലിയറിങ്ങും വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത് നമുക്ക് അവൈലബിൾ ആണ് ബിഗ് ലേണിംഗിൽ. ഓക്കെ, അപ്പൊ അത്രയും കാര്യമാണ് മെയിൻ ആയിട്ട് നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ ഈ ഒരു ഡിസ്കഷൻ എല്ലാവർക്കും യൂസ്ഫുൾ ആണെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ചോദിക്കുക. ഈ പോർഷൻസിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. മെസ്സേജ് ആയിട്ടും ചോദിക്കാവുന്നതാണ്. സാറേ താങ്ക് യു. ഓക്കെ, കുഴപ്പമില്ലല്ലോ ഡിസ്കഷൻ? ഇല്ല ഞാനൊന്ന് ഓക്കെ, അപ്പോ വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, സാറേ ഹലോ കേൾക്കാവോ? കേൾക്കാം. സ്ട്രീമിംഗ് ഓഫ് ചെയ്തേ. ഓക്കെ.